നമ്മൾ നമ്മുടെ കൗൺസിൽ പഠന പരമ്പരയുടെ പുതിയൊരു മണിക്കൂറിലേക്ക് പ്രവേശിക്കുകയാണ്. വർഷങ്ങളായിട്ട് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാര്യത്തിന്റെ പുതിയൊരു ഭാഗം. നമ്മൾ രണ്ടാമത്തെ ഡോക്യുമെന്റ് ആണ് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ദൈവവർബമാണ്, ദൈവവചനം എന്ന ഡോക്യുമെന്റ് ആണ്. ദൈവവചനത്തെക്കുറിച്ച് പരിശുദ്ധ കൗൺസിൽ സൂനോദോസ് എന്ത് പഠിപ്പിക്കുന്നു എന്നാണ് നമ്മൾ പഠിച്ചു വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു പ്രത്യേക വിഷയമാണ്. അത് കൗൺസിലിന്റെ ഈ ഡോക്യുമെന്റിന്റെ 4ാമത്തെ പാരഗ്രാഫുമായി ബന്ധപ്പെട്ടതാണ്. നേരിട്ട് ആ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുകയല്ല, പകരം അവിടെ പറയുന്ന ഒരു പ്രധാന കാര്യവും അതിന്റെ എക്സ്പ്ലനേഷനുമാണ് നമ്മൾ ഇന്ന് പഠന വിഷയമാക്കുന്നത്. 4ാമത്തെ പാരഗ്രാഫ് മിശിഹ എന്ന വെളിപാടിന്റെ പൂർണ്ണതയെക്കുറിച്ചാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ പൂർണ്ണത മിശിഹായിലാണെങ്കിൽ അതിന് പുറത്തുള്ള വെളിപാടുകൾ അങ്ങനെ ഒരു കാര്യമുണ്ടോ, അതിന്റെ സാധ്യത എന്താണ്, സാധുത എന്താണ് തുടങ്ങുന്ന വിഷയങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ പഠന വിഷയമാകുന്നത്. ഇത് നമ്മുടെ തിരുവചനത്തെക്കുറിച്ചുള്ള പഠനത്തിന്റെ കേന്ദ്രമാണ്. നമ്മൾ സംസാരിച്ച് തുടങ്ങേണ്ടത് ഇങ്ങനെയാണ്. ഈ വെളിപാട് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കുറെ കേട്ടുകൊണ്ടിരുന്നു. യഥാർത്ഥത്തിൽ വെളിപാട് എന്താണ് എന്ന് ചോദിക്കാമെന്ന് വിചാരിച്ചു. ഒരാളോട് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒരു ഇതൊക്കെ ബോധ്യപ്പെട്ട ഒരാളോട് നമ്മൾ ചോദിക്കുകയാണ്, എന്താണ് ഈ ആക്ച്വലി വെളിപാട് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ആ ചോദിക്കുന്നയാളെ ആദ്യമേ തിരുത്തണം എന്നാണ് ഇതിന്റെ ആദ്യത്തെ ഒരു മറുപടി. വെളിപാട് എന്താണ് എന്ന് ചോദിക്കരുത് എന്ന് പറയണം. കാരണം എന്താണ്? വെളിപാട് ഒരു വസ്തുതയല്ല, ഒരു കാര്യമല്ല. എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ വെളിപാട് എന്ന് പറയുമ്പോൾ എന്താ മനസ്സിലാക്കുന്നത്? ദൈവം വെളിപ്പെടുത്തിയ ഒരു കാര്യം, അത് വെളിപാടാണ്, അല്ലെ? ദൈവം ഇങ്ങനെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം ദൈവം വെളിപ്പെടുത്തിയ ചില സത്യങ്ങളെന്നോ ദൈവം വെളിപ്പെടുത്തിയ ചില കാര്യങ്ങളെന്നോ ഒക്കെ വെളിപാടിനെ നമ്മൾ തെറ്റിദ്ധരിക്കാറുണ്ട്. പക്ഷെ അതൊക്കെ വെളിപാടിന്റെ ഭാഗമാണ്. ദൈവം പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ, ദൈവത്തിന്റെ നിയമങ്ങൾ, ദൈവത്തിന്റെ ഇതൊക്കെ അതിന്റെ ഭാഗമാണ്. പക്ഷെ വെളിപാട് എന്താണ് എന്നല്ല ചോദിക്കേണ്ടത്, പകരം അതാരാണ് എന്ന് ചോദിക്കണം എന്ന് നമ്മൾ തിരുത്തി പറയണം. ഇത് ഞാൻ പല സ്ഥലത്തും ആവർത്തിക്കാറുള്ള ഒരു കാര്യമാണ്. വെളിപാട് എന്താണ് എന്നല്ല, വെളിപാട് ആരാണ് എന്ന് ചോദിക്കണം. അതെന്താണ് അങ്ങനെ പറഞ്ഞത്? കാരണം വെളിപാട് എന്ന് പറയുന്നത് കുറച്ച് ഫാക്ട്സ് അല്ല, കുറച്ച് വിവരങ്ങളല്ല. എന്ന് പറഞ്ഞാൽ ദൈവം വെളിപ്പെടുത്തുന്ന കുറെ കാര്യങ്ങൾ. മറ്റെല്ലാ മതങ്ങളെ സംബന്ധിച്ച് അങ്ങനെയാണ്. എന്താണ് അവരെ സംബന്ധിച്ച് അവരുദ്ദേശിക്കുന്ന വെളിപാട് അഥവാ ദൈവത്തിന്റെ സംഭാഷണം, ദൈവത്തിന്റെ വെളിപ്പെടുത്തൽ എന്ന് പറയുന്നത് എന്താണ്? അത് ദൈവം ചില കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്തി. ഇപ്പൊ ഉദാഹരണത്തിന് ഒരു മതം തങ്ങളുടെ പ്രവാചകൻ വഴി ദൈവം കുറെ കാര്യങ്ങൾ പ്രവാചകനോട് വെളിപ്പെടുത്തി. അപ്പൊ പ്രവാചകൻ അതൊക്കെ എഴുതി സൂക്ഷിച്ചു എന്ന് വിശ്വസിക്കുന്നു. എന്നതുപോലെ ദൈവം വെളിപ്പെടുത്തിയ കുറച്ച് ഫാക്റ്റുകളല്ല കാത്തലിക് റെവലേഷൻ എന്ന് പറയുന്നത്. ക്രൈസ്തവ വെളിപാട്, കത്തോലിക്ക വെളിപാട് എന്ന് പറയുന്നത് അത് പകരം ഒരു വ്യക്തിയാണ്. കത്തോലിക്ക വെളിപാട് ഒരു വ്യക്തിയാണ്. ആ വ്യക്തി ഒരു ദൈവീക വ്യക്തിയാണ്. അത് മിശിഹ എന്ന ദൈവീക വ്യക്തിയാണ്. ഒരേ സമയം പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമായിരിക്കുന്ന മിശിഹ തന്നെയാണ് ആ വെളിപാട്. എന്ന് പറഞ്ഞാൽ അതിന് പുറത്തുള്ള ഒരു കാര്യമല്ല, ഈശോ പറഞ്ഞ ചില കാര്യങ്ങളോ ഈശോ പ്രവർത്തിച്ച ചില കാര്യങ്ങളോ എന്നല്ല, പകരം മിശിഹ ഹിംസെൽഫ് ഇസ് ദ റെവലേഷൻ. ഈശോ തന്നെയാണ് ദൈവിക വെളിപാട്. അപ്പൊ അതുകൊണ്ട് ഈശോയെ അറിയുന്നവൻ വെളിപാട് അറിയുന്നു, ഈശോയെ കേൾക്കുന്നവൻ വെളിപാട് ശ്രവിക്കുന്നു, ഈശോയെ അനുഭവിക്കുന്നവൻ വെളിപാട് അനുഭവിക്കുന്നു, ഈശോയോട് പ്രത്യുത്തരിക്കുന്നവൻ വെളിപാടിനോട് പ്രത്യുത്തരിക്കുന്നു അഥവാ വിശ്വാസം പ്രഖ്യാപിക്കുന്നു എന്നാണ് അതിനെക്കുറിച്ച് ചുരുക്കി പറയാം. ഇനി തിരുസഭ പഠിപ്പിക്കുന്ന ഇങ്ങനെയാണ്. പിന്നീട് പ്രവചനങ്ങൾ പലയിടത്തും പല വിധത്തിൽ ദൈവം സംസാരിച്ചു. എന്നിട്ട് ഈ അവസാന നാളുകൾ പുത്രൻ വഴി അവിടുന്ന് നമ്മോട് സംസാരിച്ചിരിക്കുന്നു. ഇത് ഹെബ്രായ ലേഖനത്തിൽ നിന്നുള്ളതാണ്. നമുക്ക് ആ ഭാഗം വായിച്ചുകൊണ്ട് തുടങ്ങാം. നമ്മൾ മുൻപും നമ്മുടെ ക്ലാസ്സിൽ തന്നെ ഈ ഭാഗം വായിച്ചിട്ടുണ്ട്. പക്ഷെ എങ്കിൽ പോലും നമ്മളിത് ബൈഹാർട്ട് ചെയ്യേണ്ട ഒരു ടെക്സ്റ്റാണ് എന്നതുകൊണ്ടാണ് ഞാനത് വീണ്ടും പറയുന്നത്. ഇതിൽ ഒത്തിരി അർത്ഥതലങ്ങളുണ്ട്. ഞാൻ പല സാഹചര്യങ്ങളിലും ഇതിന്റെ ഫോക്കസ് ഡിഫറൻ്റ് ആയിട്ട് ഞാൻ ഇതേ വചനഭാഗം വ്യാഖ്യാനിച്ചിട്ടുള്ളതാണ് എന്ന് എനിക്കറിയാം. നമുക്കന്ന് വായിച്ചു കേൾക്കാം. ഹെബ്രായ ലേഖനം ആരംഭിക്കുന്നു 1:1. പൂർവകാലങ്ങളിൽ പ്രവാചകന്മാർ വഴി വിവിധ ഘട്ടങ്ങളിലും വിവിധ രീതികളിലും ദൈവം നമ്മുടെ പിതാക്കന്മാരോട് സംസാരിച്ചു. പൂർവ്വകാലങ്ങളിൽ ദൈവം നമ്മുടെ പിതാക്കന്മാരോട് സംസാരിച്ചിട്ടുണ്ട്. അത് പല ഘട്ടങ്ങളിലാണ്, കാലത്തിന്റെയൊക്കെ പല ഘട്ടങ്ങളിലൂടെ വിവിധ രീതികളിലൂടെ ദൈവം സംസാരിച്ചിട്ടുണ്ട്. വിവിധ രീതികൾ എന്ന് പറഞ്ഞാൽ ദൈവം മനുഷ്യനോട് സംസാരിക്കാൻ ഉപയോഗിച്ച വിവിധ രീതികളാണ്. എന്ന് പറഞ്ഞാൽ പ്രാകൃത ഗോത്ര സംസ്കാരങ്ങളാവാം, അതുപോലെ സേജസ് പോലത്തെ വലിയ ആത്മീയ ആചാര്യന്മാരെ വഴിയാകാം. അങ്ങനെ പല വിധത്തിലൂടെ, എടുത്തു പറയുന്നൊന്നുമില്ല, പക്ഷെ പല വിധത്തിലൂടെ ദൈവം നമ്മുടെ പിതാക്കന്മാരോട് സംസാരിച്ചിട്ടുണ്ട്. എന്നാൽ ഇനി എന്താണ് പറയാൻ പോകുന്നത്? എന്നാൽ ഈ അവസാന നാളുകളിൽ തന്റെ പുത്രൻ വഴി അവിടുന്ന് നമ്മോട് സംസാരിച്ചിരിക്കുന്നു. അതാണ് എന്റെ കാര്യം. ഈ അവസാന നാൾ എഴുതുന്ന സമയത്തെക്കുറിച്ച് മാത്രമല്ല, യുഗാന്ത്യത്തിൽ, യുഗങ്ങളുടെ സമാപനത്തിൽ, അല്ലെങ്കിൽ സമയത്തിന്റെ പൂർത്തീകരണത്തിൽ എന്നാണ് അതിന്റെ ശരിയായ അർത്ഥം. സമയത്തിന്റെ ഈ പൂർത്തിയിൽ ദൈവം നമ്മുടെ പിതാക്കന്മാരോട് സംസാരിച്ചിരിക്കുന്നു.
അത് നമ്മൾ വെറുതെ ഇങ്ങനെ കേൾക്കുമ്പോഴത്തേനും ദൈവം നമ്മുടെ പിതാക്കന്മാരോട് സംസാരിച്ചു, അതിപ്പോ നമ്മൾ സംസാരിക്കാറുണ്ടല്ലോ എന്ന് കരുതരുത്. ദൈവം സംസാരിച്ചു എന്ന് പറഞ്ഞാൽ ദൈവം തന്നെ ഓപ്പൺ അപ്പ് ചെയ്തു എന്നും ദൈവം തന്നെ വെളിപ്പെടുത്തിയെന്നും തന്നെക്കുറിച്ച് അറിയിക്കാനുള്ളതൊക്കെ ദൈവം അറിയിച്ചു, ദൈവം തന്റെ മൗനം വെടിഞ്ഞു, തന്നെ അവതരിപ്പിച്ചു എന്നൊക്കെ തുടങ്ങുന്ന വിശാലമായ അർത്ഥത്തിലാണ് ദൈവം നമ്മോട് സംസാരിച്ചു എന്ന് പറഞ്ഞത്. പിതാക്കന്മാരോട് സംസാരിച്ചിട്ടുണ്ട്, എന്നാൽ ഈ അവസാനം ദൈവം നമ്മോട് സംസാരിച്ചിരിക്കുന്നു. എങ്ങനെയാണ്? തന്റെ ഏകജാതനായ മിശിഹായിലൂടെ നമ്മോട് സംസാരിച്ചിരിക്കുന്നു. അഥവാ മിശിഹായെ തന്നെ നൽകിക്കൊണ്ടും മിശിഹായെ ഈ ഭൂമിയിൽ അവതരിപ്പിച്ചുകൊണ്ടും ദൈവം സംസാരിച്ചിരിക്കുന്നു. എന്ന് വെച്ചാൽ ദൈവത്തിന്റെ വെളിപാട് അത് മിശിഹായാണ്. ദൈവത്തിന്റെ വെളിപാട് അത് മനുഷ്യാവതാരം ചെയ്ത ഈശോ മിശിഹായാണ്. ഈശോ മിശിഹ എന്ന ദൈവിക വ്യക്തിയാണ് ആ വെളിപാട്. അവിടുന്ന് സംസാരിച്ച കുറച്ച് കാര്യങ്ങളല്ല എന്നാണ് നമ്മൾ പറഞ്ഞത്. ഇനി അതുകൊണ്ട് തിരുസഭ ഇങ്ങനെ പഠിപ്പിക്കും. പിന്നീട് പ്രവചനങ്ങൾ പലയിടത്തും പല വിധത്തിൽ ദൈവം സംസാരിച്ചു. ഈ അവസാന നാളുകൾ പുത്രൻ വഴി അവിടെ നമ്മോട് സംസാരിച്ചിരിക്കുന്നു. എല്ലാ മനുഷ്യരെയും പ്രകാശിപ്പിക്കുകയും മനുഷ്യരുടെ മധ്യേ വസിക്കുകയും ദൈവത്തിന്റെ ആന്തരിക രഹസ്യങ്ങൾ വിശദമാക്കുകയും ചെയ്യുന്ന നിത്യവചനമാകുന്ന ഈശോ മിശിഹ, മനുഷ്യരുടെ പക്കലേക്ക് അയക്കപ്പെട്ട മനുഷ്യൻ, ദൈവത്തിന്റെ വാക്കുകൾ സംസാരിക്കും. ഇത് യോഹന്നാന്റെ സുവിശേഷം 3:34 ഒക്കെ പശ്ചാത്തലത്തിലാണ് ഈ ഭാഗം പഠിപ്പിക്കുന്നത്. അതായത് മിശിഹ വഴി ദൈവം നമ്മോട് സംസാരിച്ചിരിക്കുന്നു. മിശിഹായിൽ സകല ദൈവിക വെളിപാടും പൂർണ്ണമായിരിക്കുന്നു. അപ്പൊ അങ്ങനെയാണ് പഴയ നിയമത്തിലൊക്കെ എന്താണുള്ളത്? പഴയ നിയമത്തിലുള്ളത് ദൈവത്തിന്റെ ഭാഷണം തന്നെയാണ്, പക്ഷേ അതൊരു ഒരുക്കത്തിന്റെ ഭാഷണമാണ്, അത് അപൂർണമായ സംഭാഷണമാണ്. പഴയ നിയമം എപ്പോഴും അപൂർണമായ വാക്കുകളാണ്. അപൂർണമായ വാക്കുകൾ എന്ന് ഞാൻ ആലങ്കാരികമായിട്ടാണ് പറയുന്നത്. പഴയ നിയമം എന്ന് പറയുന്നത് അത് ഒരുക്കത്തിന്റെ നിന്നോ അല്ലെങ്കിൽ പൂർണ്ണമല്ലാത്തതെന്നോ പറയാവുന്ന വിധത്തിലുള്ള റെവലേഷനാണ്. മിശിഹായിലാണ്, പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴാണ് ഈശോയിൽ ദൈവം തന്നെ മറവുകളില്ലാതെ ഇനിയൊന്നും കൂടുതലായി കൂട്ടിച്ചേർക്കാനില്ലാതെ ദൈവത്തിന് തന്നെക്കുറിച്ച് പറയേണ്ടതെല്ലാം പറഞ്ഞു കഴിയുന്നത് പുതിയ നിയമത്തിലാണ്, അഥവാ മിശിഹായിലാണ്. ഈശോയിൽ റെവലേഷൻ പൂർണ്ണമായി എന്ന് പറഞ്ഞാൽ രണ്ടർത്ഥമുണ്ട് അതിന്. മിശിഹായിൽ റെവലേഷൻ പൂർത്തിയായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, ഇനി ആ അർത്ഥത്തെക്കുറിച്ച് പറയാം. ഞാൻ അതിനു മുമ്പ് ആ ടെക്സ്റ്റ് അതായത് ദൈവറിവിന്റെ 4ാമത്തെ പാരഗ്രാഫ് പറയുന്ന കാര്യങ്ങളൊന്ന് പറഞ്ഞ് പൂർത്തിയാക്കിയിട്ട് ഈ കാര്യത്തെക്കുറിച്ച് പറയാം. തുടർന്ന് ഇങ്ങനെയാണ്, ഇതെങ്ങനെയാണ് ഈ വെളിപാട് മിശിഹായിൽ പൂർത്തീകരിച്ചത് എന്നതിനെക്കുറിച്ച് ഒരു എക്സ്പ്ലനേഷൻ കൂടെ കൗൺസിൽ പിതാക്കന്മാർ നമുക്ക് തരുന്നത്. അതിങ്ങനെയാണ്, തന്റെ സമഗ്ര സാന്നിധ്യത്താലും എങ്ങനെയാണ് ഈ റെവലേഷൻ, പിതാവിന്റെ റെവലേഷൻ നടത്തിയത്? അതിന് നമ്മൾ യോഹന്നാന്റെ സുവിശേഷം ഒരു ഭാഗം എടുക്കാം. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 9-ാം തിരുവചനം. അത് വായിച്ചിട്ട് ഇത് പറയായിരിക്കും നല്ലത്. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 9-ാം തിരുവചനം. യേശു പറഞ്ഞു, ഇക്കാലം അത്രയും ഞാൻ നിങ്ങളോടുകൂടി ആയിരുന്നിട്ടും ഫിലിപ്പോസേ, നീ എന്നെ അറിയുന്നില്ലേ? ഇത്രയും കാലം ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നിട്ടും നീ എന്നെ അറിയുന്നില്ലേ ഫിലിപ്പോസേ? എന്നിട്ടോ, എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു, പിന്നെ പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരിക എന്ന് നീ പറയുന്നത് എങ്ങനെ? എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു, പിതാവായ ദൈവത്തെ, ദൈവമാകുന്ന പിതാവിനെ. എന്നെ കാണുന്നവൻ പിതാവിനെ കാണും, പിന്നെ നീ എങ്ങനെയാണ് പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരിക എന്ന് പറയുന്നത്? എങ്ങനെയാ? അതല്ലേ, നിനക്ക് എന്നെ കാണാമെങ്കിൽ നിനക്ക് പിതാവിനെ കാണാം എന്നാണ് ഈശോ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് എങ്ങനെയാണ് ദൈവത്തെ മിശിഹ വെളിപ്പെടുത്തിയത്? ഒരു 6 കാര്യങ്ങൾ എടുത്തു പറയുന്നുണ്ട് കൗൺസിൽ ഡോക്യുമെന്റ്. ഒന്നാമത്തെ തന്റെ സമഗ്ര സാന്നിധ്യത്താൽ എന്നാണത്. ഇങ്ങനെ കോമേറ്റ് പറഞ്ഞു, ഒന്നിനെ എടുത്തെടുത്ത് പറയാണ്. ഒന്ന് തന്റെ സമഗ്ര സാന്നിധ്യത്താൽ. തന്റെ സമഗ്ര സാന്നിധ്യം എന്ന് പറയുന്നതാണ്, ദൈവപുത്രനാകുന്ന മിശിഹ തന്റെ സകല വാക്കുകളും സകല പ്രവൃത്തികളും വഴി വ്യക്തമാക്കുന്ന തന്റെ സമഗ്ര സാന്നിധ്യത്താൽ എന്ന് പറഞ്ഞാൽ, അത് എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞതെന്ന് ചോദിച്ചാൽ, ദൈവത്തിന്റെ വാക്കുകൾ മാത്രമല്ല അയക്കപ്പെട്ടത്, അല്ലെങ്കിൽ ഒരു സന്ദേശം അയക്കുകയായിരുന്നില്ല. ഇപ്പൊ ചില മതങ്ങളൊക്കെ പറഞ്ഞ പോലെ ദൈവം മറിഞ്ഞിരുന്ന് തന്റെ സന്ദേശം അയച്ചു, സ്വീകരിച്ചയാൾ അത് പറയുന്നു. പഴയ നിയമത്തിൽ അങ്ങനെയായിരുന്നു. പഴയ നിയമത്തിൽ പ്രവാചകന്മാരൊക്കെ എങ്ങനെയാണ്? പഴയ നിയമത്തിൽ ദൈവത്തിന്റെ സന്ദേശം സ്വീകരിച്ചിട്ട് ആ സന്ദേശം പറയുന്നവരാണ് പ്രവാചകന്മാരൊക്കെ. അങ്ങനെയാണ് നമ്മുടെ നാട്ടിലുള്ള പല മതങ്ങളും ദൈവത്തെക്കുറിച്ച് അറിയുന്നതും കേൾക്കുന്നതും ഒക്കെ അവരവകാശപ്പെടുന്നത് തന്നെ അങ്ങനെയാണ്. ദൈവം അയക്കുന്ന ഒരു സന്ദേശം, അത് കിട്ടുന്ന ഒരു സന്ദേശവാഹകൻ, അവൻ പറഞ്ഞതാണ് ഈ വിശ്വാസത്തിന്റെ ഒക്കെ ആധാരം എന്ന് കരുതും. ഇനി തിരിച്ചു പഠിപ്പിക്കുകയാണ്, മിശിഹായുടെ സമഗ്ര സാന്നിധ്യത്താൽ അവിടുത്തെ ശരീരവും ആത്മാവും
മനസ്സും കൂടെ കൂടിച്ചേരുന്ന സമഗ്രമായ ഹ്യൂമൻ പ്രസൻസ് ഇൻ ദിസ് വേൾഡ്, ഇൻ ടൈം ആൻഡ് ഹിസ്റ്ററി. സമയത്തിലും ചരിത്രത്തിലും കാലത്തിനകത്തുമുള്ള മിശിഹായുടെ സമഗ്രമായ സാന്നിധ്യമാണ് ദൈവിക വെളിപാടിന്റെ ഒരു ഭാഗം, വെളിപാടിന്റെ പൂർണ്ണതയുടെ കാരണം. ഇനി രണ്ടാമത്തേത്, അവിടുത്തെ പ്രത്യക്ഷീകരണത്താലും. അവിടുന്ന് മറഞ്ഞിരുന്ന് ചില കാര്യങ്ങൾ പറയുകയായിരുന്നില്ല, അവിടുന്ന് തന്നെ തന്നെ പ്രത്യക്ഷപ്പെടുത്തി, തന്നെ തന്നെ വെളിപ്പെടുത്തി എന്നാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തേത്, അവിടുത്തെ വാക്കുകളിലൂടെയും പ്രവൃത്തികളിലൂടെയും. ഞാൻ കുറച്ച് സ്പീഡിൽ പോകുന്നുണ്ടാവും അല്ലെ. അവിടുത്തെ വാക്കുകളിലൂടെയും പ്രവൃത്തികളിലൂടെയും. ഇത് രണ്ടും പ്രധാനപ്പെട്ടതാണ്. ഞാനിത് ഈ വിഷയത്തെക്കുറിച്ച് നേരത്തെ സംസാരിച്ചിട്ടുണ്ട്. മിശിഹ എങ്ങനെയാണ്, എവിടെയാണ് നമുക്ക് ലഭ്യമാകുന്നത് ചോദിച്ചാൽ ഇൻ ഹിസ് വേർഡ്സ് ആൻഡ് ഡീഡ്സ് എന്നാണ് ഉത്തരം. എന്താണ് അങ്ങനെ പറയാൻ കാരണം? ഈശോ പറഞ്ഞ കുറച്ച് കാര്യങ്ങളെന്നല്ല, പകരം അവിടുത്തെ പ്രവൃത്തികളും അവിടുത്തെ വാക്കുകളും. ഞാൻ ബൈബിളിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഈ കാര്യം പറഞ്ഞത്. ബൈബിളിനെ കുറിച്ച് എന്താണ് പറഞ്ഞതെന്ന് ഓർക്കുന്നുണ്ടാവും ഞാൻ വിചാരിക്കുന്നത്. അതിങ്ങനെയാ പറഞ്ഞത്, മിശിഹായുടെ വാക്കുകളാണ് ബൈബിളിൽ രേഖപ്പെടുത്താൻ പറ്റുന്നത്, അവിടുന്ന് പഠിപ്പിച്ച കാര്യങ്ങളാണ് രേഖപ്പെടുത്തുന്നത്. പക്ഷെ അവിടുത്തെ പ്രവൃത്തികൾ രേഖപ്പെടുത്താൻ പറ്റില്ല എന്ന് പറഞ്ഞിരുന്നു. എന്താണ് അതിന്റെ അർത്ഥം? അപ്പോ ഈശോയുടെ അല്ലെങ്കിൽ എന്താ പറയുക, ഈശോ കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തി, അതൊരു പ്രവൃത്തിയല്ല, അത് രേഖപ്പെടുത്തി. ആ പ്രവൃത്തിയുടെ വിവരണമാണ് രേഖപ്പെടുത്തുന്നത്. അങ്ങനെ ഒരു പ്രവൃത്തി സംഭവിച്ചു എന്നാണ് രേഖപ്പെടുത്തുന്നത്. ആ പ്രവൃത്തിക്ക് ബൈബിളിനകത്തേക്ക് പ്രവേശിച്ച് അവിടെ ഇരിക്കാൻ പറ്റില്ല. അഥവാ ആ പ്രവൃത്തിയെ ബൈബിളിനകത്ത് അനുഭവിക്കാൻ പറ്റില്ല. വിശുദ്ധ ഗ്രന്ഥത്തിനകത്ത്, ലിഖിതമായ ബൈബിളിനകത്തുനിന്ന് നമുക്ക് ആ പ്രവൃത്തിയെക്കുറിച്ച് വായിക്കാൻ പറ്റും. പക്ഷെ ആ പ്രവൃത്തി അവിടെയല്ല കുടികൊള്ളുന്നത്. ആ പ്രവൃത്തി എവിടെയാണ് കുടികൊള്ളുന്നത്? പ്രവൃത്തി തിരുസഭയിലാണ് കുടികൊള്ളുന്നത്. ഞാൻ ഉദാഹരണങ്ങൾ പറഞ്ഞത് ഓർക്കണം. പൗരോഹിത്യ സംസ്ഥാപനം ഈശോയുടെ പ്രവൃത്തിയാണ്. അത് ബൈബിളിനകത്തല്ല സ്ഥാപിച്ചിരിക്കുന്നത്, അത് സഭയിലാണ് സ്ഥാപിച്ചിരിക്കുന്നത്. അപ്പൊ അതും അവിടുത്തെ വചനത്തിന്റെ ഭാഗമാണ്, കുദാശകളുടെ സ്ഥാപനം. അപ്പൊ ഇതൊക്കെ മിശിഹായുടെ പ്രവൃത്തികളാണ്, അവിടുത്തെ പ്രവൃത്തികളാണ്. അപ്പോ മിശിഹായുടെ വാക്കുകളും പ്രവൃത്തികളും കൂടെ കൂടിച്ചേരുന്നതാണ് അവിടുന്ന്. വേർഡ്സ് ആൻഡ് ഡീഡ്സ് ടുഗെദർ കോൺസ്റ്റിറ്റ്യൂട്ട് റെവലേഷൻ ഇൻ ജീസസ് ക്രൈസ്റ്റ്. മിശിഹായിലുള്ള ദൈവിക വെളിപാട് അവിടുത്തെ വാക്കുകളിലും പ്രവൃത്തികളിലും കൂടെ കൂടിച്ചേരുന്ന, സമഗ്രമായിട്ട് കൂടിച്ചേരുന്നതാണ് എന്നാണ് എൻ്റെ കാര്യം. അപ്പൊ അതിൽ വാക്കുകളാലും പ്രവൃത്തികളാലും. നാലാമത്തേത്, അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും. എടുത്തു പറയുകയാണ്, അടയാളങ്ങളാലും അത്ഭുതങ്ങൾ. അവിടുത്തെ അടയാളങ്ങളും അത്ഭുതങ്ങളും, അവയുടെ പ്രത്യേകത എന്താണ്? അവ ദൈവിക വെളിപാടിന്റെ ഭാഗങ്ങളാണ്. ഈശോയിലൂടെ പ്രവർത്തിക്കപ്പെട്ടിട്ടുള്ള അടയാളങ്ങളും അത്ഭുതങ്ങളും അത് ചുമ്മാ മിറക്കിൾസ് അല്ല. ലോകത്തിൽ മിറക്കിൾസ് ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ട്, മജീഷ്യൻസ് പോലും മാജിക്കുകൾ ചെയ്യാറുണ്ട്, അത് മിറക്കിളല്ല. എന്നാൽ ഈശോയുടെ പ്രവൃത്തികൾ എങ്ങനെയാണ്? അവ അടയാളങ്ങളാണ്, അത്ഭുതങ്ങളാണ്. പ്രത്യേകിച്ച് യോഹന്നാന്റെ സുവിശേഷത്തിനകത്താണെങ്കിൽ അടയാളങ്ങൾ എന്നാണ് അതിനെ വിളിക്കുന്നതല്ല, അല്ലാതെ അത്ഭുതങ്ങൾ എന്നുള്ള വാക്ക് ഉപയോഗിക്കാറില്ല. അടയാളങ്ങളുടെ പുസ്തകം എന്നൊക്കെ പറയും. അടയാളങ്ങൾ എന്നാണ് അതിനെ വിളിക്കുന്നത്. എന്ന് പറഞ്ഞാൽ എന്താണ്? അടയാളങ്ങൾ മറ്റൊന്നിനെ സൂചിപ്പിക്കുന്നതാണ്. അവയ്ക്ക് അതിൽ തന്നെ അർത്ഥമില്ല. എന്തടയാളപ്പെടുത്തുന്നോ അതിലേക്ക് വിരൽ ചൂണ്ടും മാത്രമേ അടയാളത്തിന് അർത്ഥം ഉണ്ടാവുള്ളൂ. അപ്പൊ അതുകൊണ്ട് മിശിഹായുടെ പ്രവൃത്തികളെല്ലാം അത്ഭുതങ്ങളല്ല, പകരം അവ അടയാളങ്ങളാണ്. അവയെ അടയാളങ്ങൾ എന്നാണ് വിളിക്കേണ്ടത്. അതായത് ഉദാഹരണത്തിന് ഒരു കുഷ്ഠരോഗിയെ അവിടുന്ന് സുഖപ്പെടുത്തുന്നു. എന്താണ് ഈശോ സത്യത്തിൽ ചെയ്യുന്നത്? ആ പ്രവൃത്തിയിലൂടെ ചെയ്യുന്നത് ഇതാണ്, താൻ ദൈവമാണെന്നുള്ള സത്യത്തെ അടയാളപ്പെടുത്തുകയാണ് ഈ കുഷ്ഠരോഗിയെ സുഖപ്പെടുന്നതിലൂടെ. എന്ന് പറഞ്ഞാൽ, നിന്നെ സൃഷ്ടിച്ചത് ഞാനാണ്, നിന്റെ ശരീരം എന്നിൽ നിന്നാണ് പുറപ്പെടുന്നത്, ഞാനാണ് അതിൻ്റെ ഉടമസ്ഥൻ, ഞാനാണ് അതിൻ്റെ കാരണക്കാരൻ. അതുകൊണ്ട് എനിക്ക് ആ ശരീരത്തെ നവീകരിക്കാനും പുതുതാക്കാനും ഒക്കെ പറ്റും എന്ന് മിശിഹ വെളിപ്പെടുത്തുന്നതാണ് സത്യത്തിൽ അവിടുത്തെ സൗഖ്യദാനങ്ങളൊക്കെ. അപ്പൊ അവയൊക്കെ അടയാളങ്ങളാണ്. അടുത്തത്, തന്റെ മരണത്താലും മരണത്തിൽ നിന്നുള്ള മഹത്വപൂർണമായ ഉത്ഥാനത്താലും അവിടെ തന്നെ വെളിപ്പെടുത്തി. അവിടുത്തെ മരണം തന്നെ ദൈവിക വെളിപാടിൻ്റെതായിരുന്നു. മറ്റു മനുഷ്യരൊക്കെ മരിക്കുമ്പം എല്ലാം തീർന്നു പോവുകയാണ് ചെയ്യുന്നതെങ്കിൽ ഈശോയുടെ മരണം സകലതും വെളിപ്പെടുത്തുന്നതായിരുന്നു. അതിനെക്കുറിച്ച് നല്ലൊരു സൂചന സുവിശേഷത്തിൽ തന്നെയുണ്ട്. എന്താണെന്നറിയാം? സെഞ്ചൂറിയൻ, ശതാധിപൻ ഉറപ്പായിട്ടൊരു വിജാതീയനാണ്. എന്ന് പറഞ്ഞാൽ ഒരു ഗണം പട്ടാളക്കാരുടെ തലവനാണ്. അവൻ ആണ് ഈശോയെ കുരിശിൽ തറയ്ക്കാനായിട്ട് നേതൃത്വം കൊടുക്കുന്നതൊക്കെ. അവന്റെ കീഴിലുള്ള പട്ടാളക്കാരാണ് ഈശോയെ കുരിശിൽ തറയ്ക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോ ഈശോയുടെ കുരിശുമരണം കണ്ടു നിൽക്കുന്ന സമയത്ത് ഈ സെഞ്ചൂറിയൻ പറയുകയാണ്, ശതാധിപൻ പറയുകയാണ്, ഇവൻ സത്യമായും ദൈവപുത്രനായി, ഇവൻ സത്യമായും ദൈവമായിരുന്നു എന്ന് ഈ ശതാധിപൻ ഏറ്റുപറയുന്നത് അവിടുത്തെ മരണം കാണുമ്പോഴാണ്. അവിടുത്തെ ജീവിതത്തിലെ പ്രവർത്തികളിൽ ഏറ്റുപറഞ്ഞവരുണ്ട്. പക്ഷെ ലോകം മുഴുവനും അവിടുത്തെ ദൈവത്വം അറിയുന്നത് അവിടുത്തെ കുരിശുമരണത്തിലാണ്. എന്ന് വെച്ചാൽ ഈശോയുടെ കുരിശുമരണവും ഉത്ഥാനവും ഇല്ലായിരുന്നെങ്കിൽ അവിടുത്തെ ദൈവത്വം
ലോകത്തിന് വെളിപ്പെടുമായിരുന്നില്ല എന്ന് വേണം പറയാൻ. കാരണം അവിടുത്തെ മരണമാണ് അവിടുത്തെ ദൈവത്വത്തിന്റെ ആധാരം. പാപം ചെയ്യാതിരുന്നിട്ടും പാപിയല്ലാതിരുന്നിട്ടും ലോകത്തിന്റെ പാപങ്ങൾ സമ്മോഹിക്കുകയും എന്നിട്ട് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി അവിടുന്ന് കുരിശിൽ മരിക്കുകയും ചെയ്യുന്നത് കൺതുറന്ന് കാണുന്ന ഏതൊരാൾക്കും അവിടുന്നിൽ വസിക്കുന്ന ദൈവത്വത്തെ ദർശിക്കാൻ പറ്റും എന്നതാണ് ഇതിന്റെ കാര്യം. അതുകൊണ്ടാണ് വിശുദ്ധഗ്രന്ഥം ആ കാര്യം തന്നെ രേഖപ്പെടുത്തുന്നത്. അതുവരെ കൂടെ നടന്നിരുന്ന, ഈശോയുടെ അത്ഭുതങ്ങൾ കണ്ടപ്പോൾ പോലും വിശ്വസിക്കാതിരുന്ന ശതാധിപൻ ഈശോയുടെ കുരിശുമരണത്തിലാണ് അവിടുത്തെ ദൈവത്വത്തിൽ വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് പലപ്പോഴും ഈശോ തന്റെ പരസ്യജീവിത കാലഘട്ടത്തിലൊക്കെ പല കാര്യങ്ങളും ചെയ്യുമ്പോൾ നിങ്ങളിത് ആരോടും പറയണ്ട എന്ന് പറയുന്നതിന്റെ കാരണം ഇതാണ്. എന്ന് പറഞ്ഞാൽ ലോകത്തിനത് വെളിപ്പെടാനായിട്ടില്ല എന്നതിനർത്ഥമുണ്ട്. ലോകത്തിന് വെളിപ്പെടാറായിട്ടില്ല. അല്ലെങ്കിൽ ഞാൻ ഇപ്പൊ ചെയ്യുന്നതിൻ്റെയൊക്കെ അർത്ഥം പൂർണ്ണമാകുന്നത് തന്റെ കുരിശുമരണത്തിലാണ്. ഉദാഹരണത്തിന്, ഒരു പാപിനിയായ സ്ത്രീ തന്റെ പാദങ്ങൾ സുഗന്ധദ്രവ്യം കൊണ്ട് ക്ഷാളനം ചെയ്യുന്നത് കണ്ടിട്ട് ഈശോ അതിനെ അംഗീകരിക്കുന്നു. ആർക്കൊന്നും മനസ്സിലായത് എന്താണ്? അത് പിന്നീടാണ് അവിടുത്തെ കുരിശുമരണത്തിലേക്കുള്ള വിരൽചൂണ്ടലാണ് എന്ന് മനസ്സിലായി. അവിടുത്തെ എല്ലാ പ്രവൃത്തികളെ കുറിച്ച് സുശേഷകാരൻ ഇങ്ങനെയാണ് എഴുതുന്നത്: അവൻ ഇങ്ങനെ പറഞ്ഞിരുന്നുവെന്ന് അപ്പോൾ അവർ ഓർത്തു. അവനിത് പറഞ്ഞിരുന്നുവെന്ന് അപ്പോൾ അവർ ഓർത്തു. അപ്പൊ ഈശോ തന്റെ കുരിശുമരണവുമായി ബന്ധപ്പെട്ടാണ് സകല കാര്യങ്ങളും പറഞ്ഞിരുന്നതെന്നും ചെയ്തിരുന്നതെന്നും അവിടുത്തെ കുരിശുമരണത്തിലാണ് എല്ലാവരും തിരിച്ചറിയുന്നത്. അപ്പൊ അതുകൊണ്ട് മിശിഹായുടെ കുരിശുമരണം റവലേഷനാണ്. ഇനി അതിനകത്തൊരു പ്രധാനപ്പെട്ട കാര്യം, അതുകൊണ്ടാണ് ഈ ദേവാലയത്തിൽ പൗരസ്ത്യ പാരമ്പര്യം അനുസരിച്ച് ദേവാലയത്തിന് ഒരു തിരശ്ശീലയുണ്ട്. അതെന്താണത്? ആ തിരശ്ശീല സൂചിപ്പിക്കുന്നത് എന്താണ്? പല ആളുകളും ചോദിക്കാറുള്ള ചോദ്യം, എന്താണ് ആ തിരശ്ശീല സൂചിപ്പിക്കുന്നത്? ആ തിരശ്ശീല സൂചിപ്പിക്കുന്നത് മനുഷ്യനാര്, ദൈവമാര് ആര് എന്ന യാഥാർത്ഥ്യമാണ്. എന്ന് പറഞ്ഞാൽ മധുബഹ അത് സ്വർഗത്തിന്റെ പ്രതീകമാണ്, ദൈവത്തിന്റെ ലോകമാണ്. അതിന് താഴെയുള്ള ഇടം അത് മനുഷ്യന്റെ ലോകമാണ്. അതുകൊണ്ടാണ് ബേമ, ദേവാലയത്തിന്റെ മധ്യത്തിൽ സ്ഥാപിച്ചിരിക്കുന്ന ബേമ സൂചിപ്പിക്കുന്നത് ദൈവം മനുഷ്യരുടെ മധ്യത്തിലേക്ക് ഇറങ്ങി വന്നു എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ്. അത് മധുബഹായിലല്ല ബേമയുള്ളത്. വചനം പങ്കുവയ്ക്കുന്ന ഇടം അത് ഭൂമിയെ സൂചിപ്പിക്കുന്ന സ്ഥലത്താണ്. അവിടേക്കാണ് മിശിഹ കടന്നു വന്നത്. നോക്കുക, മനുഷ്യന്റെ ലോകവും അവന്റെ അവസ്ഥയും ദൈവത്തിന്റെ അപരിമേയമായ അവസ്ഥയും എന്ന് വെച്ചാൽ മനുഷ്യന്റെ ബയോളജിക്കൽ ബ്രെയിൻ കൊണ്ടോ അവന്റെ ഭാവന കൊണ്ടോ കാണാൻ കഴിയുന്നതിനേക്കാൾ അപ്പുറമാണ് ദ മിസ്റ്ററി ഓഫ് ദ വേൾഡ് ഓഫ് ഗാഡ് എന്നതാണ്. ദൈവത്തിന്റെ ലോകത്തിന്റെ, സ്വർഗത്തിന്റെ, പറുദീസായുടെ അർത്ഥം അല്ലെങ്കിൽ അതിന്റെ മഹത്വം അത് മനുഷ്യന് ഈ ഭൂമിയിലായിരുന്നു കൊണ്ട് അനുഭവിക്കാനോ കണ്ണുകൾ കൊണ്ട് കാണാനോ കഴിയുന്നതിൻ്റെയും ഒക്കെ ഒത്തിരി അപ്പുറത്താണ് എന്ന് അവനെ തന്നെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ തിരശ്ശീല അവിടെ ഇട്ടിരിക്കുന്നത്. അപ്പൊ ചിലപ്പോൾ ആൾക്കാരൊക്കെ പറയും, ദൈവം അത് വെളിപ്പെടുത്തി കഴിഞ്ഞല്ലോ, പിന്നെയും ആ തിരശ്ശീലയുടെ അർത്ഥം എന്താണ് എന്ന് ചോദിക്കും. ദൈവം അത് വെളിപ്പെടുത്തി എന്നുള്ളത് ശരിയാണ്, പക്ഷേ അപ്പോഴും നമ്മൾ മനുഷ്യർ തന്നെയാണ്. ദൈവം തന്നെ പൂർണ്ണമായും വെളിപ്പെടുത്തി, പക്ഷെ മനുഷ്യൻ ആ വെളിപാട് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നതുമേ ഉള്ളൂ ഇപ്പോൾ പോലും. എന്ന് പറഞ്ഞാൽ അത് പൂർത്തിയാകേണ്ടതുണ്ട്, നമ്മിലും അത് പൂർത്തിയാകേണ്ടതുണ്ട്. നമുക്കത് എപ്പോഴാണ് അറിയാൻ പറ്റുന്നത്? സുശേഷം തന്നെ പറയുന്ന പോലെ ഇപ്പോൾ നമ്മൾ കണ്ണാടിയിൽ എന്നതുപോലെയാണ് കാണുന്നത്, ഒരു വിരിയിലൂടെയാണ് നമ്മൾ കാണുന്നത്. എന്നാൽ അന്ന് നാം മുഖാമുഖം ദർശിക്കും. അത് യുഗാന്ത്യത്തിൽ സംഭവിക്കേണ്ട കാര്യമാണ്. മുഖാമുഖം ദർശിക്കുന്നത് യുഗാന്ത്യത്തിൽ സംഭവിക്കുന്ന കാര്യമാണ്. അപ്പൊ അത് സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇനി ഇവിടെ നടക്കുന്ന കാര്യം എന്താണ്? ഈ വെളിപാടിനെ സൂചിപ്പിക്കും. ഈശോയുടെ കുരിശുമരണത്തിന്റെ സമയത്ത് വെളിപാട് പൂർത്തീകരിക്കുന്നു എന്ന് സൂചിപ്പിക്കുന്ന ഒരു സുന്ദരമായ അടയാളം സംഭവിക്കുന്നു. എന്താണത്? ദേവാലയത്തിലെ തിരശ്ശീല മുകൾ മുതൽ താഴെ വരെ അങ്ങ് രണ്ടായി കീറി. ദൈവത്തിന്റെ പ്രവൃത്തിയാണ് മുകളിൽ നിന്ന് കീർന്നു എന്ന് പറയുന്നത്. താഴ്ത്തുന്ന മനുഷ്യർ വലിച്ചു കീർന്നുവല്ലോ, മുകളിൽ നിന്ന് കീർന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ദൈവം അത് തുറക്കുന്നു എന്നാണ്. എന്ന് പറഞ്ഞാൽ ഈശോയുടെ കുരിശുമരണത്തിലാണ് ദൈവം തന്നെ പരിപൂർണമായും തുറന്നു കാണിച്ചത്. അതായത് ഗാഗുൽത്ത മലയിൽ 3 ആണികളിൽ കുരിശിന്മേൽ കിടന്ന് പിടഞ്ഞു മരിക്കുന്ന മിശിഹായാണ് ദൈവത്തിന്റെ വെളിപാടിന്റെ പൂർണ്ണത. അപ്പൊ ഈശോ മിശിഹായിലാണ് ദൈവം തന്നെ സമ്പൂർണമായി പരിപൂർണമായി വെളിപ്പെടുത്തുന്നത്. അപ്പൊ അതുകൊണ്ടാണ് തിരുസഭ ഇങ്ങനെ പഠിപ്പിക്കുന്നത്. നോക്കുക, തന്റെ സമഗ്ര സാന്നിധ്യത്തിലും 2 പ്രത്യക്ഷീകരണത്താലും 3 വാക്കുകളിലും പ്രവൃത്തികളിലും 4 അടയാളങ്ങളിലും അത്ഭുതങ്ങളിലും പ്രത്യേകിച്ച് തന്റെ മരണത്തിലുള്ള മഹത്വപൂർണമായ ഉത്ഥാനത്തിലും അവസാനമായി സത്യത്തിന്റെ ആത്മാവിനെ അയച്ചുകൊണ്ടും ദൈവം നമ്മോടുകൂടി ആയിരിക്കുന്നു എന്ന വെളിപ്പെടുത്തൽ നിറവേറ്റുകയും പൂർണ്ണമാക്കുകയും ദൈവിക സാക്ഷ്യത്തിൽ സ്ഥിരീകരിക്കുകയും ചെയ്യുന്നു.
ഈ ദൈവിക വെളിപാടിന്റെ ഈ പറഞ്ഞ ഭാവങ്ങളിൽ അവസാനത്തേത് പരിശുദ്ധാത്മാവിനെ അയച്ചുകൊണ്ടുമാണ്. ഇതുവഴി എന്താണ് ചെയ്യുന്നത്? ഈ വെളിപാടിനെ, ദൈവത്തിന്റെ വെളിപാട് നിറവേറ്റുകയും അത് പൂർണ്ണമാക്കുകയും അത് പൂർത്തീകരിക്കുകയും ദൈവിക സാക്ഷ്യം കൊണ്ട് സ്ഥിരീകരിക്കുകയും ചെയ്തു. അതായത് പിതാവിന്റെ പരിശുദ്ധാത്മാവിന്റെയും സാക്ഷ്യങ്ങൾ കൊണ്ട് അതിനെ സ്ഥിരീകരിക്കുകയും ചെയ്യുന്നു ഈശോയിലൂടെ നടക്കുന്ന വെളിപാടിനെ എന്നാണ് തിരുസഭ നമ്മെ പഠിപ്പിക്കുന്നത്. ഇനി അങ്ങനെയാണെങ്കിൽ അതിനൊരു വാചകം കൂടെ അവിടെയുണ്ട്, ഞാൻ ആ വാചകം കൂടെ വായിക്കുകയാണെങ്കിൽ ഇത് പൂർത്തിയാകുമല്ലോ. അതിങ്ങനെയാണ്: മരണത്തിന്റെയും അന്ധകാരത്തിൽ നിന്ന് മോചിപ്പിക്കുന്നതിനും നിത്യജീവനിലേക്ക് നമ്മെ ഉയർപ്പിക്കുന്നതിനും വേണ്ടിയുള്ള വെളിപ്പെടുത്തലാണ് അത് എന്ന് പറഞ്ഞാണ് ആ ഭാഗം പൂർത്തീകരിക്കുന്നത്. ഇനി എന്നിട്ട് തിരുസഭ ഇങ്ങനെ പഠിപ്പിക്കും: അതുകൊണ്ട് ക്രിസ്തീയ ജീവിത സംവിധാനം പുതിയതും ഖണ്ഡിതവും എന്ന നിലയ്ക്ക് ഒരിക്കലും പൊലിഞ്ഞു പോകുന്നില്ല. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ മഹത്വപൂർണമായ പ്രത്യക്ഷീകരണത്തിന് മുൻപ് പുതിയൊരു പരസ്യാവിഷ്കരണം പ്രതീക്ഷിക്കാനുമില്ല. നോക്കുക, മിശിഹായിലാണ് ദൈവിക വെളിപാട് സമ്പൂർണമാകുന്നത് എന്ന് പറയുമ്പോൾ അത് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കും. ഒന്നാമത്തേത് എന്താണെന്നറിയാമോ? ഒന്നാമത്തേത് ഇനി ഒരു പ്രവാചകനെ കാത്തിരിക്കേണ്ട എന്നാണ്. മിശിഹായ്ക്ക് ശേഷം ഒരു പ്രവാചകനെ കാത്തിരിക്കേണ്ടതില്ല. കാരണം ഇതാണ്, മിശിഹായെ കുറിച്ച് പറയാൻ വേണ്ടിയാണ് പ്രവാചകന്മാരെല്ലാവരും. പ്രവാചകരുടെ ദൗത്യം തന്നെ എന്താണ്? മിശിഹ വരാനിരിക്കുന്നു, ദൈവം തന്നെ വെളിപ്പെടുത്താൻ പോകുന്നു എന്ന് മുൻകൂട്ടി പറയലാണ് പ്രവാചകന്മാരുടെ ദൗത്യം. മിശിഹ തന്നെ വരുന്നതോടുകൂടെ പ്രവചനങ്ങൾ പൂർത്തിയാകുന്നു, വെളിപാട് പൂർത്തിയാകുന്നു. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? ഒന്നാമത്തെ അർത്ഥം, ഇനി ഒരു പ്രവാചകനെ നമ്മൾ കാത്തിരിക്കേണ്ടതില്ല, ഇനി ഒരു വെളിപാടിന്റെ അംശവും നമ്മൾ കാത്തിരിക്കേണ്ടതില്ല. എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഗ്രന്ഥത്തിൽ നടത്തിയിട്ടുള്ള വെളിപാട് എന്ന് പറഞ്ഞാൽ നമുക്ക് ലഭ്യമാകുന്നു. തിരുസഭയിലൂടെയും വിശുദ്ധ ഗ്രന്ഥത്തിലൂടെയും ലഭ്യമാകുന്ന മിശിഹായിൽ പൂർത്തിയായ വെളിപാടിനെ പൂർത്തീകരിക്കാൻ വേണ്ടി ഇനി ഒന്നിനും വേണ്ടി കാത്തിരിക്കേണ്ടതില്ല. ഒന്നും ഇനി അതിനെ പൂർത്തീകരിക്കാനില്ല എന്നാണ് അതിന്റെ ഒന്നാമത്തെ അർത്ഥം. രണ്ടാമത്തെ എന്താണ്? രണ്ടാമത്തേത്, മിശിഹായ്ക്ക് ശേഷം ഉണ്ടാകുന്ന ഒരു വെളിപാടിനെ സംബന്ധിക്കുന്ന സംവിധാനങ്ങളെയോ മതങ്ങളെയോ അംഗീകരിക്കേണ്ടതില്ല എന്നതാണ് അതിന്റെ കാര്യം. മിശിഹായ്ക്ക് ശേഷമുള്ള ഒരു വെളിപാടിനെ സൂചിപ്പിക്കുന്ന സംവിധാനങ്ങളെയും നാം അംഗീകരിക്കേണ്ടതില്ല എന്നതാണ് അതിന്റെ കാര്യം. ഒരു വിധത്തിലും അംഗീകരിക്കേണ്ടതില്ല. കാരണം വെളിപാട് സമ്പൂർണമാണ് മിശിഹ എന്ന ദൈവിക വ്യക്തിയിൽ വെളിപാട് പൂർത്തീകരിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ഞാൻ ഈ വാക്ക് പല പ്രാവശ്യം ആവർത്തിച്ചു. അത് ചുമ്മാ ആവർത്തിക്കുന്നതല്ല, അത് അത്രമാത്രം അസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനത് വീണ്ടും വീണ്ടും പല വിധത്തിൽ പറയുന്നത്. ഒരു ചെറിയ ആശങ്ക പോലും ഇല്ലാതെ നമ്മളത് ഓർത്തിരിക്കാൻ വേണ്ടിയാണ്. മിശിഹായിൽ ദൈവിക വെളിപാട് പൂർണ്ണമാക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ഇതാണ് എന്ന് പറയേണ്ട കാര്യം. ഇനി അങ്ങനെയാണെങ്കിൽ ഈ സ്വകാര്യ വെളിപാടുകൾ എന്താണ് എന്നാണ് ഇതിന്റെ അടുത്ത ഘട്ടം. അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് കുറച്ചുകൂടെ കൂടുതൽ സംസാരിക്കാൻ പോകുന്നത്. എന്താണ് അപ്പൊ അങ്ങനെയാണ് ഈ സ്വകാര്യ വെളിപാട് എന്ന് പറഞ്ഞാൽ? സ്വകാര്യ വെളിപാട് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഈ പ്രൈവറ്റ് റെവലേഷൻസ് എന്ന് വിളിക്കുന്നത്, ഉദാഹരണത്തിന് പരിശുദ്ധ കന്യകാമറിയം ഒരു സ്ഥലത്ത് പ്രത്യക്ഷപ്പെടുന്നു, എന്നിട്ട് മാതാവ് ചില സന്ദേശങ്ങളൊക്കെ നൽകുന്നു. അപ്പൊ ആളുകളൊക്കെ അവിടേക്ക് പോകുന്നു, ആ സന്ദേശങ്ങളൊക്കെ കേൾക്കുന്നു, അതിനെ ചിലപ്പോൾ പുസ്തകങ്ങളാക്കുന്നു, അത് പ്രചരിപ്പിക്കുന്നു, അങ്ങനെയൊക്കെ ആളുകൾ പോകും. അല്ലെങ്കിൽ ചില വിശുദ്ധർ പ്രത്യക്ഷപ്പെടുന്നു. അങ്ങനെയൊക്കെ പല വിധത്തിൽ ഓരോ വ്യക്തികൾക്കോ ഗ്രൂപ്പുകൾക്കോ സ്വകാര്യ പ്രദേശങ്ങൾക്കോ ഒക്കെ ലഭിക്കുന്ന വെളിപാടുകളാണ്. ചിലപ്പോൾ 2-3 കുട്ടികൾക്ക്, അല്ലെങ്കിൽ ഒരു വീട്ടില്, അല്ലെങ്കിൽ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരാൾക്ക്, ഒരുപക്ഷെ എനിക്കോ നിങ്ങൾക്കോ ഒക്കെ ചിലപ്പോൾ ചില വെളിപാടുകൾ ഉണ്ടാകും. ഇതെന്താണ് സംഭവം? ഇതിനെ അംഗീകരിക്കുന്നുണ്ടോ സഭ? ഇത് നമുക്ക് വിശ്വസിക്കാൻ ബാധ്യതയുണ്ടോ? തുടങ്ങിയ വിഷയങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ കാര്യം അസന്നിഗ്ധമായിട്ട് ഓർക്കുക, മിശിഹായിൽ വെളിപാട് പൂർണ്ണമാണ്. അങ്ങനെയാണെങ്കിൽ പിന്നെ ഇനി എന്താണ് ഈ സ്വകാര്യ വെളിപാടുകളുടെ സാധ്യത? ഉദാഹരണത്തിന് ഫാത്തിമയിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ടു, ലൂർദിൽ, മജഗോരയിൽ, അങ്ങനെ പല സ്ഥലത്ത് മാതാവ് തന്നെ പ്രത്യക്ഷപ്പെട്ട് സംസാരിക്കും. ഇതൊക്കെ ശരിക്കും ഉള്ളതാണോ? അത് നമ്മൾ വിശ്വസിക്കാൻ കടമയുണ്ടോ? സ്വകാര്യ വെളിപാടുകൾ അംഗീകരിക്കത്തക്കതാണോ? ഇങ്ങനെ ഉറങ്ങുന്ന കുറെ ചോദ്യങ്ങളുണ്ട്. ഇനി ഇതിനെക്കുറിച്ച് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് വിശ്വാസ തിരുസംഘത്തിന്റെ, അന്ന് വിശ്വാസ തിരുസംഘം എന്നാണ് അറിയപ്പെടുന്നത്, പ്രീഫെക്റ്റ് ആയിരുന്ന ജോസഫ് കാർഡിനാൽ റാറ്റ്സിംഗർ 2000 ആണ്ടിൽ ഫാത്തിമ രഹസ്യത്തിന്റെ 3-ാം രഹസ്യത്തിന്റെ വെളിപ്പെടുത്തലിനോടനുബന്ധിച്ച് നൽകിയ സന്ദേശത്തിൽ നിന്നാണ് ഇനി ഞാൻ സംസാരിക്കാൻ പോകുന്നതല്ല. എന്ന് പറഞ്ഞാൽ അത് പറയാൻ കാരണം അത് ഒതന്റിക്കാണ് ഈ പറയാൻ പോകുന്ന കാര്യം എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഞാനല്ല എന്ന് അസന്നിഗ്ധമായിട്ട് അങ്ങ് പറയുന്നത്. അത്
ബെനഡിക്ട് മാർപ്പാപ്പ എന്ത് പറയുന്നു ഇതിനെക്കുറിച്ച് എന്നാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. ഞാൻ കൊട്ടേഷൻസ് ഒക്കെ ഉൾപ്പെടുത്തിയാണ് ഇനി പറയാൻ പോകുന്നത്. അപ്പൊ അതിനു മുമ്പ് കുറച്ച് ബേസിക് കാര്യങ്ങൾ പറയട്ടെ. ആദ്യം അത് ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്: ഈ പൊതു വെളിപാടുകളും സ്വകാര്യ വെളിപാടുകളെയും തിരുസഭ വേർതിരിച്ചാണ് കാണുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അത് ആരംഭിക്കുന്നത് തന്നെ. പൊതു വെളിപാടുകളും സ്വകാര്യ വെളിപാടുകളും എന്ന് പറയുന്ന എന്ന പേരിൽ ആ ഡോക്യുമെന്റ് നമുക്ക് നെറ്റിൽ അവൈലബിൾ ആണ് കേട്ടോ, നിങ്ങൾക്കത് വായിക്കാവുന്നതാണ്. അപ്പോൾ ഇത് രണ്ടും വേർതിരിച്ചാണ് സഭ കാണുന്നത് എന്ന് ആദ്യം പഠിപ്പിക്കും. എന്ന് വെച്ചാൽ പൊതു വെളിപാട് എന്ന് പറഞ്ഞാൽ, ഈ പബ്ലിക് റെവലേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ പറഞ്ഞതാണ്, മിശിഹായിലൂടെ വെളിപ്പെടുത്തപ്പെട്ടതും സ്ലീഹന്മാർക്ക് കൈമാറിയതും സഭാപിതാക്കന്മാർ വ്യാഖ്യാനിച്ചതും വിശുദ്ധ ഗ്രന്ഥകർത്താക്കൾ രേഖപ്പെടുത്തിയതും വിശുദ്ധർ ജീവിച്ചതുമായ ആ വെളിപാടിനെയാണ് പൊതു വെളിപാട് എന്ന് പറയുന്നത്. അത് ചരിത്രത്തിൽ സംഭവിച്ചതാണ്, ഈ ഭൂമിയിൽ സംഭവിച്ചതാണ്, മിശിഹ എന്ന ദൈവിക വ്യക്തി വഴി സംഭവിച്ചതാണ്, അവിടുത്തെ പരസ്യജീവിതത്തിലൂടെയും കുരിശുമരണ ഉത്ഥാനത്തിലൂടെയും പൂർത്തീകരിച്ചതാണ് ആ പൊതു വെളിപാട്. ഇനി സ്വകാര്യ വെളിപാടുകൾ അതിനുശേഷം വ്യക്തികൾക്കുണ്ടാകുന്ന വെളിപ്പെടുത്തലുകളോ അവർ സ്വീകരിക്കുന്ന സന്ദേശങ്ങളോ ഒക്കെയാണ്. ഇനി ഇതിനെക്കുറിച്ച് സഭയുടെ ആദ്യത്തെ കാര്യം എന്താണ്? അത് ഇത് രണ്ടിനെയും രണ്ട് ആയിട്ടാണ് സഭ മനസ്സിലാക്കുന്നതെന്നാണ്. ഇനി എങ്ങനെയാണ് രണ്ടിലും മനസ്സിലാക്കുന്നത്? അതിങ്ങനെ അവയുടെ ഗൗരവത്തിൽ മാത്രമല്ല, സത്തയിലും, അതിന്റെ കണ്ടന്റിലും, അതിന്റെ സത്തയിലും, അതിന്റെ ഗൗരവത്തിലും, അതിന്റെ പ്രാധാന്യത്തിലും ഈ വ്യത്യാസമുണ്ട്. എന്ന് പറഞ്ഞാൽ പരസ്യ വെളിപാടിന്റെ, മിശിഹായിൽ പൂർത്തിയായ പരസ്യ വെളിപാടിന്റെ, സുവിശേഷത്തിന്റെ പ്രാധാന്യവും സ്വകാര്യ വെളിപാടിന്റെ പ്രാധാന്യവും രണ്ടും രണ്ടാണ്. രണ്ടിന്റെയും പ്രാധാന്യത്തിൽ മാത്രമല്ല ഈ വ്യത്യാസമുള്ളത്, അതിന്റെ കണ്ടന്റിലും, കോണ്ടന്റ് എന്നൊക്കെ പറയില്ലേ, അതിന്റെ ഉള്ളടക്കത്തിലും, അതിന്റെ ഉൾക്കാമ്പിലും വ്യത്യാസമുണ്ട്. എന്ന് വെച്ചാൽ അതിന്റെ കാര്യം എന്താണ്? അർത്ഥം എന്താണ്? സുവിശേഷങ്ങൾക്ക് സമാനമായി ഒരിക്കലും സ്വകാര്യ വെളിപാടുകളെ അവതരിപ്പിക്കരുത്. എന്ന് വെച്ചാൽ ഒരു സുവിശേഷ പ്രഘോഷണ വേദിയാന്ന് വിചാരിച്ചു, അവിടെ സംസാരിക്കേണ്ട സുവിശേഷങ്ങളാണ്, അല്ലാതെ ഫൗസ്റ്റീനയുടെ ഡയറിയോ അല്ലെങ്കിൽ അങ്ങനത്തെ ഏതെങ്കിലും സ്വകാര്യ വെളിപാടുകളോ ഉദ്ധരിച്ചുകൊണ്ടല്ല സുവിശേഷ പ്രഘോഷണം നടത്തേണ്ടത്. അവിടെ പരസ്യ വെളിപാടാണ് പ്രഘോഷിക്കേണ്ടത്. ഇനി അപ്പൊ അത് വേണ്ടേ? അത് ഞാൻ അവസാനം പറയാം. അപ്പൊ അതിന്റെ ഫോക്കസ് എന്താണ്? ഫോക്കസ് എപ്പോഴും, പ്രഘോഷണത്തിന്റെ ഫോക്കസ് എപ്പോഴും, ഓൾവേസ് ആൻഡ് എവ്രിവെയർ, എല്ലായിടത്തും അത് പരസ്യ വെളിപാട് തന്നെയായിരിക്കണം എന്നതാണ്. എന്താണ് പരസ്യ വെളിപാട്? അതിനെക്കുറിച്ച് പാപ്പ ഇങ്ങനെ പഠിപ്പിക്കും: പൊതു വെളിപാടുകൾ എന്നാൽ ദൈവം മനുഷ്യകുലം മുഴുവനായിട്ടും ലക്ഷ്യം വെച്ച് നൽകുന്നതും പഴയ നിയമവും പുതിയ നിയമവും എന്ന ബൈബിളിന്റെ രണ്ട് ഭാഗങ്ങളായി രേഖപ്പെടുത്തിയിട്ടുള്ളവയുമായ വെളിപാടുകളാണത്. അവയാണ് വെളിപാടുകൾ. കാരണം എന്താണ്? ഇനി അതിന്റെ പ്രത്യേകത എന്തെന്നാൽ ഇവിടെ ദൈവം സാവകാശം തന്നിലേക്ക് ലോകത്തെ ആകർഷിക്കുന്നതിനും അവയെ മനുഷ്യാവതാരം ചെയ്ത പുത്രനായ യേശു ക്രിസ്തുവിലൂടെ തന്നോട് ഐക്യപ്പെടുത്തുന്നതിനുമായി സ്വയം മനുഷ്യനായി അവതരിക്കുന്നിടം വരെ മനുഷ്യന് വെളിപ്പെടുത്തുന്നു. അതുകൊണ്ട് ഇത് ബൗദ്ധികമായ ഒരു ആശയവിനിമയത്തിന്റെ വിഷയമല്ല, പിന്നെയോ ദൈവം മനുഷ്യനെ തേടിയെത്തുന്ന ജീവദായകമായ ഒരു പ്രക്രിയയാണ്. അതേസമയം ഈ പ്രക്രിയ ദൈവിക രഹസ്യം മനസ്സിലാക്കുന്നതിന് മാനസികമായ വിവരങ്ങൾ ലഭ്യമാക്കുകയും ചെയ്യുന്നു. മനുഷ്യനെ ഒന്നാകെ ബാധിക്കുന്നതാണ് ഈ പ്രക്രിയ. അതുകൊണ്ട് ഇതിൽ യുക്തിയും പ്രസക്തമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ബാബ പറയുകയാണ്. എന്നാൽ ഇത് യുക്തിയുടെ മാത്രമൊന്നല്ല, കാരണം ദൈവം ഏകനാണ്, അവിടുന്ന് മനുഷ്യകുലവുമായി പങ്കുവയ്ക്കുന്ന ചരിത്രവും ഏകമാണ്. അത് എക്കാലത്തിലും ബാധകമാണ്. അത് യേശു ക്രിസ്തുവിന്റെ ജീവിതത്തിലും മരണത്തിലും ഉത്ഥാനത്തിലും പൂർണ്ണമാവുകയും ചെയ്തു. അത് എക്കാലവും ബാധകമാണ്. എന്ന് പറഞ്ഞാൽ കുറച്ചു കാലം വരെ ആ പൊതു വെളിപാടിന് പ്രസക്തി ഉണ്ടായിരുന്നു, ഇനിയിപ്പോ അതില്ല, ഇനിയിപ്പോ പുതിയത് വരണം, അല്ലത് കാലഹരണപ്പെട്ടു, പുതിയ പുതിയ വെളിപാടുകൾ പുതുതായി വന്നുകൊണ്ടിരിക്കുന്നു. ഈശോയിൽ പറഞ്ഞൊക്കെ അന്നല്ലായിരുന്നോ? അതിനുശേഷം ഇത്ര നൂറ്റാണ്ട് കഴിഞ്ഞപ്പോൾ ആ പുതിയൊരു വെളിപാട് വന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആരും രംഗപ്രവേശനം ചെയ്യേണ്ടതില്ല, ചെയ്യാൻ പാടില്ല എന്നാണ് അതിന്റെ അർത്ഥം. ഇനി അതുകൊണ്ട് അസന്നിഗ്ധമായിട്ട് വീണ്ടും നമ്മളിങ്ങനെ വായിക്കും: യേശു ക്രിസ്തുവിൽ ദൈവം എല്ലാം വെളിപ്പെടുത്തി, അതായത് അവിടുന്ന് സ്വയം സമ്പൂർണമായി വെളിപ്പെടുത്തി. അതുകൊണ്ട് വെളിപാട് ക്രിസ്തു രഹസ്യത്തോടുകൂടെ, മിശിഹാ രഹസ്യത്തോടുകൂടെ വെളിപാട് സമ്പൂർണമായി കഴിഞ്ഞു. ഇനി എന്നിട്ട് നമ്മൾ ഈ ജോൺ ഓഫ് ദ ക്രോസ് ഇല്ലേ, വിശുദ്ധ കുരിശന്റെ യോഹന്നാൻ, ആ വിശുദ്ധന്റെ ഒരു വാചകം CCC ഉദ്ധരിക്കുന്നുണ്ട്. അത് പാപ്പ ഉദ്ധരിക്കുകയാണ്. അത് ഭയങ്കര മനോഹരമാണ്. അതിങ്ങനെയാണ്: തന്റെ ഏകവചനമായ പുത്രനെ നൽകുന്നതിലൂടെ അവിടുത്തേക്ക് വേറെ വചനമില്ല. ഈ വചനത്തിലൂടെ, ഏകവചനത്തിലൂടെ അവിടുന്ന് എല്ലാം നമ്മോട് സംസാരിച്ചു കഴിഞ്ഞു. അവിടുത്തേക്ക് ഇനി ഒന്നും പറയാനില്ല. കാരണം മുൻപ് പ്രവാചകന്മാരിലൂടെ ഭാഗികമായി അവിടുന്ന് സംസാരിച്ചവയെല്ലാം തന്റെ പുത്രനെ നൽകിയതിലൂടെ ഇപ്പോൾ ഒന്നിച്ച് സംസാരിച്ചിരിക്കുന്നു. പുത്രനെ നൽകിയതിലൂടെ അവിടുന്ന് ഒന്നിച്ച് സംസാരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ പഴയ നിയമം പോലും അപ്രസക്തമാകുന്നു എന്നർത്ഥം. പഴയ നിയമത്തിലെ പ്രവാചകന്മാരിലൂടെ സംസാരിച്ചതെല്ലാം പുതിയ നിയമത്തിൽ മിശിഹായിൽ പൂർത്തീകരിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. മിശിഹായിൽ ഉള്ളതേ
പഴയ നിയമത്തിലുള്ളൂ. പഴയ നിയമത്തിലുള്ളതെല്ലാം മിശിഹായിൽ ഉണ്ട് താനും. അതാണ് ആ പൂർത്തീകരിക്കും എന്ന് പറയും. ഇനി ഒരു രസകരമായ ഒരു കാര്യം ജോൺ ഓഫ് ദ ക്രോസ് പഠിപ്പിക്കുന്നത്, പ്രഖ്യാപിക്കുന്നത് സഭ തന്റെ ഔദ്യോഗിക പ്രബോധനത്തിലേക്ക് കൂട്ടിച്ചേർത്തിട്ടുണ്ട്. അതിങ്ങനെയാണ്: ആരെങ്കിലും ഒരു വെളിപാടിന് വേണ്ടി ദാഹിക്കുമെന്ന് വിചാരിച്ചു എന്ന് പറഞ്ഞാൽ, കർത്താവെ ഫൗസ്റ്റീനായിക്കും വെളിപാട് കൊടുക്കുന്നു, ആ പിള്ളേർക്ക് വരെ കൊടുക്കുന്നു, എനിക്ക് മാത്രം ഇത്രയും നാൾ കടന്നുറങ്ങിയിട്ടും ഒരു പ്രത്യക്ഷീകരണവും തന്നില്ലല്ലോ എന്ന് ഒരാൾ വിചാരിക്കുമെന്ന് വിചാരിച്ചു. ഒരു പ്രത്യക്ഷീകരണം എനിക്ക് തരുന്നില്ലല്ലോ, ഒരെണ്ണം കിട്ടിയായിരുന്നെങ്കിൽ എത്ര രസമായിരുന്നു എന്ന് ചിലപ്പോൾ നമുക്ക് അങ്ങനെ തോന്നാൻ സാധ്യതയില്ലേ? ഒരു വെളിപാട് എനിക്കും മാതാവെന്ന് പ്രത്യക്ഷപ്പെട്ടായിരുന്നെങ്കിൽ എന്ത് രസമായിരുന്നു. നല്ല വെളിച്ചമൊക്കെ ആയിട്ട് മാതാവ് ഇങ്ങനെ പ്രത്യക്ഷപ്പെട്ട് ആ ഭൗമിക സ്വർഗത്തിലേക്കൊക്കെ ഉയർന്നതൊക്കെ കണ്ടായിരുന്നെങ്കിൽ എന്ത് രസം ഉണ്ടായിരുന്നു. ഇവിടുത്തെ കാഴ്ചകളെ കണ്ട് മടുത്തു എന്നൊക്കെ ആലോചിച്ചിരിക്കുന്ന ആളുകളോട് ജോൺ ഓഫ് ദ ക്രോസ് പറയുന്നത് ഇങ്ങനെയാണ്: ആരെങ്കിലും ദൈവത്തോട് പുതിയ വെളിപാടിനോ ദർശനത്തിനോ വേണ്ടി ചോദിച്ചാൽ അവൻ തന്റെ വിഡ്ഢിത്തത്തിന് മാത്രമല്ല കുറ്റക്കാരനാകുന്നത്. അവൻ തന്റെ വിഡ്ഢിത്തത്തിന് മാത്രമല്ല, അവന്റെ ഫൂളിഷ്നെസ്സിന് കൊണ്ട് മാത്രമല്ല അവൻ കുറ്റക്കാരനാകുന്നത്. പകരം പിന്നെയോ തന്റെ കണ്ണുകൾ ക്രിസ്തുവിൽ മാത്രം പതിപ്പിക്കാതെ നൂതനതയ്ക്ക് വേണ്ടി കൊതിച്ച് ജീവിച്ചതിലൂടെ ദൈവത്തെ ധിക്കരിക്കുന്നതിനും കൂടെ വേണ്ടിയിട്ടാണ് കൂടിയാണ് എന്ന് പറഞ്ഞാൽ, അവൻ കുറ്റക്കാരനാകുന്നത്, അവൻ ഗിൽറ്റി ആയിരിക്കുന്നത് അവന്റെ വിഡ്ഢിത്തത്തെക്കുറിച്ച് മാത്രമല്ല. എന്ന് പറഞ്ഞാൽ അവനാ ചോദിക്കുന്ന വിഡ്ഢിത്തം മാത്രമാണ് കുറ്റക്കാരനാക്കുന്നത്. പകരം ക്രിസ്തുവിലേക്ക് അവന്റെ കണ്ണുകൾ ഫോക്കസ് ചെയ്യാതിരിക്കുകയും എന്നിട്ടോ പുതിയത് എന്തെങ്കിലും കിട്ടട്ടെ എന്ന് പറഞ്ഞ് കൊതിച്ച് ജീവിക്കുന്നതിലൂടെ ദൈവത്തെ ധിക്കരിക്കുകയും ചെയ്യുന്നതാണ്. കാരണം പൂർണ്ണമായി സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്ന ഒരു വെളിപാടിനപ്പുറത്ത് വീണ്ടും ചോദിക്കുന്നത് ദൈവത്തെ ധിക്കരിക്കലാണ് എന്നാണ് ജോൺ ഓഫ് ദ ക്രോസ് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് പുതിയ വെളിപാടുകളെ കുറിച്ചുള്ള ദാഹവും കൊതിയും നമുക്കുണ്ടാകേണ്ടതില്ല എന്ന് തിരുസഭ പഠിപ്പിക്കും. പുതിയ വെളിപാട്. അപ്പൊ അതുകൊണ്ട് പിന്നെ പുതിയ വെളിപാടുകളെ കുറിച്ച് ആകുലപ്പെട്ട് നടക്കുന്ന സെക്റ്റുകളുണ്ട്. ഉദാഹരണത്തിന് ചില സെക്റ്റുകളുടെ ഉദ്ദേശം തന്നെ ഫാത്തിമ രഹസ്യത്തിന് വേണ്ടിയുള്ള സെക്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ചില സെക്റ്റുകളൊക്കെ വരുന്നത്. ഈ മറിയത്തിന്റെ വിമലഹൃദയത്തിന്റെ ആൾക്കാര് ഞങ്ങള് ഈ വെളിപാടിനെ നോക്കുന്ന, അവര് പറയുന്നിടത്തെല്ലാം ഈ രഹസ്യം വെളിപ്പെടുത്തി, മാതാവ് വെളിപ്പെടുത്തി എന്ന് പറഞ്ഞാണ്. അത് അവരുടെ വിഡ്ഢിത്തത്തിന് മാത്രമല്ല അവർ കുറ്റക്കാരനാകുന്നത്. അവരെപ്പോഴും മിശിഹായിൽ പൂർത്തിയായതിന്റെ അപ്പുറത്ത് മാതാവ് പിന്നെന്ത് പറഞ്ഞു, മാതാവ് അങ്ങനെ പറഞ്ഞോ എന്നും പറഞ്ഞ് അതിന്റെ പിറകെ പോകുന്നത് വഴി ദൈവത്തെ തന്നെ ധിക്കരിക്കുന്നു എന്നതാണ് അതിന്റെ കാരണം. ഇനി എന്ന് പറയുമ്പം മറുവശത്ത് കൂട്ടിച്ചേർക്കുകയാണ്. എന്ന് പറയുമ്പം സഭ ഭൂതകാലത്തിലേക്ക് മാത്രമേ നോക്കാവൂ എന്നോ നിർജീവമായ ആവർത്തനത്തിന് വിധേയിക്കപ്പെട്ടിരിക്കുന്നു എന്നുമല്ല അതിന്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ പുതിയതൊന്നും നോക്കണ്ട എന്ന് പറഞ്ഞാൽ അപ്പൊ പിന്നെ പണ്ടുണ്ടായിരുന്നൊക്കെ തന്നെ വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അല്ലേ, പുതുമയൊന്നും ഇല്ലല്ലേ എന്നല്ല കരുതേണ്ടത്. എന്താണ് അതിന്റെ അർത്ഥം? വെളിപാട് പൂർണ്ണമായെങ്കിലും അത് പൂർണ്ണമായും വ്യക്തമായിട്ടില്ല എന്നാണ്. നൂറ്റാണ്ടുകളിലൂടെ അവയുടെ പൂർണ്ണ പ്രസക്തി സാവകാശം മനസ്സിലാക്കേണ്ടത് ക്രൈസ്തവ വിശ്വാസമാണ് എന്ന് CCC 66-ാമത്തെ പാരഗ്രാഫിൽ പഠിപ്പിക്കും. അതായത് ദൈവത്തിന്റെ വെളിപാട് പൂർണ്ണമാണ്, പക്ഷെ അത് വ്യക്തമായി കഴിഞ്ഞിട്ടില്ല. എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു കൊച്ചിനെ ഈ ലോകത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നു. ഇവിടെ ഇഷ്ടംപോലെ പുസ്തകങ്ങൾ വഴിയും ആളുകളുടെ അറിവും അനുഭവവും വഴിയൊക്കെ ഈ ലോകത്തെക്കുറിച്ചുള്ള ജ്ഞാനം ലഭ്യമാണ്. പക്ഷെ ആ കൊച്ചത് ആർജിച്ചെടുക്കുന്നതനുസരിച്ചാണ് കൊച്ചിലത് പൂർണ്ണമാകുന്നത്. എന്നതുപോലെ തിരുസഭയും വളരുന്നതിനനുസരിച്ച് ലഭിച്ചിരിക്കുന്ന ദൈവീക വെളിപാടിന്റെ ആഴങ്ങളിലേക്ക് പ്രവേശിക്കും. പുതുമകളിലേക്കല്ല. അതൊരർത്ഥത്തിൽ പുതുമയാണ്. എങ്ങനെയാണ്? അതിന്റെ ആഴങ്ങൾ കണ്ടെത്തുന്നതിന്റെ പുതുമയാണുള്ളത്. അല്ലാണ്ട് പുതിയൊരു വെളിപാടില്ല, പുതിയൊരു ഭാഗം കൂടെ കൂട്ടിച്ചേർക്കപ്പെടുന്നില്ല. പകരം ആഴങ്ങളിലേക്ക് പോകുന്നു, അതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നു. അതാണ് അതിന്റെ പുതുമ. ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. ഈ ആഴങ്ങളിലേക്കുള്ള സഞ്ചാരമാണ് വെളിപാടിന്റെ പുതുമ, അല്ലാണ്ട് പുതിയ ഫാക്ട്സ് വരുന്നു എന്നുള്ളതല്ല. ഇനി ഇതിനെക്കുറിച്ച് യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായത്തിൽ 12-ാം തിരുവചനം 12-14 വായിക്കാമോ? 12 മുതൽ 14 വരെ. ഇനിയും വളരെ കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. എന്നാൽ ഇപ്പോൾ അവ ഉൾക്കൊള്ളാൻ ഇപ്പോൾ നിങ്ങൾക്ക് കഴിവില്ല. സത്യാത്മാവ് വരുമ്പോൾ നിങ്ങളെ സത്യത്തിന്റെ പൂർണ്ണതയിലേക്ക് നയിക്കും. അവൻ സ്വമേധയാ ആയിരിക്കുകയില്ല സംസാരിക്കുന്നത്, അവൻ കേൾക്കുന്നത് മാത്രം സംസാരിക്കും. വരാനിരിക്കുന്ന കാര്യങ്ങൾ അവൻ നിങ്ങളെ അറിയിക്കും. അവൻ എനിക്കുള്ളവയിൽ നിന്ന് സ്വീകരിച്ച് നിങ്ങളോട് പ്രഖ്യാപിക്കും. നോക്കുക, എനിക്കുള്ളവയിൽ നിന്ന് സ്വീകരിച്ച് അവൻ നിങ്ങളോട് സംസാരിക്കും. എനിക്ക് ഇനിയും ഏറെ കാര്യങ്ങൾ പറയാനുണ്ട് എന്ന് പറഞ്ഞാൽ അവരുടെ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങളാണ് എനിക്ക് നിങ്ങൾക്ക് നൽകാനുള്ളത്.
അത് ഉൾക്കൊള്ളാൻ നിങ്ങൾക്ക് കഴിയുകയില്ല എന്ന് ഈശോയോട് പറയുകയാണ്. അത് ഈശോയുടെ കുരിശുമരണമായിട്ടില്ല എന്നുള്ളതാണ് ഒരു കാരണം. രണ്ടാമത്തെ, ഇപ്പോഴും നമ്മളെല്ലാവരും മനുഷ്യരാണ്. ദൈവത്തിന്റെ നമുക്കൊരു മനുഷ്യൻ പറയുന്ന ഒരു പൂച്ചയ്ക്ക് പോലും ഫുള്ളായിട്ട് മനസ്സിലാക്കാൻ പറ്റുകയില്ല എന്നിരിക്കെ എങ്ങനെയാണ് ദൈവവും മനുഷ്യനും തമ്മിലുള്ള വലിയ അഗാധമായ ദൂരത്തിൽ ദൈവത്തിന് വെളിപ്പെടുത്താനുള്ളതൊക്കെ എങ്ങനെയാണ് മനുഷ്യന് മനസ്സിലാവുക? അവൻ ആവശ്യമുള്ളതിനനുസരിച്ചും അവൻ വളരുന്നതിനനുസരിച്ചും അവൻ കൂടുതൽ സ്വീകരിച്ചുകൊണ്ടിരിക്കും. ഉദാഹരണത്തിന് മഴ, മേഘം മുഴുവനും പെയ്യുന്നു. ഓരോരുത്തരും അവരവരുടെ പാത്രത്തിനനുസരിച്ച് കൂടുതൽ ശേഖരിക്കും, അല്ലെ? പാത്രം വളരുന്നതിനനുസരിച്ച് കൂടുതൽ മഴ അവൻ ശേഖരിച്ചുകൊണ്ടിരിക്കും. എന്നതുപോലെ ദൈവിക വെളിപാട് മനുഷ്യവംശത്തിന് സമ്പൂർണമാണ്. അത് ഉൾക്കൊള്ളാനുള്ള കഴിവ് വർദ്ധിക്കുന്നതിനനുസരിച്ച് വെളിപാട് വർദ്ധിക്കുന്നത് പോലെയാണ് നമുക്ക് അനുഭവപ്പെടുക എന്നതാണത്. അതുകൊണ്ട് തന്നെയാണ് CCC 94-ൽ CCCയുടെ 94 ഇങ്ങനെ വായിക്കും: വിശുദ്ധ ഗ്രന്ഥങ്ങൾ അവ വായിക്കുന്നവനോടൊപ്പം വളരുന്നു. വിശുദ്ധ ഗ്രന്ഥങ്ങൾ അവ വായിക്കുന്നവനോടൊപ്പം വളരുന്നു. എന്താണ് അതിന്റെ അർത്ഥം? അതായത് വിശുദ്ധ ഗ്രന്ഥത്തിന് അകത്ത് അത് പിന്നെ വളരുന്നൊന്നുമില്ലല്ലോ. പിന്നെ എന്താണ് അത് വായിക്കുന്നവനോടൊപ്പം വളരുന്നു എന്ന് പറഞ്ഞാൽ ഈ റീഡറും ഈ ടെക്സ്റ്റിന്റെ ഒരു പാർട്ട് തന്നെയാണ്. എന്ന് പറഞ്ഞാൽ ദൈവം ഇങ്ങോട്ട് വെളിപ്പെടുത്തിയെന്ന് മാത്രമല്ല, അത് മനുഷ്യൻ സ്വീകരിച്ചു എന്ന് പറയുന്നതോടെ കൂടുമ്പോഴാണ് വെളിപാട് പൂർണ്ണമാകുന്നത്. അപ്പൊ അവന്റെ വളർച്ചയും വെളിപാടിന്റെ വളർച്ചയാണ്. അവന്റെ വളർച്ചയും വെളിപാടിന്റെ വളർച്ചയാണ്. ഇത് ശരിക്കും സിമ്പിളായിട്ട് മനസ്സിലാക്കിയാൽ മതി. അവനും ദ റിസീവർ ഇസ് ഓൾസോ എ പാർട്ട് ഓഫ് ദ റെവലേഷൻ. അല്ലാണ്ട് ദൈവം മാത്രമല്ല റെവലേഷൻ. ദൈവം റിവീൽ ചെയ്യുന്നു, അത് സ്വീകരിക്കുന്നയാളും ഈ റെവലേഷന്റെ പാർട്ടാണ്, ഭാഗമാണ്. അപ്പൊ അതുകൊണ്ട് അത് സ്വീകരിക്കുന്നവന്റെ കപ്പാസിറ്റീസ് വളരുന്നതിനനുസരിച്ച് റെവലേഷനും വളരുന്നു എന്നൊരു വളരെ ആലങ്കാരികമായ മനോഹരമായ അർത്ഥത്തിൽ പറയാൻ പറ്റും. എന്നിട്ട് പറയുകയാണ്, ഈ ഫാത്തിമ സന്ദേശത്തെയും ഈ അർത്ഥത്തിലാണ് മനസ്സിലാക്കാവുന്നത്. എങ്ങനെ? ഈ പശ്ചാത്തലത്തിൽ പുതിയ നിയമത്തിന്റെ പൂർത്തീകരണത്തിന് ശേഷം ഉണ്ടായിട്ടുള്ള വെളിപാടുകളും ദർശനങ്ങളുമാകുന്ന സ്വകാര്യ വെളിപാടിനെ ശരിയായി മനസ്സിലാക്കാൻ സാധിക്കും. ഈ ഫാത്തിമ സന്ദേശം ഉൾപ്പെടെയുള്ളതൊക്കെ സ്വകാര്യ വെളിപാടുകളാണ്. അവയെ എങ്ങനെ മനസ്സിലാക്കണം എന്നാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. ഞാൻ ഇതിനു മുമ്പ് ഒന്ന് രണ്ട് ഒരു നമ്മളെ സഹായിക്കുന്ന ചില കുഞ്ഞു കാര്യങ്ങൾ പറയട്ടെ. ഒന്നാമത്തെ കാര്യം ഇതാണ്: ഒരു വെളിപാടുണ്ടാകുന്നു എന്ന് വിചാരിക്കുക. ഒരാൾക്ക് ദൈവം വെളിപ്പെടുന്നത് മാതാവ് വഴിയോ വിശുദ്ധ വഴിയൊക്കെ വെളിപ്പെടും. പിന്നെ അത് അംഗീകരിക്കുന്നതിന് എന്താ കുഴപ്പം? നമുക്കൊരു വെളിപാട് ഉണ്ടായിരുന്നോർത്ത് അംഗീകരിക്കുന്നതിന് എന്താ കുഴപ്പം? അല്ലെ? മാതാവ് പ്രത്യക്ഷപ്പെട്ടത് നിങ്ങൾക്ക് നല്ല ഉറപ്പാണ്. എന്താണ് ഇതിന് കുഴപ്പം? ചിലപ്പോഴൊക്കെ സഭ അങ്ങനെ ഒരു സ്ഥലത്ത് മാതാവ് പ്രത്യക്ഷപ്പെട്ടു എന്ന് അറിഞ്ഞു, ആളുകളൊക്കെ അവിടെ പോകുന്നു, പ്രാർത്ഥിക്കുന്നു. ഔദ്യോഗികമായി സഭ ചിലപ്പോൾ അതിനകത്ത് കാര്യമായിട്ട് ഇടപെടണമെന്നൊന്നുമില്ല, അതിനെ ആ വഴിക്ക് അങ്ങ് വിട്ടേക്കും. അപ്പം നമ്മൾ ചോദിക്കും, അതെന്താ ഇങ്ങനെ ഇത്രയും വലിയൊരു സംഭവം നടന്നിട്ട് സഭയെ അന്വേഷിക്കുകയോ അതിനകത്ത് എന്തെങ്കിലും ഒരു വാക്ക് പറയുകയൊക്കെ ചെയ്യണ്ടേ? ചുമ്മാ അങ്ങ് തുറന്നു വിട്ടേക്കുവാണോ? ഞങ്ങൾക്ക് അവിടെ പോകണ്ടേ? എന്തെങ്കിലും ഒന്ന് പറ എന്നൊക്കെ ആളുകൾ പറയാറുണ്ട്. നമ്മളത് കേട്ടിട്ടുണ്ട്. ഇതിനകത്തുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദൈവിക വെളിപാട് അഥവാ ഈ സ്വകാര്യ വെളിപാട്, അതിനകത്ത് പ്രധാനപ്പെട്ട ചില ബുദ്ധിമുട്ടുകളുണ്ട്. സ്വകാര്യ വെളിപാടിന് ചില പ്രധാനപ്പെട്ട ബുദ്ധിമുട്ടുകളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്വകാര്യ വെളിപാട് ഒരിക്കലും പൂർണ്ണമായ ദൈവിക വെളിപാടുകളായിട്ടല്ല ലഭിക്കുന്നത് എന്നാണ്. സ്വകാര്യ വെളിപാടുകൾ ഒരിക്കലും പൂർണ്ണമായ ദൈവിക വെളിപാടുകളായിട്ടല്ല ലഭിക്കുന്നത് എന്നാണ്. അതിപ്പോൾ ആർക്ക് ലഭിച്ചാലും, അത് ഫൗസ്റ്റീനയ്ക്കാവട്ടെ, 3 കുഞ്ഞുങ്ങൾ അല്ലെ, പല സ്ഥലത്തും കുഞ്ഞുങ്ങൾക്കാണ് മാതാവിന്റെ പ്രത്യക്ഷീകരണമൊക്കെ സംഭവിച്ചിട്ടുള്ളത്. ഇവൻ കുറവലിങ്ങാട് ആണല്ലോ ആദ്യത്തെ മാതാവിന്റെ പ്രത്യക്ഷീകരണത്തിന്റെ ഇടം. അപ്പരിഷൻ എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. അത് ആദ്യത്തേത് കേരളത്തിലാണ്, കുറവലിങ്ങാടാണ് ഏറ്റവും ആദ്യത്തേത്. അതിനുശേഷമാണല്ലോ പിന്നീട് ഈ ഫാത്തിമയിലും ലൂർദിലും മജഗോറയിലും വാൽസിംഗ്ഹാമിലും ഒക്കെ ഒത്തിരി സ്ഥലങ്ങളിലൂടെ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത്. അപ്പൊ കുറവലിങ്ങാട് നമ്മുടെ നാട്ടിലെ ആ പ്രത്യക്ഷീകരണം തന്നെയും ഫാത്തിമയിലെയൊക്കെ പോലെയാണ്. ആട് മേയിച്ചുകൊണ്ടിരുന്ന കുഞ്ഞുങ്ങൾക്കാണ് പ്രത്യക്ഷപ്പെടുകയൊക്കെ ചെയ്യുന്നത്. എനിവേ, ഈ പ്രത്യക്ഷീകരണങ്ങൾക്കൊക്കെ ഉള്ള ഒരു പ്രോബ്ലം എന്താണ്, അതിന്റെ ഒരു പ്രതിസന്ധി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് സ്വീകരിക്കുന്നവർ നേരിട്ട് ദൈവത്തെ സ്വീകരിക്കുകയല്ല ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ ദൈവം സംസാരിക്കുന്ന കാര്യങ്ങൾ സ്വീകരിക്കുകയല്ല ചെയ്യുന്നത്. ഇനി അവർ കൊടുക്കുമ്പോഴും അത് നേരിട്ട് കൊടുക്കുകയല്ല ചെയ്യുന്നു. എന്താ സംഭവിക്കുന്നതെന്ന് പറയാം. ആദ്യം സ്വീകരിക്കുന്ന കാര്യം പറയാം. സ്വീകരിക്കുമ്പോൾ എന്താണ് ഉണ്ടാകുന്നത്? അവര് ദൈവം വിശുദ്ധരിലൂടെയോ അല്ലെ മാതാവിന്റെ പ്രത്യക്ഷീകരണത്തിലൂടെയോ പറയുന്നത് കേൾക്കുന്നു. അതങ്ങനെ തന്നെയാണ്, പറയുന്നുണ്ട്, അത് കേൾക്കുന്നുമുണ്ട്. ഇനി രണ്ടാമത് അതിന്റെ കൂടുതൽ വേറെ സൂത്രം കൂടെ കലരും. എന്താണെന്നറിയാമോ? സ്വാഭാവികമായും ദൈവം സംസാരിക്കുമ്പോൾ അവനോട് അതിന് വിരുദ്ധമായിട്ടോ വിപരീതമായിട്ടോ ഒക്കെ സാത്താന് ഉച്ചത്തിൽ സംസാരിക്കാനുള്ള സാധ്യതയുണ്ട്. എന്ന് പറഞ്ഞാൽ ദൈവം മനുഷ്യനോട് സംസാരിക്കുന്നിടത്ത് പിശാച് അതിനേക്കാൾ ഉറക്കെ എന്നതുപോലെ പല വിധത്തിൽ സംസാരിക്കാനുള്ള
സാധ്യതയുണ്ട്. രണ്ടാമത്തേത്. മൂന്നാമത്തേത്, അവൻ തന്നെ സംസാരിക്കാൻ സാധ്യതയുണ്ട്. എന്ന് വെച്ചാൽ ഇപ്പൊ ഉദാഹരണത്തിന് ഞാൻ നിങ്ങളോട് ചോദിക്കാം, പണ്ട് പറഞ്ഞിട്ടുള്ള ഉദാഹരണം തന്നെയാണ്. ഇപ്പൊ ഞാനൊരു വാക്ക് പറഞ്ഞു, ബെത്ലഹേം എന്ന് പറയുന്നു. ബെത്ലഹേം, നിങ്ങളുടെ ഒക്കെ ഓരോരുത്തരുടെ മനസ്സിൽ കൂടെ പോയത് എന്തായിരിക്കും എന്ന് ആലോചിച്ച് നോക്കിയാൽ, ചിലര് പെട്ടെന്ന് ഓർത്തത് ഈശോ ജനിച്ച സ്ഥലത്തെ ആ നക്ഷത്രവും ഒക്കെ ഓർത്ത ആൾക്കാരിനകത്തിരിക്കട്ടെ അല്ലേ. ചിലര് പെട്ടെന്ന് തണുപ്പൊക്കെ ഓർത്താണ്, ഹായ് ഇങ്ങനെ തണുപ്പ്. ചില പുൽക്കൂടായിരിക്കും ഓർത്തിട്ടുണ്ടാകും. ഇത് ഓരോരുത്തരും ഓരോന്നാണ് ഓർത്തത്. ഞാൻ ബെത്ലഹേം എന്നേ പറഞ്ഞുള്ളൂ. നോക്കുക, ദൈവിക വെളിപാട് സ്വീകരിക്കുന്നതിനനുസരിച്ച് ഒപ്പം തൻ്റെ പാസ്റ്റ് എക്സ്പീരിയൻസസ്, തൻ്റെ മുൻ അനുഭവങ്ങളും തൻ്റെ ഓർമ്മയും തൻ്റെ മനസ്സും കൂടി അതിലേക്ക് കലരും. അതും കൂടെ അങ്ങ് സംസാരിക്കും. അപ്പോൾ തിന്മയിൽ നിന്നുള്ളത് കലർന്നു വരാം, ദൈവം സംസാരിക്കുന്നതോടൊപ്പം തന്നെ തിന്മയിൽ നിന്നുള്ളത് കലർന്നു വരാം, തൻ്റെ ഉള്ളിൽ നിന്നുള്ളത് കലർന്നു വരാം. ഇത് മൂന്നൂടെ കൂടി കലർന്നതാണ് ഇയാൾ സ്വീകരിക്കുന്നത്. ഇത് മൂന്നൂടെ കലർന്നതാണ് ഇയാൾ സ്വീകരിക്കുന്നത്. അതുകൊണ്ട് ഈ വെളിപാട് സ്വീകരിക്കുന്ന ആരും സ്വീകരിക്കുന്നത് ഈ മൂന്ന് മേഖലകളിൽ നിന്നുള്ള, മൂന്ന് സോഴ്സുകളിൽ നിന്നുള്ളത് ഒരുമിച്ചാണ് ഇടകലർന്ന് സ്വീകരിക്കുന്നത്. ഇനി അടുത്ത പ്രതിസന്ധി എന്താണെന്നറിയാമോ? ഈ ആളിത് മറ്റുള്ളവരോട് പറയുമ്പം അതിൻ്റെ ഒരു വ്യാഖ്യാനമാണ് പറയുന്നത്. അതിന് ആ വ്യക്തി കൊടുത്ത ഒരു ഇന്റർപ്രിട്ടേഷനാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അല്ലാതെ നമ്മൾ ഈ കാണുന്ന പോലെ ഒരു ഫോട്ടോ എടുത്തിട്ട് ഫോട്ടോ കാണിച്ചു തരുന്ന പോലെ അല്ലത്. ഒരാൾക്കുണ്ടാകുന്ന ദർശനം, അത് കാഴ്ചയുണ്ട്, കേൾവിയുണ്ട്, കുറെ കാര്യങ്ങൾ അതിനെക്കുറിച്ച് നമുക്ക് പറയാം. അവ ഇങ്ങനെ ആള് സ്വീകരിക്കുമ്പോൾ പല സോഴ്സുകളിൽ ഇതിനകത്തോട്ട് വരുന്നു. എന്നിട്ട് ആ അയാൾ എന്ത് മനസ്സിലാക്കിയെന്ന് ലോകത്തോട് പറയുന്നു. ആ ആളെന്ത് മനസ്സിലാക്കി എന്നാണ് പറയുന്നത്. അല്ലാണ്ട് ഒരു ഫോട്ടോ എടുത്തിട്ട് ആളുടെ പങ്കാളിത്തമില്ലാതെ ആ ഫോട്ടോ ഇങ്ങനെ പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ കാണിച്ചു തരുമല്ല ചെയ്യുന്നു. അപ്പോൾ ഇതൊക്കെ ഒരു വലിയ പ്രതിസന്ധിയാണ്. അപ്പൊ അതിനകത്തു നിന്നുള്ള സത്യത്തിന്റെ അംശം എവിടെ നിന്ന് കളക്ട് ചെയ്യാൻ പറ്റും? ഇതിലെ ഒരു പ്രോബ്ലം അല്ലേ. അതെങ്ങനെ കളക്ട് ചെയ്യാൻ പറ്റും? അത് കളക്ട് ചെയ്യാനുള്ള അരിപ്പയാണ് തിരുസഭയുടെ പരസ്യ വെളിപാട്. പരസ്യ വെളിപാട് എന്ന് പറയുന്ന ആ അരിപ്പയിലൂടെ ഇത് കടത്തിവിടുമ്പോൾ ചില ഭാഗങ്ങൾ കടന്നു പോകാതെ അങ്ങനെ കഴിക്കും. അത് സ്വീകരിക്കാവുന്നതല്ല. ഇപ്പൊ ഉദാഹരണത്തിന് നിങ്ങൾ ഇങ്ങനെ രാത്രിയിൽ കടന്നുറങ്ങുകയാണ്. അപ്പൊ പെട്ടെന്ന് മാതാവ് പ്രത്യക്ഷപ്പെട്ടിട്ട് നമ്മളോട് ഇങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞു. നമ്മൾ ശരിക്കും കണ്ടു. മാതാവ് പ്രത്യക്ഷപ്പെട്ടിട്ട് പറയാണ്, എന്താ പറയുക, എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകണം, വൈദികർക്ക് വേണ്ടിയൊക്കെ കൂടുതൽ പ്രാർത്ഥിക്കണം, വിശുദ്ധമായ ജീവിതം നയിക്കണം, അങ്ങനെ കുറെ കാര്യങ്ങൾ, ജപമാലയൊക്കെ ചെല്ലണം എന്ന് പറഞ്ഞു. എന്നിട്ട് പിന്നെ മാതാവിന്റെ കൂട്ടിച്ചേർത്തു, ജപമാല ചെല്ലുന്നതാണ് ഏറ്റവും രക്ഷാകരമായിട്ടുള്ള ഒരു കാര്യം. അതുകൊണ്ട് നീ കഴിയുന്നിടത്തോളം ഇപ്പൊ കുർബാനയ്ക്ക് പോകാൻ പറ്റിയില്ലെങ്കിലും അത് ഒരു കുറച്ച് കൂടുതൽ ജപമാല ചൊല്ലി വീട്ടിലിരുന്നോ ഒക്കെ ആയിട്ട് ജപമാല കൂട്ടായ്മകൾ ഉണ്ടാക്കുന്നതാണ് ഇടവക ദേവാലയത്തിൽ പോയിട്ട് കുർബാന കൂടുന്നതിനേക്കാളും കുറച്ചുകൂടെ എനിക്ക് പ്രീതികരം എന്ന് മാതാവ് പറഞ്ഞു എന്ന് വിചാരിക്കുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? സിമ്പിളായിട്ട് ഈ പരസ്യ വെളിപാടിനകത്തൂടെ അരിക്കാം. അപ്പൊ സ്വാഭാവികമായി എന്ത് സംഭവിക്കും? പരസ്യ വെളിപാടിൽ വിശുദ്ധ കുർബാനയ്ക്കുള്ള പ്രാധാന്യത്തെ ഇടിച്ചു താഴ്ത്തുന്നതോ അതിനെ അവഗണിക്കുന്നതോ ആയ ഒന്നും ഈ അരിപ്പയിലൂടെ കടന്നു പോവില്ലല്ലോ. അപ്പൊ അതവിടെ തങ്ങിക്കും. എന്ന് വെച്ചാൽ അർത്ഥം എന്താണ്? പരസ്യ വെളിപാടിന് യോജിക്കാത്തതൊന്നും അല്ലെങ്കിൽ അതിനകത്തൂടെ ഉള്ളതല്ലാത്തതൊന്നും സ്വകാര്യ വെളിപാടിൽ സംഭവിക്കുകയില്ല. കാരണം എല്ലാം ദൈവം വെളിപ്പെടുത്തി കഴിഞ്ഞതാണ്. കഴിഞ്ഞവയ്ക്ക് പുറമേ നിന്ന് പുതുതായിട്ടൊന്നും ഇനി വരാനില്ല, അതിന് വിരുദ്ധമായിട്ടുള്ളതും ഒന്നും വരാനില്ല. അപ്പോൾ എനിക്കുണ്ടാകുന്ന സ്വകാര്യ വെളിപാടുകളുടെ വാസ്തവികതയെ ഞാൻ പരിശോധിക്കേണ്ടത് ഈ രണ്ട് കാര്യങ്ങൾ വെച്ചാണ്. ഒന്ന്, പൊതുവെളിപാടിന് വിരുദ്ധമായിട്ടുള്ളത് എന്തെങ്കിലും ഉണ്ടോ? രണ്ട്, പൊതുവെളിപാടിന് പുറത്തുള്ളത് എന്തെങ്കിലും ഉണ്ടോ? പൊതുവെളിപാടിന് പുറത്തുള്ളത് എന്തെങ്കിലും ഉണ്ടോ? ചിലപ്പോൾ നന്മയായിട്ടുള്ളത് പോലും ആയിക്കോട്ടെ. പുറത്തുള്ളത് എന്തെങ്കിലും ഉണ്ടോ? അതിന് വിരുദ്ധമായിട്ടുള്ളത് എന്തെങ്കിലും ഉണ്ടോ? ഇത് രണ്ടും സ്വീകാര്യമല്ല. എന്നാൽ പൊതുവെളിപാടിനോട് ചേർന്ന് പോകുന്നതും അതിനെ കൂടുതൽ വ്യക്തമാക്കുന്നതുമായതൊക്കെ ശരിയായ പല സ്വകാര്യ വെളിപാടാണ് എന്ന് നമുക്ക് അംഗീകരിക്കാവുന്നതേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ അവ ശരിക്കും ഉള്ളതാണ്, അത് ദൈവം വെളിപ്പെടുത്തിയത് തന്നെയാട്ടോ എന്ന് നമുക്ക് അംഗീകരിക്കാൻ പറ്റും, നമുക്ക് ബോധ്യപ്പെടാൻ പറ്റും. ഇനി എങ്ങനെയാണത് ബോധ്യപ്പെടേണ്ടത്? അത് ബോധ്യപ്പെടേണ്ടത് തിരുസഭ നടത്തുന്ന അരിക്കലിലൂടെയാണ്. അല്ലാണ്ട് നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഊഹം വെച്ചിട്ടല്ല. നമുക്ക് പോലും അത് കുറച്ച് സാധിക്കും. കാരണം നമുക്ക് പറയണ്ടായാൽ അത് മാതാവ് പറഞ്ഞൊന്നുമല്ല, മാതാവ് അങ്ങനെ പറയില്ലല്ലോ എന്ന് നമുക്ക് കരുതാൻ പറ്റും. നമുക്ക് പോലും ചെറിയ ധാരണയുണ്ടാവും, അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിക്ക്, വിശ്വാസ സമൂഹത്തിന്റെ പൊതുധാരണയുണ്ടാവും. പക്ഷെ അതിനെ ആധികാരികമായി പഠിപ്പിക്കേണ്ടത് തിരുസഭയാണ്. തിരുസഭ അതിനെ വളരെ ഡീറ്റെയിൽ ആയിട്ട് പരിശോധിച്ചിട്ട് ആവശ്യമെങ്കിൽ, പലപ്പോഴും ഇതിന്റെ ആവശ്യം പോലും ഇല്ല. കാരണം സ്വകാര്യ വെളിപാടുകൾ എപ്പോഴും സ്വകാര്യ വ്യക്തികൾക്കുള്ളതാണ്. പൊതുവായിട്ടുള്ളതാണെങ്കിൽ ദൈവം മറ്റൊരു വിധത്തിൽ അത് ചെയ്തേനെ.
അത് ഒരു വ്യക്തിക്കുള്ളതോ ഒരു കുഞ്ഞു ഗ്രൂപ്പിനുള്ളതോ ആണ്. അപ്പൊ അതുകൊണ്ട് സ്വകാര്യ വെളിപാടുകൾ വിശ്വസിക്കാൻ നമുക്ക് കടമയുണ്ടോ? ഉദാഹരണത്തിന് അംഗീകരിക്കപ്പെട്ടുള്ളതായിക്കോട്ടെ, ഫാത്തിമയിലെ, ലൂർദിലെ, വേളാങ്കണ്ണിയിലെ, നമ്മളത് വിശ്വസിക്കാൻ ബാധ്യസ്ഥരാണോ? സത്യത്തിൽ സ്വകാര്യ വെളിപാടുകൾ വിശ്വസിക്കാൻ നമുക്ക് കടപ്പാടില്ല, നമുക്ക് ബാധ്യതയില്ല. സ്വകാര്യ വെളിപാടുകൾ ഒരാൾ ഞാൻ വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളൂ. വിശ്വസിക്കണമെന്ന് തിരുസഭ നിർബന്ധത്താൽ ആവശ്യപ്പെടുന്നില്ല. അഥവാ വിശ്വാസ രഹസ്യങ്ങളുടെ ഒരു ഭാഗമായിട്ട് സ്വകാര്യ വെളിപാടുകളെ കണക്കാക്കുന്നേയില്ല. എന്ന് പറഞ്ഞാൽ സ്വകാര്യ വെളിപാടുകൾ വിശ്വസിക്കാത്തതിന്റെ പേരിൽ ഒരാൾ ശിക്ഷയ്ക്ക് വിധേയനാവുകയില്ല. അയാൾക്ക് ലഭിച്ചിരിക്കുന്ന വെളിപാട് അസാധു, അല്ലെങ്കിൽ അയാൾക്കുള്ള വിശ്വാസം അസാധു ആവുകയുമില്ല. എന്ന് പറഞ്ഞാൽ സ്വകാര്യ വെളിപാട് വിശ്വാസത്തിന്റെ പ്രധാന വിഷയമല്ല, വിശ്വാസത്തിന്റെ അനിവാര്യ ഭാഗമല്ല, വിശ്വാസത്തിന്റെ അവിഭാജ്യ ഘടകവുമല്ല. അതുകൊണ്ട് അതിനകത്ത് അത് ഇപ്പൊ ലൂർദില് മാതാവ് പ്രത്യക്ഷപ്പെട്ടുവെന്ന് വിശ്വസിക്കാനോ അല്ലെങ്കിൽ അവിടെ പ്രഖ്യാപിച്ചിട്ടുള്ള കാര്യങ്ങൾ വിശ്വസിക്കാനോ എനിക്കോ നിങ്ങൾക്കോ കടമയൊന്നുമില്ല. എന്ന് പറയുമ്പോൾ നമുക്ക് മറ്റൊരു ആശങ്കയുണ്ടാകും. എങ്ങനെയാണ്? ഇനിയാണ് അവിടെ എന്താണ് പറയുന്നത് എന്നുള്ള വിഷയം വരുന്നത്. എല്ലാ സ്വകാര്യ വെളിപാടുകളും എന്തായിരിക്കും പറയുക? പരസ്യ വെളിപാടിനെ ഒന്നുകിൽ അസർട്ട് ചെയ്യും, എന്ന് പറഞ്ഞാൽ സ്ഥിരീകരിക്കും, അല്ലെങ്കിലോ അതിലെ പൊതു വെളിപാടിലെ ചില പ്രത്യേക കാര്യങ്ങൾ, കാലിക പ്രാധാന്യമുള്ള കാര്യങ്ങൾ എടുത്തു പറയും. ഒന്നുകിൽ ചില കാര്യങ്ങൾ ഊന്നിപ്പറയും, ചില കാര്യങ്ങളെ എടുത്തു പറയും, ഓർമ്മിപ്പിക്കുകയോ ഊന്നിപ്പറയുകയോ മാത്രമാണ് സ്വകാര്യ വെളിപാടുകൾ ചെയ്യുന്നത്, പുതുതായിട്ടൊന്നുമല്ല. എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഫാത്തിമയിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ട വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നോ വിശുദ്ധ കുർബാനയിൽ കൃത്യമായി പങ്കെടുക്കണമെന്നോ ഒക്കെ അങ്ങനെയുള്ള പ്രായോഗിക നിർദ്ദേശങ്ങളാണെന്ന് കരുതുക. അവയൊക്കെ സത്യത്തിൽ എന്താണ്? അല്ലെങ്കിൽ യുഗാന്ത്യത്തിന് വേണ്ടി ഒരുങ്ങണം എന്ന കാര്യമാണെന്ന് വിചാരിച്ചു. പെട്ടെന്ന് അയ്യോ മാതാവ് വന്ന് പറഞ്ഞു യുഗാന്ത്യത്തിന് വേണ്ടി ഒരുങ്ങണം, അതുകൊണ്ട് ഇപ്പൊ തന്നെ ലോകം അവസാനിക്കുമെന്ന് വിചാരിക്കണ്ട. യുഗാന്ത്യത്തിന് വേണ്ടി ഒരുങ്ങണമെന്നുള്ളതാണ് സുവിശേഷങ്ങളുടെ പ്രധാന കണ്ടന്റ്. സുവിശേഷങ്ങൾ സദാ ജാഗരൂകരായിരിക്കുവിൻ എന്ന് പറയുന്ന സുവിശേഷത്തിലെ സന്ദേശം തന്നെയാണ് മാതാവ് വീണ്ടും ആവർത്തിക്കുന്നത്. അതുകൊണ്ട് സുവിശേഷ സന്ദേശങ്ങൾ തന്നെയാണ് തിരുസഭയിൽ നൽകപ്പെടുകയും നിലനിൽക്കുകയും ചെയ്യുന്ന രഹസ്യങ്ങൾ തന്നെയാണ് ആവർത്തിക്കുന്നത് എന്നതാണ് അതിന്റെ കാര്യം. അപ്പൊ അങ്ങനെയാണെങ്കിൽ സുവിശേഷത്തിലെ സന്ദേശങ്ങൾ തന്നെയാണ് മാതാവ് പറയുന്നത്, തള്ളിക്കളയേണ്ട കാര്യമില്ല. കാരണം അവ ഓൾറെഡി നൽകപ്പെട്ടിരിക്കും. മാതാവ് വന്ന് രണ്ടാമത് പറഞ്ഞത് കൊണ്ടല്ല ഞാൻ വിശ്വസിക്കുന്നത്, അത് ഓൾറെഡി വിശ്വസിക്കാൻ നൽകപ്പെട്ടിരിക്കുന്നത് കൊണ്ട് തന്നെയാണ് വിശ്വസിക്കുന്നത്. മാതാവ് അത് പറഞ്ഞതുകൊണ്ട് അയ്യോ ഞാൻ ഇച്ചിരൂടെ ശ്രദ്ധിക്കണമല്ലോ എന്ന് എനിക്കൊരു ആത്മപ്രേരണ ഉണ്ടാവുക മാത്രം ചെയ്യും, എനിക്ക് കുറച്ചുകൂടി ഒരു തീക്ഷ്ണത ഉണ്ടാവുക മാത്രം ചെയ്യുന്നു. അതാണ് സ്വകാര്യ വെളിപാടുകളുടെ ഉദ്ദേശം. എന്ന് പറഞ്ഞാൽ അലസമായിട്ടിരിക്കുന്ന ചില ആളുകൾക്കോ അല്ലെങ്കിൽ ദൈവം ചില കാര്യത്തിന് വേണ്ടി പ്രചോദിപ്പിക്കുന്ന ആളുകൾക്കോ കൂടുതൽ പ്രചോദനത്തിന് വേണ്ടിയോ കൂടുതൽ ശ്രദ്ധയ്ക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ആത്മീയ നിസ്സംഗത ഒഴിവാക്കാൻ വേണ്ടിയോ ഒക്കെ മാത്രമാണ് സ്വകാര്യ വെളിപാടുകൾ നൽകപ്പെടുന്നത്. അതായത് അല്ലാതെ പൊതു വെളിപാടിൽ മിശിഹായിൽ പൂർത്തിയായ വെളിപാടിനോട് ഇച്ചിരി കൂടെ കുറെ കാലം കഴിഞ്ഞില്ലേ, ഇനി പുതിയ കാര്യങ്ങൾ കൂട്ടിച്ചേർത്തോണ്ടിരിക്കാം എന്ന് വിചാരിച്ച് മാതാവ് വന്ന് പുതിയ കുറച്ച് കാര്യങ്ങൾ നമുക്ക് വെളിപ്പെടുത്തുന്നതല്ല, ഒരിക്കലും അങ്ങനെയല്ല. അതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ അതിന് എന്തുകൊണ്ടാണ് അങ്ങനെ? ഇത് പ്രധാനമായും ഒന്നാമത് നമ്മൾ ഓർക്കണം, അത് അരിച്ചെടുക്കേണ്ടതാണ്, അതിനെ സൂക്ഷ്മതയോടുകൂടി അരിച്ചെടുക്കേണ്ടതാണ്. ആ അരിച്ചെടുക്കൽ നടത്തേണ്ടത് തിരുസഭയുടെ മജിസ്തേരിയമാണ്, തിരുസഭയുടെ പ്രബോധനാധികാരമാണ്. തിരുസഭയുടെ പ്രബോധനാധികാരത്തിന് നൽകപ്പെട്ടിരിക്കുന്ന നിക്ഷേപം, വിശ്വാസത്തിന്റെ നിക്ഷേപത്തിലൂടെ അല്ലെങ്കിൽ അതിന്റെ അരിപ്പയിലൂടെയാണ് പിന്നീട് ഉണ്ടാകാവുന്ന സ്വകാര്യ വെളിപാടുകളെയൊക്കെ അരിച്ചു നോക്കിയിട്ട് ഇതുവരെ അംഗീകരിക്കാം, ഇന്ന ഭാഗങ്ങൾ അംഗീകരിക്കാം എന്നൊക്കെ പറയുന്നു. അതാണ് ഇതിനകത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇനി ചിലതെല്ലാം സഭ അംഗീകരിച്ചിട്ടുണ്ട്. ക്രിസ്തുവിന്റെ വെളിപാടിനെ പൂർണ്ണമാക്കുന്ന എന്തെങ്കിലും അവയ്ക്കുണ്ട് എന്ന അർത്ഥത്തിലല്ല അത്. തിരുസഭ ചില വെളിപാടുകളെ അംഗീകരിച്ചിട്ടുണ്ട്. ഇപ്പൊ ഫാത്തിമയിൽ ലൂർദിലെയൊക്കെ അംഗീകരിച്ചിട്ടുണ്ട്. എന്താണ് ഇതിന്റെ അർത്ഥം? അത് വെളിപാടിനെ പൂർത്തിയാക്കുന്ന എന്തെങ്കിലും അതിനകത്തുണ്ട് എന്നതിനർത്ഥമില്ല എന്ന് ആസന്നിഗ്ധമായിട്ട് പഠിപ്പിക്കുകയാണ്. എന്നിട്ടോ ചരിത്രത്തിൽ ഒരു പ്രത്യേക ദശാസന്ധിയിൽ അതെങ്ങനെ സജീവമായി ജീവിക്കാമെന്ന് പഠിപ്പിക്കുന്നത് കൊണ്ട് മാത്രമാണ് തിരുസഭ അതിനെ അംഗീകരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഈ കാലഘട്ടത്തിൽ ഒരു പ്രത്യേക വിഷയം എങ്ങനെ കുറച്ചുകൂടെ സജീവമായി ജീവിക്കാമെന്ന് ആ സ്വകാര്യ വെളിപാട് ചിലപ്പോൾ നമ്മെ പഠിപ്പിച്ചേക്കാം. അതുകൊണ്ട് മാത്രമാണ് സ്വകാര്യ വെളിപാടിനെ തിരുസഭ അംഗീകരിക്കുക മാത്രം ചെയ്യുന്നു, വിശ്വസിക്കാൻ ആവശ്യപ്പെടുകയല്ല, അംഗീകരിക്കുക മാത്രമായി ചെയ്യുന്നു. ഇനി 3 പോയിന്റുകൾ എടുത്തു പറയുകയാണ്. ഒന്നാമത്തേത്,
സ്വകാര്യ വെളിപാടുകളുടെ അധികാരം പൊതുവായ വെളിപാടിൽ നിന്ന് അടിസ്ഥാനപരമായി ഭിന്നമാണ്. പൊതു വെളിപാട് നാം വിശ്വസിക്കാനുള്ളതാണ്. പൊതു വെളിപാട് നാം വിശ്വസിക്കാനുള്ളതാണ്. മറ്റേതാണെങ്കിലോ അത് അങ്ങനെ ഒരു പർപ്പസ് ഇല്ല. സ്വകാര്യ വെളിപാട് നമ്മുടെ വിശ്വാസത്തിന്റെ വിഷയമല്ല, വിശ്വസിക്കാൻ വേണ്ടിയുള്ളതല്ല. ഞാനിത് പറയുന്ന ഓർക്കണം. പലപ്പോഴും നിങ്ങളെ ഫാത്തിമ രഹസ്യത്തിൽ ഇങ്ങനെ പറഞ്ഞു, മാതാവ് അങ്ങനെ പറഞ്ഞു, നിങ്ങളത് വിശ്വസിക്കണം എന്നൊക്കെ പറഞ്ഞ ആളുകൾ നമ്മുടെ പുറകെ വട്ടം കൂടാൻ സാധ്യതയുണ്ട്. അതിനുവേണ്ടി ജീവിക്കും. അത് വിശ്വസിക്കാനായിട്ട് വന്നേക്കുന്നതല്ല. അത് നമ്മൾ ഇന്ന് അറിയാനോ കാലത്തിനനുസരിച്ച് കാലത്തിന് പ്രത്യേക ദിശാസന്ധിയിൽ അത് കുറച്ചുകൂടെ നന്നായി ജീവിക്കാൻ നമ്മളെ സഹായിക്കുന്ന മാത്രമാണ്. ചിലർ കത്തോലിക്ക സഭയും കൂടെ ഉപേക്ഷിച്ചിട്ട്, പരസ്യ വെളിപാടിന്റെ ഉറവിടമാകുന്ന തിരുസഭയെ ഉപേക്ഷിച്ചിട്ട് ആ വെളിപാടിന്റെ പുറകെ പോകുന്ന ആൾക്കാരുണ്ട്. അങ്ങനത്തെ സെക്റ്റുകൾ നമുക്ക് പരിചയമില്ലേ? കത്തോലിക്ക സഭയ്ക്കെതിരെ നിൽക്കും, എന്നിട്ടോ വെളിപാടിന് വേണ്ടി ജീവിക്കും. വെളിപാടാണ് അവരുടെ പ്രസംഗങ്ങളിലെ മുഴുവൻ വിഷയം. എല്ലാ പ്രഘോഷണ വേദികളിലും ഈ വെളിപാടിലെ മാന്ത്രികതയൊക്കെ അവതരിപ്പിച്ച് മനുഷ്യരെ ഭയപ്പെടുത്തി, ഉയ്യോ കണ്ടോ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ആ രഹസ്യമാണത്, ഫാത്തിമ രഹസ്യം താ ചുരുളഴിയുന്നു, അത്ഭുതം ഓടി വരൂ എന്നൊക്കെ പറഞ്ഞിട്ട് ആളുകളെ കൂട്ടി അവരെ കൊണ്ട് ഉപജീവനം കഴിക്കുന്ന സംഘങ്ങളുണ്ട് നമ്മുടെ നാട്ടിൽ. അവരെ കുറിച്ച് ജാഗ്രത ഉണ്ടാകണമെന്നാണ് തിരുസഭ നമ്മെ പഠിപ്പിക്കുന്നത്. അവരെക്കുറിച്ച് ജാഗ്രത ഉണ്ടാകും. കാരണം അത് വിശ്വാസ വിഷയമൊന്നുമല്ല, ദൈവിക വെളിപാടിന്റെ ഭാഗവുമല്ല. അത് അവയെ പൂർത്തീകരിക്കാൻ ഇരിക്കുന്നതുമല്ല സ്വകാര്യ വെളിപാട്. അത് ആർക്കുണ്ടായ വെളിപാടാണെങ്കിൽ പോലും അത്രേ അതിനെ വിലമതിക്കേണ്ട കാര്യമുള്ളൂ എന്നതാണ്. ഇനി രണ്ടാമത്തെ പോയിന്റ് എന്താണ്? ഒന്നാമത്തെ അത് വിശ്വാസ വിഷയമാണ്. ഇനി സ്വകാര്യ വെളിപാട് എന്താണ്? അത് വിശ്വാസത്തിനൊരു സഹായിയാണ്. നമ്മൾ വിശ്വസിക്കാൻ ഹെൽപ്പ് ചെയ്തേക്കാം എന്ന് മാത്രം. വിശ്വസിക്കാൻ ഒരു ഹെൽപ്പ് മാത്രം. സത്യത്തിൽ ഈ സെക്റ്റുകളൊക്കെ ചെയ്യുന്നത് എന്താ നോക്കിയേ, ദൈവത്തിൽ നിന്നുള്ള വെളിപാടിനെ മാറ്റി നിർത്തും. ആ വെളിപാട് ജീവിക്കുന്ന സഭയെ മാറ്റി നിർത്തും. എന്നിട്ട് അതിനെ സഹായിക്കാൻ ഉള്ള കാര്യത്തെ എടുത്തുകൊണ്ട് നടക്കും. സത്യത്തിൽ ഇതിനെ സ്വീകരിക്കുന്നതിൽ എന്താണത് പ്രയോജനപ്പെടേണ്ടത്? ഈ സഭയിൽ നൽകപ്പെട്ടിരിക്കുന്ന പൊതു വെളിപാടിനെ ജീവിക്കാനുള്ള സഹായമല്ലേ അത്. അപ്പൊ അത് സഹായിക്കുക എന്നുള്ളതല്ലേ. തന്റെ ഫാത്തിമ രഹസ്യം ആകാംക്ഷയോടെ വായിക്കുന്നവരാണ്. അയാളെ എന്താണ് ആ രഹസ്യം സഹായിക്കേണ്ടത്? തിരുസഭാ ജീവിതം, വിശുദ്ധ ഗ്രന്ഥത്തിന് അനുയോജ്യമായ സുവിശേഷാത്മക സഭാജീവിതം, അത് ഉചിതമായി നയിക്കാനാണ്, സഭാജീവിതം നയിക്കാനാണ് അയാളെ പ്രേരിപ്പിക്കേണ്ടത്. അല്ലാതെ സഭയിട്ടിട്ട് പോകാനല്ല. സഭയിൽ അപ്പടി കുഴപ്പമാണെന്ന് ഇപ്പൊ മാതാവ് പറഞ്ഞപ്പോഴാണ് മനസ്സിലായത്. അതുകൊണ്ട് ഞങ്ങൾ ആ കൂട്ടത്തിൽ പോകുക എന്ന് പറയുന്നത് എങ്ങനെയുണ്ടാവും? സഭയുടെ രാജ്ഞിയായ മറിയം എന്തെങ്കിലും വെളിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതെപ്പോഴും, ഓൾവേസ് ആൻഡ് എവരിവെയർ, അതെപ്പോഴും സഭാത്മക ജീവിതത്തിന് വേണ്ടിയുള്ളതായിരിക്കും. അപ്പൊ സഭാത്മക ജീവിതത്തിൽ നമ്മെ പിടിച്ചുകൊണ്ട് പോവുകയും വെളിപാടുകളെ കൊണ്ട് നമ്മളെ ഭയപ്പെടുത്തുകയും ചെയ്യുന്നവരെ സൂക്ഷിക്കണം. അവർ ദൈവത്തിൽ നിന്ന് ഉള്ളവരല്ല. തീർച്ചയായിട്ടുമല്ല എന്ന കാര്യം നമ്മൾ ഓർക്കണം. ഇനി ഇങ്ങനെ ബെനഡിക്ട് 14 മാർപ്പാപ്പ ഇങ്ങനെ പഠിപ്പിക്കും, കത്തോലിക്ക വിശ്വാസത്തിന്റെ ആരോഹണം ഇങ്ങനെ അംഗീകരിക്കപ്പെട്ട വെളിപാടുകളിൽ നിന്നുമല്ല, അത് സാധ്യവുമല്ല. ബെനഡിക്ട് 14 മാർപ്പാപ്പയെ പിന്നീട് ബെനഡിക്ട് 16 മാർപ്പാപ്പയായി തീർന്ന ജോസഫ് റാറ്റ്സിംഗർ അതിന് കുറെ വർഷങ്ങൾക്ക് മുൻപ് കോട്ട് ചെയ്യുന്നതാണ് ഇങ്ങനെ, കത്തോലിക്ക വിശ്വാസത്തിന്റെ ആരോഹണം എന്ന് പറഞ്ഞാൽ അതിന്റെ വളർച്ച ഇങ്ങനെ അംഗീകരിക്കപ്പെട്ട വെളിപാടുകളിൽ നിന്നുമല്ല, അംഗീകരിക്കപ്പെട്ടിട്ടുള്ള വെളിപാടുകളിൽ നിന്നല്ല അത്. പിന്നെയോ അത് സാധ്യവുമല്ല, ദാറ്റ് ഇസ് ഇമ്പോസിബിൾ. ഈ പരസ്യ വെളിപാടിന്റെ വളർച്ച സ്വകാര്യ വെളിപാടുകളിലൂടെ നടക്കുമെന്ന് പറയുന്നത് ഇമ്പോസിബിൾ ആണ്. എന്നാൽ ഈ വെളിപാടുകൾ വിവേകത്തിനനുസരിച്ച് ഭക്തിക്ക് ചേർന്നതും വിശ്വാസ്യവുമെന്ന് മാനുഷിക വിശ്വാസത്തിന്റെ ആരോഹണം ആവശ്യപ്പെടും. അത്രയും മാനുഷിക വിശ്വാസത്തിൽ, അതിനല്ല, നമ്മിലുള്ള മാനുഷിക വിശ്വാസത്തിന്റെ ഇമ്പ്രൂവ്മെന്റിന് കുറച്ച് ഹെൽപ്പ് ചെയ്യും. ഇനി സഭയുടെ അംഗീകാരം ഉണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം എന്നാണ്. സഭ അംഗീകരിച്ചു. അപ്പൊ അച്ഛാ, ഈ ഫാത്തിമയിലെ വെളിപാട് സഭ അംഗീകരിച്ചതല്ലേ, അവിടെ പറഞ്ഞ കാര്യമല്ലേ ഇത് എന്ന് ആളുകൾ ചോദിക്കാറില്ലേ? ഇതിന്റെ ഉത്തരമാണ് ഈ പറയാൻ പോകുന്നത്. സഭ അംഗീകരിച്ചു എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? സഭ അംഗീകരിച്ചു എന്ന് പറഞ്ഞാൽ അതിന് 3 കാര്യങ്ങളാണ് അർത്ഥം. ഒന്ന്, വിശ്വാസത്തിനും ധാർമ്മികതയ്ക്കും എതിരായതൊന്നും ഈ സന്ദേശത്തിലില്ല എന്ന് പറഞ്ഞാൽ കത്തോലിക്ക സഭയുടെ നിരന്തരമായ വിശ്വാസത്തിനും ധാർമ്മികതയ്ക്കും വിരുദ്ധമായിട്ടുള്ളതൊന്നും അതിനകത്തില്ല. രണ്ടാമത്തെ കാര്യം എന്താണ്? അത് വെളിപ്പെടുത്തുന്നത് നിയമാനുസൃതമാണ് എന്ന് പറഞ്ഞാൽ ആ വെളിപാട് മറ്റൊരാളോട് പറയുന്നതിന് തെറ്റില്ല, അത് ബ്ലോക്ക് ചെയ്തിട്ടില്ല, അത് ബാൻ ചെയ്തിട്ടില്ല. ഒരു വെളിപാടിന്റെ സന്ദേശം, ഫാത്തിമ രഹസ്യത്തിന്റെ കാര്യം പബ്ലിഷ് ചെയ്യുന്നതിനോ അല്ലെ ഒരാൾക്ക് വായിച്ചു കേൾപ്പിക്കുന്നതിനോ കുറ്റമില്ല എന്നാണ് രണ്ടാമത്തെ അർത്ഥം. മൂന്നാമത്തെ എന്താണ്? വിശ്വാസികൾക്ക് വിവേകത്തോടെ ആവശ്യമെങ്കിൽ അത് സ്വീകരിക്കാനുള്ള അവകാശമുണ്ട്.
എന്ന് മാത്രമാണ്. ഈ 3 കാര്യം. ഒന്ന്, അതിനകത്ത് വിശ്വാസം ധാർമ്മികതയ്ക്ക് എതിരായിട്ടൊന്നുമില്ല. 2, അത് വെളിപ്പെടുത്തുന്നോർത്ത് അത് കിട്ടിയ ആൾക്ക് അത് പുറത്തു പറയുന്നതിന് തടസ്സമില്ല. 3-മത്തേത്, വിശ്വാസികൾക്ക് അത് വിവേകത്തോടെ സ്വീകരിക്കാൻ കുഴപ്പമില്ല. ഈ 3 കാര്യങ്ങളെ സഭ അംഗീകരിച്ചു എന്ന് പറയാൻ അർത്ഥമുള്ളൂ. അല്ലാതെ നമ്മളല്ലാതെ വിശ്വസിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നു എന്നതിനർത്ഥമില്ല. ഇനി അങ്ങനെയാണെങ്കിലോ ഇവ എന്ത് ചെയ്യും? സുവിശേഷത്തെ മനസ്സിലാക്കുന്നതിനും കൂടുതൽ മെച്ചപ്പെട്ട വിധത്തിൽ ജീവിക്കുന്നതിനും അത്തരത്തിലൊരു സന്ദേശം ചിലപ്പോൾ നല്ല സഹായമായിരിക്കാം. അതുകൊണ്ട് അതിനെ അവഗണിക്കേണ്ടതില്ല. ഇത് നമുക്ക് ലഭിക്കുന്ന ഒരു സഹായമാണ്. എന്നാൽ നാം സ്വീകരിച്ചേ മതിയാവൂ എന്ന് ബാധ്യതയുള്ളതല്ല എന്നാണ് പഠിപ്പിക്കുന്നത്. എന്നാൽ നാം അത് സ്വീകരിച്ചേ മതിയാവൂ എന്ന് ബാധ്യതയുള്ളതല്ല, ഒരു ഹെൽപ്പാണ്. അത്ര മാത്രമേ ഉള്ളൂ സ്വകാര്യ വെളിപാടുകളുടെ പ്രാധാന്യം. പലപ്പോഴും പല സ്ഥലത്തും സുവിശേഷത്തിന് തത്തുല്യമായിട്ടോ അല്ലെങ്കിൽ സുവിശേഷ പ്രഘോഷണങ്ങളുടെയൊക്കെ ഒരു എന്താ പറയുക വലിയ ഭാഗം അപഹരിച്ചുകൊണ്ടോ ഈ വെളിപാടുകളെ കുറിച്ച് പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും. അങ്ങനെ സംഭവിച്ചുകൂടാ. സുവിശേഷ പ്രഘോഷകരായിരിക്കുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. എപ്പോഴും അവയെ അല്ല ഉപയോഗിച്ച് സുവിശേഷം പ്രഘോഷിക്കേണ്ടത്. പകരം നമുക്ക് വേണം ഇങ്ങനെയൊക്കെ ചെയ്യാം. ഒരു സുവിശേഷ സന്ദേശമൊക്കെ പറഞ്ഞ് അത് പൂർത്തിയായ സമയത്ത് ഈ കാര്യം ഉണ്ടല്ലോ, മാതാവ് ഇന്ന സ്ഥലത്ത് പ്രത്യക്ഷപ്പെട്ടപ്പോഴും പറഞ്ഞിട്ടുണ്ട്, അതിങ്ങനെയാണ് എന്നൊരു വാക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാം. ദാറ്റ്സ് ഓക്കെ. അല്ലാണ്ട് അതിനെ വെച്ച് പ്രഘോഷണം നടത്തരുത് എന്ന് തന്നെയാണ് തിരുസഭ ആഗ്രഹിക്കുന്നത്. സുവിശേഷമായിരിക്കണം പ്രഘോഷണ വിഷയം. ഇനി ഇതിന്റെ അളവുകോൽ എന്താണ്? ഇതിന്റെ മൂല്യത്തിന്റെ അളവുകോൽ എന്താണ്? സ്വകാര്യ വെളിപാടുകളുടെ സത്യത്തിന്റെയും മൂല്യത്തിന്റെയും വില അറിയാനുള്ള അളവുകോൽ, അതിനകത്ത് എന്തോരം സത്യമുണ്ട്, എന്തോരം വാല്യൂ ഉള്ളതാണെന്ന് അറിയാനുള്ള അളവുകോൽ അവയ്ക്ക് ക്രിസ്തുവിനോടുള്ള ആഭിമുഖ്യമാണ്. അവ എന്തുമാത്രം ക്രിസ്തുവിനോടും അവിടുത്തെ ശരീരമാകുന്ന സഭയോടും അഭിമുഖമായിരിക്കുന്നു. അതാണ് അതിന്റെ അളവുകോൽ. അതിന് വിരുദ്ധമായിട്ടുള്ളത് എന്തും തള്ളിക്കളയപ്പെടേണ്ടതാണ്. അതുകൊണ്ടാണ് ബുക്ക് ഓഫ് ട്രൂത്ത് സഭയ്ക്കെതിരെയാണ്. ഈ എന്താ പറയാ, ഫാത്തിമ രഹസ്യം ചുരുളഴിയുന്നു എന്ന് പറയുന്നുള്ള വ്യാഖ്യാനങ്ങൾ സഭാവിരുദ്ധമാണ്, മിശിഹായ്ക്കെതിരെയാണ്. അതുകൊണ്ടാണ് അവ തള്ളിക്കളയണമെന്ന് തിരുസഭ പഠിപ്പിക്കുന്നത്. അത് നമ്മെ അവിടെ നിന്ന് അകറ്റുമ്പോൾ, അത് ക്രിസ്തുവിൽ നിന്ന് സ്വതന്ത്രമാകുമ്പോൾ, അല്ലെങ്കിൽ സുവിശേഷത്തിൽ നിന്ന് പ്രധാനപ്പെട്ട മറ്റൊന്നോ ഭിന്നമോ ആയ രക്ഷാപദ്ധതി അവതരിപ്പിക്കുമ്പോൾ അത് നിശ്ചയമായും നമ്മെ സുവിശേഷത്തിൽ നിന്ന് അകറ്റാതെ അതിന്റെ ആഴത്തിലേക്ക് നയിക്കുന്ന പരിശുദ്ധാത്മാവിൽ നിന്നുള്ളതല്ല. അത് പരിശുദ്ധാത്മാവിൽ നിന്നുള്ളതായിരിക്കുകയില്ല എന്ന് തിരുസഭ പഠിപ്പിക്കും. ഇങ്ങനെ ഇന്ന് തീരുകയില്ല എന്ന് എനിക്ക് തോന്നുന്നു. കുറെ അധികം കാര്യങ്ങളോടെ ഇനിയും പറയാനുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ ക്ലാസ്സിൽ അത് പറഞ്ഞു തീർക്കാമെന്ന് കരുതിയിരുന്നു. പക്ഷെ അത് തീരില്ല. നമ്മുടെ സമയം പൂർത്തിയായതുകൊണ്ട് അടുത്ത ക്ലാസ്സിൽ നമ്മൾ തുടരുമ്പം അടുത്ത പ്രാവശ്യം നമുക്ക് പറയാനുള്ളത്, നമുക്കപ്പോൾ സഭ അതിനെ എങ്ങനെ പരിഗണിക്കണം, എന്തൊക്കെയാണ് ഈ സന്ദേശത്തിൽ നടക്കാനിരിക്കുന്നത്, ഇങ്ങനെ കുറച്ച് രസകരമായ കാര്യങ്ങൾ പറയാം. എന്ന് പറഞ്ഞാൽ ഒരു ഈ സന്ദേശം സ്വീകരിക്കുന്ന ഒരു വ്യക്തിക്ക് എങ്ങനെയാണ് അത് അനുഭവിക്കാൻ പറ്റുന്നത്? ഒരു വീഡിയോ കാണുന്ന പോലെയാണോ, അതോ അയാൾക്കൊരു തോന്നൽ മാത്രമാണോ, അതോ ശരിക്കും ഒരു ഇന്ദ്രിയ അനുഭവമാണോ എന്ന് തുടങ്ങുന്ന കാര്യങ്ങളെക്കുറിച്ച് തിരുസഭ വളരെ വ്യക്തമായ ഗൈഡ് ലൈൻസും എക്സ്പ്ലനേഷനും തരുന്നുണ്ട്. അതിന്റെ ആന്ത്രപ്പോളജിക്കൽ സൈക്കോളജിക്കൽ ആസ്പെക്ട്സിനെ കുറിച്ചൊക്കെ അതിനെക്കുറിച്ചൊക്കെ ഞാൻ അടുത്ത ക്ലാസ്സിൽ തുടർന്ന് പറയാം. എന്നിട്ട് അതിനെ ബാലൻസ്ഡ് ആയിട്ട് അവതരിപ്പിക്കാം. ഇപ്പൊ അത് ബാലൻസ് ചെയ്തിട്ടില്ല. ഒരു സൈഡിൽ നിന്ന് പറഞ്ഞു വന്നിട്ട് മറുവശം കൂടെ പറഞ്ഞു വരുമ്പോഴാണ് അത് ബാലൻസ് ചെയ്യപ്പെടാതിരിക്കുന്നത്. അതുകൊണ്ട് അടുത്ത ക്ലാസ്സിലാണ് അത് ബാലൻസ്ഡ് ആവുക. സമയം ആയതുകൊണ്ട് ഞാൻ ഈ ക്ലാസ് ഇടയ്ക്ക് വെച്ച് നിർത്തിയിട്ട് ചോദ്യോത്തരങ്ങളിലേക്ക് പ്രവേശിക്കാം. നല്ല ക്ലാസ് ആയിരുന്നു. ആക്ച്വലി ഒത്തിരി കാര്യങ്ങൾ നമുക്ക് എപ്പോഴും പ്രത്യേകിച്ച് യുവജനങ്ങൾക്കൊക്കെ സംശയം വരുന്ന കാര്യങ്ങളാണിത്. പ്രത്യേകിച്ച് എനിക്ക് ഇതിനെപ്പറ്റി പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് നമ്മുടെ കരിസ്മാറ്റിസേഷൻ. ഈ പലരും ഈ പറയുന്നുണ്ട്, പലപ്പോഴും അത് നമുക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു, അങ്ങനെ എനിക്ക് തോന്നി, അങ്ങനെ തോന്നുന്നുണ്ട്. അതിനെ നമുക്ക് ഇതുമായിട്ട് ഇന്റർകണക്ട് ചെയ്യാൻ പറ്റും. ഇടയ്ക്ക് ബ്രേക്ക് ആയി പോയായിരുന്നു, എനിക്ക് തോന്നുന്നതെന്ന് വരെ ഞാൻ കേട്ടുള്ളൂ, അത് കഴിഞ്ഞപ്പോൾ നിന്നുപോയി. അല്ല, അതായത് ഞാൻ പറയാൻ ഇടയ്ക്ക് ഒരു ഇന്റർനെറ്റ് ഇഷ്യൂ വന്നു. അതായത് ഈ ചിലർ ഈ പ്രവചനങ്ങൾ പറയുന്നത് പോലെ ഈ മെസ്സേജസ് കിട്ടി, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, നിനക്ക് ഒരു കുട്ടിയുടെ ഉണ്ടാകണം, അങ്ങനെ എനിക്ക് കിട്ടിയത് നല്ലതാണെന്ന് പറയുന്നു. ഇതൊക്കെ പറയുന്നത് അവരവരുടെ തോന്നൽ കൊണ്ട് പറയുന്നതാണോ, അത് ശരിക്കും അവർക്ക് ദൈവത്തിന്റെ ഒരു പ്രവചനം കിട്ടിയിട്ട് പറയുന്നതാണോ? അതുപോലെ രണ്ടാമത്തെ കാര്യം, ഒരു കാര്യം കൂടിയുണ്ട് ഈ ചോദ്യത്തിന്റെ, ഈ ഭാഷാവരം എന്ന് പറയുന്നതും അതുപോലെ വേറൊരു കാര്യമാണ് ഈ എക്സ്റ്റാറ്റിക് എന്താ പറയുക അട്രൻസസ് എന്ന് പറയില്ല. അതായത് ചില വാക്കുകൾ ഇങ്ങനെ ഈ സ്റ്റാമർ ചെയ്ത് പറയുന്ന പോലെ പറയുന്നത്, അത് ശരിക്കും ഭാഷാപരമാണ്. അത് ശരിക്കും അവരും ദൈവവുമായിട്ടുള്ള സംസാരമാണെങ്കിൽ അവർ പബ്ലിക്കായിട്ട് പറയുന്നത്, പ്രത്യേകിച്ച് ഇപ്പൊ ഈ ഓൺലൈൻ സൂം മീറ്റിംഗ് ഒക്കെ വരുമ്പോൾ പലപ്പോഴും പ്രാർത്ഥിക്കുന്ന പലപ്പോഴും അത് അരോചകമായിട്ട് തോന്നിയിട്ടുണ്ട്. കാരണം
ഒരു 8-10 പേര് ഒന്നിച്ച് സൂമിൽ സംസാരിച്ചാൽ ആകെ ഒരു ഡിസ്റ്റർബൻസ് ആയി പോകും. അപ്പൊ അത് പൗലോസ്ലിഹായുടെ കൊറിന്ത്യൻസിന്റെ ലേഖനത്തിൽ വളരെ ക്ലിയർ ആയിട്ട് എഴുതിയിട്ടുണ്ട്. നിങ്ങളും ദൈവവും തമ്മിലുള്ള സംസാരമാണെങ്കിൽ അത് കഴിയുന്നത്ര പബ്ലിക്കായിട്ട് നിങ്ങൾക്ക് ഇന്റർപ്രറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അത് ഒരു ബെനിഫിറ്റും ഇല്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഈ 2 കാര്യങ്ങളെ പറ്റി അച്ഛനൊന്ന് ക്ലാരിഫൈ ചെയ്യാം. താങ്ക് യു. രണ്ട് കാര്യങ്ങൾ ചോദിച്ചത്, പക്ഷെ അതിനകത്ത് 3 കാര്യങ്ങളുണ്ടായിരുന്നു. ഒന്നാമത് ചോദിച്ചത് പ്രവചനത്തെക്കുറിച്ചാണ്. പ്രവചനം എന്നാണ് പറഞ്ഞതെങ്കിലും അതിന് ദർശനങ്ങളെ കുറിച്ചാണ് ചോദിച്ചത്. അപ്പൊ അതുകൊണ്ട് പ്രവചനം എന്നൊരു വിഷയമുണ്ട്, ദർശനം എന്നൊരു വിഷയമുണ്ട്, രണ്ടാമത്തെ ഭാഷാപരം എന്ന് പറഞ്ഞ വിഷയമുണ്ട്. ഇതിനകത്ത് പ്രവചനത്തെക്കുറിച്ച് അടുത്ത ക്ലാസ്സിൽ പറയാനുള്ളതാണ്. എന്ന് പറഞ്ഞാൽ പ്രവചനങ്ങൾ അവയുടെ മൂല്യം എന്താണ്, അങ്ങനെ ഒരു കാര്യമുണ്ടോ എന്ന് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാനിരിക്കും. കാരണം അതിന്റെ ആ ടെക്സ്റ്റിന്റെ തുടർച്ചയാണ് അത്. ഇനി ഒരു കാര്യം മാത്രം പറയാം. പ്രവചനം എന്ന് പറഞ്ഞാൽ 2 അർത്ഥത്തിലാണ്. ഒന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്, ഒന്ന് ദൈവത്തിന് വേണ്ടി സംസാരിക്കൽ, അതാണ് പ്രവചിക്കൽ. രണ്ടാമത്തെ ഭാവി പറയലിനെയും പ്രവചനം എന്ന് വിളിക്കും. ഇവിടെ ചോദിച്ച അതാണ് ഭാവി പറയുന്ന ദർശനങ്ങൾ. ഒരാൾക്ക് ഇങ്ങനെ ഒരു ദർശനമുണ്ട്, ഒരാൾ പ്രാർത്ഥിക്കായിരിക്കുന്നു, ഒരു കൗൺസിലറൊക്കെ പ്രാർത്ഥിക്കായിരിക്കുന്നു. അപ്പൊ ആൾക്ക് ഇങ്ങനെ ഒരു കാര്യം സംഭവിക്കും എന്ന് ഇയാൾക്ക് ഫീൽ ചെയ്യുന്നു. ആ ഫീൽ ചെയ്യുന്ന ആൾക്ക് പറയാമോ അങ്ങനെ ശരിക്കും ഉണ്ടോ എന്നൊക്കെയാണ്. ഇതിന്റെ ഉത്തരം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദർശനങ്ങൾ ഒരു യാഥാർത്ഥ്യമാണ്. ഇനി ഈ ദർശനങ്ങളെ വളരെ വിവേകത്തോടെയാണ് കൈകാര്യം ചെയ്യേണ്ടത്. ദർശനങ്ങൾ യാഥാർത്ഥ്യമാണെങ്കിലും എല്ലാ ദർശനങ്ങളും ശരിയാണെന്നതിനർത്ഥമില്ല, എല്ലാ ദർശനങ്ങളുടെയും വ്യാഖ്യാനങ്ങൾ ശരിയാണെന്ന് അർത്ഥമില്ല. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ കുറച്ച് ഉദാഹരണങ്ങളും അപൂർവം ചില നിയമങ്ങളും മാത്രം ഞാൻ പറയാം, പ്രധാനമായും പെട്ടെന്ന് ഓർത്തിരിക്കേണ്ടത്. ഒന്നാമത്തേത്, ദർശനം അതിന്റെ പർപ്പസ്. ഇപ്പൊ ഉദാഹരണത്തിന് ഒരാൾ ഒരു ധ്യാനത്തിന്റെ മധ്യേ, അവിടേക്കാണ് നമ്മളിത് കൊണ്ട് കണ്ടിട്ടുള്ളത്, ധ്യാനത്തിന്റെ മധ്യേ ഒരു ഗിഫ്റ്റഡ് കൗൺസിലർ ഇരിക്കുന്നു. ആളുടെ അടുത്ത് കൗൺസിലിങ്ങിന് വരും. അപ്പൊ ആ സമയത്ത് ഇയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് ഈ ഗിഫ്റ്റഡ് കൗൺസിലർക്ക് ചില കാര്യങ്ങൾ ഓർമ്മ വരുന്നു, അല്ലെങ്കിൽ ചില ദർശനങ്ങൾ ഉണ്ടാകുന്നു, ചിലത് എഴുതി കാണിക്കുന്ന പോലെ കാണുന്നു, ചിലത് ആളുടെ മനസ്സിലേക്ക് ഇങ്ങനെ ഇതൊന്ന് ചോദിക്കുക എന്ന് ചോദിക്കാനായിട്ടുള്ള പ്രചോദനം ഉണ്ടാകുന്നു, ചില ചിത്രങ്ങൾ കാണുന്നു, അല്ലെ ഇയാൾ ഇങ്ങനെ കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് കാണുന്നു. ഇങ്ങനെയൊക്കെ സംഭവിക്കാം. അപ്പോ ഇതൊക്കെ റോ മെറ്റീരിയൽസ് ആണ്. എന്തിനാണ് നൽകപ്പെടുന്നത്? ആ ആളെ കുറച്ചുകൂടെ ഓപ്പൺ അപ്പ് ചെയ്യാനായിട്ട്, ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി സഹായകരമാണ്. പക്ഷെ എപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, ആ ആൾ ആഗ്രഹിക്കാത്തതോ ആ ആൾ എന്താ പറയാ അപമാനിതനാകുന്നതോ ആയ കാര്യങ്ങൾ സാധാരണ ഒരിക്കലും ദൈവം ഇയാൾക്ക് വെളിപ്പെടുത്തില്ല. അങ്ങനെ വെളിപ്പെടുത്താൻ ദൈവം ഉദ്ദേശിക്കുന്നുമില്ല. പകരം എന്തിനായിരിക്കും? ഇപ്പൊ ഉദാഹരണത്തിന് ഒരാൾ ഇങ്ങനെ കരുതിയിരിക്കുകയെന്ന് ചോദിച്ചു, ആ ആൾ ധ്യാനം കൂടിയിട്ടും ആ ആൾ ഒരു പ്രത്യേക തിന്മയെക്കുറിച്ച് പശ്ചാത്തപിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇത് തെറ്റല്ല എന്ന് അയാൾ വിചാരിച്ച് ഉറപ്പിച്ചിരിക്കുക. അപ്പൊ ആ സമയത്ത് പരിശുദ്ധാത്മാവ് ആ ആളോട് ഈ കൗൺസിലർ വഴി ഇങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ചൊന്ന് ചിന്തിച്ചോളൂ എന്ന് പറയാൻ ഇടയുണ്ട്. അതുവരെ ഓക്കെയാണ്. പക്ഷെ അതിന്റെ മേൽ നടത്തുന്ന വ്യാഖ്യാനങ്ങൾ, ഇപ്പൊ ഉദാഹരണത്തിന് ഒരാൾ പെട്ടെന്ന് 30 എന്നൊരു സംഖ്യയും കണ്ടു, ഈ ആൾ ഇങ്ങനെ കണ്ണടച്ച് കിടക്കുന്നതും കണ്ടു എന്ന് സങ്കല്പിക്കുക. 30 ദിവസത്തിനകത്ത് അയാൾ മരിക്കും എന്ന് ഇയാൾ കൺക്ലൂഡ് ചെയ്യരുത്. ഈ ഗിഫ്റ്റഡ് കൗൺസിലർ 30 ദിവസത്തിനുള്ളിൽ അയാൾ മരിക്കും എന്ന് കൺക്ലൂഡ് ചെയ്യരുത്. എപ്പോഴും നല്ലത് എന്താണെന്നറിയാമോ? നല്ലതെന്നല്ല, ഏറ്റവും ശരിയായിട്ടുള്ളതെന്ന് ആദ്യം പറയാം, പിന്നീട് നല്ലതെന്ന് പറയാം. ശരിയായിട്ടുള്ളത്, ഏത് ദർശനമുണ്ടായാലും അതൊരു സ്പിരിച്വൽ ഫാദറിന്റെ അടുത്ത് ഷെയർ ചെയ്യുകയും അതിന്റെ ഇന്റർപ്രിട്ടേഷൻ ആൾ തന്നെ എടുക്കാതെ പുറത്തുനിന്ന് സ്വീകരിക്കുകയും ചെയ്തിട്ട് അതിന്റെ റിസീവർക്ക് കൊടുക്കാവും. എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു സന്ദേശം അയാൾ തന്നെ വ്യാഖ്യാനിക്കുകയും കൂടി ചെയ്യരുത്. സന്ദേശം വ്യാഖ്യാനിക്കും. പക്ഷെ പലപ്പോഴും നമ്മുടെ ഇടയ്ക്ക് പറ്റുന്ന പ്രശ്നം അതാണ്. ഈ കൗൺസിലർ തന്നെ സന്ദേശം സ്വീകരിക്കുകയും അദ്ദേഹം തന്നെ അത് വ്യാഖ്യാനിക്കുകയും അദ്ദേഹം തന്നെ അത് പകർന്നു കൊടുക്കുകയും ചെയ്യും. അപ്പോഴാണ് ഈ കുഴപ്പങ്ങളെല്ലാം ഉണ്ടാകുന്നത്. സന്ദേശം ഇങ്ങനെ ഉണ്ടായി എന്ന് അദ്ദേഹത്തിന്റെ സ്പിരിച്വൽ ഫാദറോട് പറയണം. 1 or 2 സ്പിരിച്വൽ ഫാദറുടെ കൺസെന്റ് ആവശ്യം വരുമായിരിക്കും. എന്നിട്ട് അതാണ് ഈ സ്വീകരിക്കേണ്ട ആൾക്ക് കൊടുക്കാവൂ. അല്ലെങ്കിൽ തനിക്ക് തോന്നിയതുപോലെ, ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ, തന്റെ മനോഭാവത്തിനനുസരിച്ചോ തന്റെ പാസ്റ്റ് എക്സ്പീരിയൻസ് അനുസരിച്ചോ ചിലപ്പോൾ സാത്താൻ പോലും ആ മനുഷ്യനെ വഴിതെറ്റിച്ച, ആ പ്രത്യേക സാഹചര്യത്തിൽ വഴിതെറ്റിച്ചതിനനുസരിച്ചോ ചിലപ്പോൾ ശരിയായ വിധത്തിലോ ആ വ്യക്തി ഈ ദർശനത്തെ വ്യാഖ്യാനിച്ചേക്കാം. ഇനി ഉദാഹരണത്തിന് ഗൗരവമായി ശ്രദ്ധിക്കേണ്ട ചില കാര്യം, ഉദാഹരണത്തിന് ദൈവവിളി. നീ അച്ഛനാകാൻ വേണ്ടിയാണെന്നാണ് ദൈവം വെളിപ്പെടുത്തുന്നത് എന്ന് അസർട്ടീവായിട്ട് പറഞ്ഞുകൂടാ. കാരണം എന്താണ്? ദൈവവിളിയുടെ അടിസ്ഥാനം ആ ആൾക്കുള്ള സ്വാതന്ത്ര്യമാണ്. ആ സ്വാതന്ത്ര്യത്തെ ദൈവം പോലും കവർന്നെടുക്കുന്നില്ല എന്നിരിക്കെ, ദൈവം വിളിക്കുകയാണല്ലോ ചെയ്യുന്നത്, ദൈവം പിടിച്ചോണ്ട് പോകല്ല, കവർന്നെടുക്കുന്നില്ല എന്നിരിക്കെ ഒരു കൗൺസിലർ ഒരിക്കലും അസർട്ടീവായിട്ട് നിനക്ക് വേറൊരു മാർഗമില്ല കേട്ടോ, നീ അങ്ങനെ ചെയ്യണമെന്നാണ്, ഇങ്ങനെയാണ് നീ ഇങ്ങനെയാ, നീ അച്ഛനാകാനുള്ളതാണ് എന്ന് പറയാൻ പാടില്ല. പകരം എന്തുവരെ പറയാം? നീ ഒരു വൈദികനാകണമെന്ന് ദൈവം വല്ലാതെ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ എന്നാണ് എനിക്ക് അനുഭവപ്പെടുന്നത് എന്ന് പറയാം.
അതായത് ആ സ്വീകർത്താവിന്റെ ഫ്രീഡത്തെ, ദൈവം നൽകുന്ന ഫ്രീഡത്തെ ഇയാൾ ഏറ്റെടുക്കാതെ വേണം ആൾക്ക് ആ ദർശനം പകർന്നു കൊടുക്കാൻ. ഇനി എപ്പോഴും ശരിയായിട്ടുള്ളത് ഈ 1 or 2 സ്പിരിച്വൽ ഫാദേഴ്സിന്റെ കൺസെന്റോട് കൂടി ആ സന്ദേശം പറയണം, സന്ദേശത്തെ വ്യാഖ്യാനിക്കണം എന്നുള്ളതാണ്. ഇനി എപ്പോഴും നല്ലതായിട്ടുള്ളത് എന്താണ്? സന്ദേശം മാത്രം പറയുകയും അതിനെ വ്യാഖ്യാനിക്കാതിരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് പിന്നത്തെ ഒരു സ്റ്റേജിൽ എളുപ്പത്തിൽ ചെയ്യാവുന്നത്. ഞാൻ ഇങ്ങനെ ഒരു കാര്യമോ കാണുന്നത്, എന്താണെന്ന് അറിയാൻ പാടില്ല, ആലോചിച്ച് നോക്കിക്കോളൂ, അല്ലെങ്കിൽ സ്പിരിച്വൽ ഫാദറോട് സംസാരിച്ചോളൂ എന്ന് പറഞ്ഞ ആളെ പറഞ്ഞു വിടുക എന്നുള്ളതാണ് അതിനകത്ത് ചെയ്യാവുന്ന കാര്യം. ചിലപ്പോഴൊക്കെ ചില പ്രത്യേക കാര്യങ്ങളൊക്കെ ഇങ്ങനെ അനുഭവപ്പെടുകയും അത് ചോദിക്കുകയും ചെയ്യുമ്പം ഇങ്ങനെ കൗൺസിലിംഗ് ചെയ്യുന്ന ആളുകൾ ഇതിനകത്ത് ഈ കൂടുതൽ ധാരാളം ഉണ്ടാവും. നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാവുമായിരിക്കും, നമ്മളൊക്കെ അനുഭവിക്കുന്നതാണ്. അത് ഒരു കാര്യം, ഇതെന്താ അതെന്ന് അവരോട് ചോദിക്കുമ്പോൾ അവരോട് അയ്യോ അച്ഛാ ഇതുണ്ടല്ലോ അതിങ്ങനെ ഒരു കാര്യമായിരുന്നു എന്ന് അവരിങ്ങോട്ട് പറയും. അപ്പൊ അത് ഓക്കെയാണ്. എന്നിട്ട് അതിന്റെ മേലെ നമ്മൾ സംസാരിക്കും. അല്ലാതെ നമ്മൾ തന്നെ മുൻവിധി എടുത്തിട്ട് ഈ ആൾ ഇങ്ങനെ ചെയ്തിട്ടുള്ള ഒരാളാണ്, അപ്പൊ അതുകൊണ്ട് ഇയാൾ ഇങ്ങനെയാവും, അങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെ പറയാൻ പാടില്ല, അല്ലെങ്കിൽ ഇന്ന ദിവസം നിനക്ക് ഇങ്ങനെ സംഭവിക്കും എന്നതുപോലെ ഭാവി പറയണ ഒരു ഇടമായിട്ട് കൗൺസിലിംഗ് മാറാൻ പാടില്ല. കൗൺസിലിംഗിൽ ഒരിക്കലും ഭാവി പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഈ ഭാവി പറച്ചിലിനെ കുറിച്ച് ഞാൻ പിന്നീട് അടുത്ത ക്ലാസ്സിൽ അതിനെ കുറിച്ച് പറയും. ഭാവി പറയാൻ ചിലപ്പോഴൊക്കെ ഇത് ശരി പോലും ആയിരിക്കും, ശരിയാണ് എന്ന് കരുതി ദൈവം പറഞ്ഞാണെന്ന് വിചാരിക്കരുത്. ചിലപ്പോൾ ശരിയായ കാര്യങ്ങൾ സാത്താൻ പറയും, സാത്താൻ അതിന് വേറെ ഉദ്ദേശമുണ്ടോ. അങ്ങനെ ഭാവി പറയുക എന്നൊരു പരിപാടി ഈശോയുടേതല്ല. അത് അവൻ ജീവിക്കാനുള്ളതാണ്. ഈശോ ലോകാവസാനം എവിടെ എന്ന് പറഞ്ഞാൽ യുഗാന്ത്യത്തിന്റെ ഭാവി എപ്പോഴായിരിക്കും ഈശോ ചോദിക്കുന്നതിനുള്ള മറുപടി തന്നെ ഈശോ കൊടുക്കുന്നത് എന്താണ്? നിങ്ങളിപ്പോൾ ജാഗരൂകരായിട്ട് ജീവിക്കും, അതിനെക്കുറിച്ച് പിതാവിനാവും അല്ലാണ്ട് പുത്രന് പോലും അറിയത്തില്ല എന്ന് പറഞ്ഞാൽ ഈശോ അതിന് ഒഴിവാണ്. അപ്പോഴാണ് നമ്മൾ കയറി നാളെ അടുത്ത വർഷം ഇങ്ങനെ ഉണ്ടാവും, എനിക്ക് ഇങ്ങനെ സംഭവിക്കും, അതങ്ങനെ സംഭവിക്കും നമ്മൾ കാണും എന്ന് കണ്ട് ദൈവത്തിൽ നിന്നാണെന്നും ദൈവം ആഗ്രഹിച്ചിട്ടാണെന്നും വിചാരിക്കരുത്. ദൈവം ആഗ്രഹിക്കാത്ത കാര്യങ്ങളും ഒരു കൗൺസിലർക്ക് വേണം ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഒന്നാമത്തെ കാര്യം ഈ പറഞ്ഞ ദർശനത്തിന്റെ കാര്യം, പ്രവചനത്തെ കുറിച്ച് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പറയാം. ഇനി അടുത്ത ഭാഷാവരത്തെ കുറിച്ചാണ്. ഭാഷാവരം ഒരു വരം തന്നെയാണ്. ഭാഷാവരം ഒരു വരം തന്നെയാണ്. ആ സത്യത്തിൽ എന്താണ്? ഒരു തരം പ്രാർത്ഥനാവരമാണത്. ഭാഷാവരം എന്ന് പറഞ്ഞ ഒരു ഗിഫ്റ്റ് ഓഫ് പ്രെയർ ആണ്, പ്രാർത്ഥനാവരമാണ്. എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി, ഒരാത്മാവ് ദൈവത്തോട് ശരീരം കൂടാതെ സംവേദിക്കുന്ന ഒരു മാർഗമാണെന്ന് വേണമെങ്കിൽ ആലങ്കാരികമായിട്ട് തന്നെ പറയാം. എന്ന് പറഞ്ഞാൽ മനുഷ്യന് മനസ്സിലാകുന്ന അർത്ഥത്തിൽ പറഞ്ഞാലേ, ഇപ്പൊ നിങ്ങളൊരു ഭയങ്കര തമാശ കേട്ടു, അല്ലെങ്കിൽ തമാശ കണ്ടു, നമ്മൾ എന്താ ചെയ്യുക? ഹാ ഇത് മനോഹരമായിരിക്കുന്നല്ലോ എന്ന് വിളിച്ചു പറയാണോ? നമ്മൾ ഹാ 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 എന്നൊക്കെ പറയും. ഇതിന് വല്ല അർത്ഥമുണ്ടോ? ഈ കേൾപ്പിക്കുന്ന ഹാ 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 എന്ന് പറയുന്ന വാക്ക് അക്ഷരങ്ങൾക്ക് അല്ലെ സ്വരത്തിന് എന്തെങ്കിലും അർത്ഥമുണ്ടോ? അല്ലെങ്കിൽ ഒരാള് തന്റെ പ്രിയപ്പെട്ട ഒരാൾ മരിച്ചപ്പം നിലവിളിക്കാവൂ എന്നൊക്കെ പറഞ്ഞിട്ട് നിലവിളിക്കുന്നു, ഏതാണ്ടൊക്കെ പിച്ചുമ്പേയും ഒക്കെ പറയുന്നു, കെട്ടിപ്പിടിക്കുന്നു, ഏണ്ടൊക്കെ, അതിന് വല്ല അർത്ഥമുണ്ടോ? ആക്ച്വലി അത് ആ ആളുടെ വാക്കുകൾ കൊണ്ട് പ്രകടിപ്പിക്കാൻ കഴിയാത്ത അന്തരംഗത്തെ എങ്ങനെയൊക്കെയോ ഔട്ട്ബേസ്റ്റ് ചെയ്യുന്നതാണ്. അതിനർത്ഥമൊന്നുമില്ല. ഭാഷാവരത്തിന്റെ അർത്ഥം കണ്ടുപിടിക്കാൻ പോകേണ്ട കാര്യവുമില്ല. അതൊരു മനുഷ്യൻ ചിരിക്കുന്നത് പോലെയോ കരയുന്നത് പോലെയാണെന്ന് സിമ്പിളായിട്ട് ഊഹിച്ചാൽ മനസ്സിലാക്കാവുന്ന അർത്ഥമേ അതിനുള്ളൂ. അതുകൊണ്ടാണ് ഭാഷാവരത്തിൽ സംസാരിക്കുന്നത്. ഇതൊന്നും മനസ്സിലാവാത്ത ഒരാളുടെ അടുത്ത് കാണിച്ചു കഴിഞ്ഞാൽ നിനക്ക് എന്തോ വട്ടുപിടിച്ചല്ലോ എന്ന് അവർ വിചാരിക്കും എന്ന് പറയും. എന്നാൽ ഭാഷാവരം മനസ്സിലാക്കാൻ കഴിയുന്നവരുടെ കൂട്ടത്തിൽ അത് ചെയ്യാം, അങ്ങനത്തെ ഒരു ഗ്രൂപ്പിൽ അത് ചെയ്യാം. ഒരു ധ്യാന കേന്ദ്രത്തിൽ ഭാഷാവരത്തെക്കുറിച്ച് നന്നായി പഠിപ്പിക്കപ്പെട്ട ശേഷം അവർക്ക് അങ്ങനെ പ്രാർത്ഥിക്കാം. അപ്പൊ അതാണ് രണ്ടാമതിനകത്ത് ഒഴിവാക്കാവുന്ന ഒരു കാര്യം, വേണമെങ്കിൽ ഒഴിവാക്കാവുന്ന ഒരു കാര്യം, ഭാഷാവരം കിട്ടാൻ വേണ്ടി ഏതെങ്കിലും ചില വാക്കുകളോ അക്ഷരങ്ങളോ ഒക്കെ വെറുതെ പറഞ്ഞ് നാവിന്റെ നിയന്ത്രണം വിടുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥയാണതെന്ന് കരുതിപ്പിക്കേണ്ട കാര്യവുമില്ല. അത് ആത്മാവിന്റെ ഒരു സ്വതന്ത്രമായ ഭാഷണമാണ്. അതിന് വാക്കുകൾ ഉപയോഗിക്കാണ്ടിരിക്കാം. ഇവൻ മിണ്ടാതിരിക്കുന്നത് പോലും ചിലപ്പോൾ ഭാഷാവരമായിരിക്കും. നിശബ്ദതയിൽ പോലും ഭാഷാവരം ഉണ്ടാകാം. അപ്പൊ അതുകൊണ്ട് ഭാഷാവരം ചില പ്രത്യേക അക്ഷരങ്ങൾ എന്ന് പറയുന്നത് മാത്രമായിരിക്കും എന്ന് വിചാരിക്കരുത്. ചില ആളുകൾ ചില പ്രത്യേക വിധത്തിലുള്ള വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് അത് റിപ്പീറ്റ് ചെയ്തിട്ട് ശക്തമായ പ്രാർത്ഥനാനുഭവം അനുഭവിക്കുന്നവരുണ്ടാവും. അവരെ അത് അനുഭവിക്കാൻ വിട്ടേക്കുക. നമ്മൾ അവരെ വിധിക്കാനൊന്നും പോകേണ്ട കാര്യമില്ല. അത് ആ വഴിക്ക് വിട്ടേക്കുക. അങ്ങനെ പ്രാർത്ഥിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ട്, അങ്ങനെ പ്രാർത്ഥിച്ചു കൊള്ളുക. ഭാഷാവരത്തിന് അങ്ങനെ നിയതമായ നിയമങ്ങളൊന്നുമില്ല എന്നുള്ളതാണ് അതിന്റെ അടിസ്ഥാനപരമായ കാര്യം. ഇനി ഇതിൽ നിന്ന് വിഭിന്നമാണ് ഭാഷണവരം. ഗിഫ്റ്റ് ഓഫ് ടങ്ങും ഗിഫ്റ്റ് ഓഫ് ലാംഗ്വേജും രണ്ടാണ്. ആളുകൾ പെട്ടെന്ന് ഇതിനെ രണ്ടിനും കൂടെ കൂട്ടിക്കുഴച്ചാണ് മനസ്സിലാക്കാറുള്ളത്. ഭാഷണവരം എന്ന് പറഞ്ഞാൽ ഭാഷാവരത്തിൽ നിന്ന് വ്യത്യസ്തമാണ്. ഭാഷണവരം ദാറ്റ്സ് എ ഗിഫ്റ്റ് ടു സ്പീക്ക് അനദർ ലാംഗ്വേജ് ആണ്. ഒരു പരിചയമില്ലാത്ത മറ്റൊരു ഭാഷ സംസാരിക്കാൻ ചുമ്മാ അങ്ങനെ സാധിക്കും. ഇത് റിയൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇത് അബ്സല്യൂട്ട്ലി റിയൽ ആയിട്ടുള്ള കാര്യമാണ്. അപ്പസ്തോല പ്രവർത്തനങ്ങളുടെ ആരംഭത്തിൽ
പത്രോസ്ലീഹ പ്രസംഗിക്കുമ്പോൾ എല്ലാ ദേശങ്ങളിൽ നിന്നുള്ളവരും അവരവരുടെ ഭാഷയിലാണ് കേൾക്കുന്നത്. ഇത് റിയൽ ആയിട്ടുള്ള കാര്യമാണെന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്തും. എനിക്ക് അതിന് എൻ്റെ സ്വകാര്യമായ അനുഭവങ്ങളുണ്ട്, അതുകൊണ്ട് ഞാൻ സാക്ഷ്യപ്പെടുത്തും. അതിങ്ങനെ ഒരു പബ്ലിക് ഫോറത്തിൽ വിളിച്ച് പറയണമെന്നില്ലല്ലോ എന്നുള്ളത് കൊണ്ടാണ്. ഞാനിത് കഴിഞ്ഞ ദിവസം നടന്ന ഒരു അച്ഛന്മാരുടെ വാർഷിക ധ്യാനത്തിനകത്ത് ഞാനിത് പറഞ്ഞു കഴിഞ്ഞപ്പം 2 അച്ഛന്മാർ ആ ക്ലാസ് കഴിഞ്ഞ പാടെ പറഞ്ഞു, അച്ഛാ ഞങ്ങൾക്കുണ്ട് ഇങ്ങനത്തെ അനുഭവങ്ങൾ എന്നോട് പറഞ്ഞത് ഞാൻ ഓർക്കുവാണ്. എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് അവരത് കുമ്പസാരത്തിനകത്തൊക്കെയാണ്. ഒരു പരിചയവും ഇല്ലാത്ത ഒരു ഭാഷ സംസാരിക്കുന്ന ഒരു സ്ഥലത്ത് അവർ കുമ്പസാരിപ്പിക്കാനിരുന്നപ്പോൾ ഇവര് അവരുടെ ഭാഷയിൽ കുമ്പസാരിപ്പിച്ചതിന്റെ, അല്ലെങ്കിൽ അവർക്കത് നന്നായി മനസ്സിലായി അവർ വന്ന് നന്ദി പറയും. പിന്നെയും ആ ഭാഷയെ കുമ്പസാരിപ്പിക്കുന്ന അച്ഛനുണ്ടെന്നും പറഞ്ഞ് പിന്നെയും വന്ന ഒരു ട്രൈബൽ കമ്മ്യൂണിറ്റിയിലൊക്കെ നോർത്ത് ഇന്ത്യയിലൊക്കെ ഒരു അക്ഷരം പോലും എഴുതാൻ അറിയാൻ മേലാതെ വായിക്കാൻ അറിയാൻ മേലാതെ പോയ അച്ഛന്മാര് വന്ന് എന്നോട് ഷെയർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാനും അനുഭവിച്ചിട്ടുണ്ട്. അനേകം ആളുകൾക്ക് അത് അനുഭവവേദ്യമാണ്. ഇന്നും അത് നിലനിൽക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ അതിനെയാണ് ഭാഷണ വരം എന്ന് പറയുന്നത്. അതെപ്പോഴും സംഭവിക്കുന്നതുമല്ല, അതെപ്പോഴും എങ്ങനെയാണെന്നറിയാം അത് കൂടുതൽ സംഭവിക്കുന്നത്. അത് കേൾക്കേണ്ട ആൾക്ക് ദൈവം കൊടുക്കുന്ന ഒരു കൃപയാണ്, അല്ലെങ്കിൽ നമുക്ക് തരുന്നതല്ല. ഇപ്പൊ ഉദാഹരണത്തിന് കുമ്പസാരിക്കാനായിട്ട് ഒരു ആഫ്രിക്കയിലെ ഒരു വനാന്തരത്തിൽ ഒരച്ഛൻ, ഒരു മലയാളി അച്ഛൻ, മലയാളം അല്ലാണ്ട് വേറൊന്നും അറിയാൻ മേലാത്ത അച്ഛൻ കുമ്പസാരിപ്പിക്കേണ്ടി വരുമെന്ന് വിചാരിച്ചു. അത്ഭുതകരമായി ചിലപ്പോൾ അച്ഛൻ ആ ആളുടെ ഭാഷയിൽ കുമ്പസാരിപ്പിച്ചെന്നിരിക്കാം. അത് അച്ഛന് ദൈവം പുതിയൊരു ഭാഷ കൊടുത്തത് അനുഗ്രഹിച്ചതല്ല, പകരം ആ ആളുടെ കുമ്പസാരത്തിനെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. അതുകൊണ്ട് അച്ഛൻ അതിന്റെ പേര് തുള്ളിച്ചാടേണ്ട കാര്യമൊന്നുമില്ല. ഇത് കൊള്ളാമല്ലോ, ഞാൻ ആൾ ഭയങ്കരനായി എന്ന് വിചാരിക്കേണ്ട കാര്യമില്ല. അച്ഛന് മാത്രമല്ല, അത് ആർക്ക് വേണ്ട അങ്ങനെ സംഭവിക്കാം. അപ്പൊ അങ്ങനെ 2 വരങ്ങൾ അങ്ങനെ വേർതിരിച്ച് കാണാവുന്നതാണ്. ഹലോ അച്ഛാ, കേൾക്കാവോ? സ്ഥിരീകരിക്കട്ടെ അച്ഛോ. എന്റെ ഒരു ഡൗട്ട് എന്താന്ന് വെച്ചാൽ 2 ഡൗട്ട് ഉണ്ട്. ഒന്നാമതായിട്ട് നമ്മൾ ഈ ദൈവകരുണയുടെ തിരുനാൾ ആഘോഷിക്കുന്നത്, പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടല്ലോ. ഇപ്പോ ഫൗസ്റ്റിനമ്മയ്ക്ക് വെളിപ്പെടുത്തി കൊടുത്ത സത്യങ്ങൾ, അതേപോലെ അപ്പൊ അതെനിക്ക് ഒരുപാട് പ്രാധാന്യമുള്ളതായിട്ട് തോന്നിയിട്ടുണ്ട്. ഇപ്പോ എന്റെ ജീവിതത്തിലാണെങ്കിലും കരുണക്കൊന്ത് ചൊല്ലുന്നതും, ഇപ്പൊ വെള്ളിയാഴ്ച ഉച്ച കഴിഞ്ഞ് 3 മണിക്ക് കർത്താവ് മരിച്ച ആ ഒരു സമയത്ത് കരുണക്കൊന്ത് ചൊല്ലുന്നതിനുള്ള ഒരു പ്രാധാന്യം, പിന്നെ ഈസ്റ്റർ കഴിഞ്ഞ് വരുന്ന ഞായറാഴ്ച ദൈവകരുണയുടെ ദിവസമായിട്ട് മനസ്സിലായി. അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പൊ അത് ഒരുപാട് പ്രാധാന്യം ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പൊ അത് എങ്ങനെയാണ് നമ്മൾ നോക്കി കാണേണ്ടത്? അത് ഒന്നാമത്തത്. പിന്നെ രണ്ടാമതായിട്ടുള്ളത്, നമ്മൾ കേട്ടാണ് നമ്മൾ മറ്റേ ആർച്ച് ബിഷപ്പായിരുന്ന കാർലോ മരിയ വികാനോ എന്ന് പറയുന്ന ആർച്ച് ബിഷപ്പിനെ എക്സ്കമ്മ്യൂണിക്കേറ്റ് ചെയ്തായിട്ട് സഭയിൽ നിന്ന്. അപ്പൊ സഭയുടെ എനിക്ക് തോന്നുന്നു ഒരുപാട് വിശ്വാസപരമായിട്ടുള്ള കാര്യങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യാത്തൊരു ആർച്ച് ബിഷപ്പായിട്ടാണ് ഞാൻ കേട്ടത്. എന്തുകൊണ്ടാണ് ആ ആർച്ച് ബിഷപ്പിനെ എക്സ്കമ്മ്യൂണിക്കേറ്റ് ചെയ്തത് എന്നുള്ളൊരു ഡൗട്ടും ഉണ്ട്. ഒരുപാട് പേർക്ക് അതൊരു ഇതായിട്ട് മാറിയിട്ടുണ്ട്. അപ്പൊ ആ ഒരു ഡൗട്ട് ക്ലിയർ ചെയ്യണം വെച്ചാൽ. ഒന്നാമത്തെ ഇത് ദൈവകരുണയെ കുറിച്ചുള്ള ദൈവകരുണയുടെ തിരുനാളുകൾ, അതുവഴി വന്നിട്ടുള്ള ഭക്താഭ്യാസങ്ങൾ, അതുപോലെ കോർപ്പസ് ക്രിസ്തി, തിരുഹൃദയത്തിന്റെ, ഇതൊക്കെ പ്രൈവറ്റ് റെവലേഷൻസ് ആണ്. ഇതെന്താണ് എന്നാണ് എനിക്ക് അടുത്ത ക്ലാസ്സിൽ പറയാനുള്ളത്. അതുകൊണ്ട് അടുത്ത ക്ലാസ് നമ്മൾ അതിനെ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യും. അടുത്ത ക്ലാസ്സിൽ അതിനെക്കുറിച്ചാണ് പറയാനുള്ളത്. ഞാൻ അതിന്റെ ബാലൻസ് ചെയ്യുമെന്ന് പറഞ്ഞില്ലേ മറുവശം. അപ്പൊ അതിന്റെ പ്രാധാന്യം എന്താണ്, പ്രസക്തി എന്താണ്, എവിടം വരെ ഉണ്ട്, എവിടം വരെ ഇല്ല എന്നതിനെ കുറിച്ച് അടുത്ത ക്ലാസ്സിൽ പറയും. അപ്പൊ അതിപ്പോ ഒരു ചോദ്യോത്തരത്തിൽ പറഞ്ഞേക്കാളും നല്ലതായിരിക്കുമല്ലോ നമ്മൾ അതിനകത്ത് നാളെ അടുത്ത ക്ലാസ്സിന്റെ ക്രമത്തിൽ പറഞ്ഞു പോകുന്നു. അതുകൊണ്ട് ഞാൻ തൽക്കാലം ഈ ചോദ്യം അപ്പുറത്തേക്ക് മാറ്റി വെക്കുവാണേ. ഇനി രണ്ടാമത്തേത്, 2 ചോദ്യത്തിന്റെ സ്ഥിതി അങ്ങനെ. രണ്ടാമത്തേത്, ഈ ആർച്ച് ബിഷപ്പിനെ എക്സ്കമ്മ്യൂണിക്കേറ്റ് ചെയ്ത കാര്യത്തെക്കുറിച്ച് സത്യം പറയാൻ എനിക്കൊരു പരിചയമില്ല. എന്ന് പറഞ്ഞാൽ എക്സ്കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നടത്തിയ വിചാരണയെക്കുറിച്ചും എനിക്ക് അറിവില്ല. അത് എങ്ങനെയാണ് അത് ചെയ്തേക്കുന്നത്, അത് പലപ്പോഴും ഇങ്ങനത്തെ ഒരു കാര്യമൊക്കെ വന്നു കഴിഞ്ഞാൽ അതൊരു പബ്ലിഷ് ചെയ്യണമെന്നുമില്ല കേട്ടോ. അപ്പൊ അതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ച് ധാരണയില്ല. ഞാൻ വേണമെങ്കിൽ എനിക്ക് പറ്റുന്നിടത്തോളം അന്വേഷിച്ചിട്ട് ഞാൻ അതിനെക്കുറിച്ച് പറയാൻ ശ്രമിക്കാൻ വേണമെങ്കിൽ അടുത്ത പ്രാവശ്യത്തേക്ക് എന്നാണ് എനിക്ക് പറയാൻ പറ്റുള്ളൂ. പക്ഷെ എന്നാൽ പോലെ നമുക്ക് അറിയില്ല എന്ന് മാത്രമല്ല, നമ്മളത് അറിയേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയവുമല്ല ഒരാളെ എക്സ്കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. അത് അറിയേണ്ട ഇടം അതിന്റെ ട്രൈബ്യൂണലാണ്. അതിനകത്ത് ഒത്തിരി കാര്യങ്ങളുണ്ടാവും. ഞാനത് അതിനെക്കുറിച്ച് പറയാം. ഉദാഹരണത്തിന് ഒരു രൂപതയുടെയോ സഭയുടെയോ ട്രൈബ്യൂണൽ, ആ ട്രൈബ്യൂണലിന് ഒത്തിരി സ്വകാര്യ സ്വഭാവം ഉണ്ടാവും. ഉദാഹരണത്തിന് ഒരു വിവാഹ കോടതിയാണെന്ന് വിചാരിച്ചു. വിവാഹ കോടതിയിൽ വർക്ക് ചെയ്യുന്നവരൊക്കെ കുമ്പസാരഹസ്യം പോലെ ഈ കാര്യങ്ങൾ സൂക്ഷിക്കുമെന്ന് പിതാവിന്റെ അടുത്ത് പ്രതിജ്ഞ ചെയ്തിട്ടാണ് ആ കോടതിയിലേക്ക് പ്രവേശിക്കുന്നത്. അവിടെ നടക്കുന്ന ഒരു കാര്യവും പുറത്തു പറയില്ല. പലപ്പോഴും നമ്മൾ പുറത്തറിയുന്നത് പല കാര്യങ്ങളായിരിക്കും. ഉദാഹരണത്തിന് ചെറിയവർ തമ്മിൽ വഴക്കുണ്ടായപ്പോൾ കോടതി പോയി അവർക്ക് പിരിവ് കിട്ടിയെന്നൊക്കെ ആയിരിക്കും. പുറത്തറിയാൻ പാടില്ലാത്തതും അവരുടെ സ്വകാര്യതയെയും അവരുടെ ബഹുമാനത്തെയും ബാധിക്കുന്നതുമായ പബ്ലിക് റെസ്പെക്റ്റിനെ ബാധിക്കുന്ന കുറെ കാര്യങ്ങൾ ചിലപ്പോൾ അതിനകത്ത് കാണും. ചിലപ്പോൾ ഒരു ഇമ്പോർട്ടൻസിയുടെ വിഷയം കാണും. അങ്ങനെ പലത് കാണും. അപ്പൊ അതൊന്നും ഒരിക്കലും പുറത്തറിയുകയില്ല, പുറത്താക്കുകയില്ല.
അവിടെ കൊടുക്കുന്ന മൊഴികൾ ഒരിക്കലും പുറത്താവുകയില്ല, അതൊന്നും കോടതിയിൽ ഹാജരാക്കുകയില്ല. അത് സ്വകാര്യതയാണ്, കുമ്പസാരഹസ്യം പോലെ സൂക്ഷിക്കപ്പെടുന്ന കാര്യങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് ഈ പറഞ്ഞ കാര്യത്തിനകത്തും പുറത്തറിയാൻ കഴിയുന്നതിനേക്കാൾ വളരെ ഗൗരവമുള്ള കാര്യങ്ങൾ ഉള്ളിലുണ്ടാവും. അവര് ആ വിചാരണ വേളയിൽ അദ്ദേഹത്തോട് ചോദിച്ച ചോദ്യങ്ങൾക്ക് അദ്ദേഹം കൊടുക്കുന്ന പേഴ്സണൽ ആയിട്ടുള്ള മറുപടി, അദ്ദേഹത്തിന്റെ നിലപാടുകൾ, പുറത്ത് പറയാവുന്നതോ പറയാൻ മേലാത്തത്, സ്കാൻഡൽ ആകാവുന്നത്, ആകാതിരിക്കുന്നത് തുടങ്ങുന്ന ഒത്തിരി കാര്യങ്ങൾ അതിനകത്തുണ്ടാവും. അതിന്റെ പശ്ചാത്തലത്തിലാണ് അത് മുഴുവനും രേഖപ്പെടുത്തുകയും അതിന് നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുകയും ചെയ്ത ശേഷം അപ്പീൽ കോടതികളിലും അത് പരിശോധിക്കപ്പെട്ടതിന് ശേഷം മാത്രമേ ഒരു എക്സ്കമ്മ്യൂണിക്കേഷൻ നടത്തുന്നുണ്ടെങ്കിൽ അത് നടത്തുകയുള്ളൂ. അല്ലാതെ വെറുതെ ഒരാളെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, സഭാ നേതൃത്വത്തിന് ആളോട് കെർവ് തോന്നി എന്ന് പറഞ്ഞ് ഒരിക്കലും ഒരു എക്സ്കമ്മ്യൂണിക്കേഷൻ നടത്തുകയില്ല. അത് സഭയുടെ നിയമങ്ങൾക്കും വിശ്വാസത്യങ്ങൾക്കും വിരുദ്ധമായ അല്ലെങ്കിൽ എക്സ്കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടേണ്ട സാഹചര്യങ്ങളെ പൂർണ്ണമായും ഉറപ്പുവരുത്തുന്ന സ്ഥലങ്ങളിൽ കോടതി നടപടികൾ പൂർത്തീകരിച്ചിട്ടേ അത് ചെയ്യുകയുള്ളൂ. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് നമുക്ക് അതിനെക്കുറിച്ച് ഉറപ്പായും വിചാരിക്കുന്ന ഒരു കാര്യം, അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനകത്ത് കാര്യമുണ്ടാകും എന്ന് മാത്രമാണ്. അതെന്തായിരുന്നു ആ കാര്യമെന്ന് അറിയാനുള്ള നമ്മുടെ മാർഗങ്ങൾ പരിമിതമാണ്. ഇനി ലഭിക്കുന്നതെല്ലാം ശരിയായിരിക്കണമെന്നും ഇല്ല എന്നാണ് അതിനെക്കുറിച്ച് ഷോർട്ടായിട്ട് പറയാം. എന്റെ പേര് ആന്റണി എന്നാണ്. അപ്പം അച്ഛൻ പറഞ്ഞു തന്നിട്ടുണ്ട്, ക്ലാസ്സുകൾ ശ്രദ്ധിച്ചിരിക്കുമായിരുന്നു, താങ്ക്സ് ഉണ്ട്. അപ്പൊ അതില് ഈ ഇന്നത്തെ കാലഘട്ടത്തിൽ ശ്രദ്ധിച്ചു വരുന്ന ഈ വിശുദ്ധ തിരുവചനങ്ങളെക്കാള് ഈ പുതിയതായി കുറെ ഡയറി കുറിപ്പുകൾക്കും പുസ്തകങ്ങൾക്കും ഒത്തിരി പ്രാധാന്യം കൊടുത്തിരുന്നു. ഒന്ന് ഫൗസ്റ്റീനാവയുടെ ഡയറി, പിന്നെ ഇന്ന് ഒരു ഹിന്ദി പേര് ഇൻജേനോ സിനു, അങ്ങനെ എന്തോ, ഞാൻ ജസ്റ്റ് ഒരു പ്രാവശ്യം കേട്ടത്, ഒരു മറൈൻ ഡ്രൈവ് കൺവെൻഷനിൽ മെയിൻ സ്പീക്കർ അതേക്കുറിച്ചാണ് പറയുന്നത്. യെസ്. അപ്പൊ അതിനകത്ത് പറയുന്ന ഒരു കാര്യം, അതിലൊരു കാര്യം മറ്റൊരു ഡൗട്ട് കൂടി ചോദിച്ച് ഞാൻ അവസാനിപ്പിക്കാം. അതിനകത്ത് ഇങ്ങനെ അദ്ദേഹം വിളിച്ചു പറയുന്നതാണ്, യേശുവിന്റെ ഏറ്റവും വലിയ വേദന സക്രാരികൾക്ക് മുമ്പിൽ വിശീത്ത നടത്താനായിട്ട് ആടില്ല എന്നാണ് പുസ്തകത്തിൽ പറഞ്ഞ് എടുത്തു വെച്ച് പ്രസംഗിക്കുക. അപ്പം അത് നമ്മൾ ഇച്ചിരി സൂക്ഷ്മമായിട്ട് ആ പറയുന്നതിലേക്ക് നോക്കിയാൽ അത് വചനത്തിന് വിപരീതമായി പോകും. സഭയുടെ എവാഞ്ചലൈസേഷൻ മൂഡ് തന്നെ അത് മാറ്റിക്കൊണ്ടുപോകും. കാരണം യേശുവിന്റെ വേദന സക്രാരിയുടെ മുന്നിൽ ഇരിക്കുന്നതാണെങ്കിൽ കുറെ പേര് സക്രാരിയുടെ മുന്നിൽ ഇരുന്ന ഈശോയുടെ വേദന തീരാവുന്നതേ ഉള്ളൂ. പക്ഷെ യേശു വന്നതും ബലിയർപ്പിച്ചതും ഒക്കെ എന്തിനാണെന്നുള്ളത് മറന്നുപോയി ഇത്തരം ഡയറി കുറിപ്പുകൾക്ക് പ്രാധാന്യം കൊടുത്തു വരുന്നതിനെ ഓരോ ധ്യാന കേന്ദ്രത്തിന്റെ ഡയറക്ടർമാരോ അല്ലെങ്കിൽ അതിന് ചുമതലയുള്ളവരോ എന്തുകൊണ്ട് അതിനെ കൈകാര്യം ചെയ്യുന്നില്ല? കാരണം ഇത്തരം പ്രൈവറ്റ് റെവലേഷൻ പറഞ്ഞ് കാത്തലിക് ചർച്ചിലെ വിശ്വാസികൾക്ക് ദൈവവചനവുമായി ഒരു ബന്ധമില്ലാതെ മാറിയിരിക്കുക. കാരണം എളുപ്പ വഴിയിൽ ക്രിയ ചെയ്യുക എന്ന ഒരു നിലപാട് അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ വചന ശുശ്രൂഷകൾ ധ്യാന കേന്ദ്രങ്ങളിലൂടെ വന്ന് യഥാർത്ഥ പബ്ലിക് റെവലേഷനായ ദൈവവചനത്തിലുള്ള വെളിപാടുകളെ അജ്ഞതയിലായി പോയിരിക്കുന്നതാണെന്ന് മനസ്സിലാക്കുന്നത്. അപ്പൊ അതിനെക്കുറിച്ച് എന്താണെന്ന് രണ്ട്, അച്ഛൻ പറഞ്ഞതുപോലെ പബ്ലിക് വെളിപാടിനെതിരല്ലേ ഭരണജ്ഞാനം എന്ന് ഞാനൊന്ന് ഓപ്പൺ ആയിട്ട് ചോദിക്കുകയാണ്. കാരണം അവിടെ വിശുദ്ധ കുർബാനയുടെ മധ്യേ കുർബാന നടക്കുമ്പോൾ തന്നെ അനേകര് അവിടെ ആ ഫ്രണ്ടിൽ വന്ന് മുട്ടിന്മേൽ വന്ന് വളരെ വ്യത്യസ്തമായ ആചാര അനുഷ്ഠാനങ്ങളിൽ നിന്ന് വരുന്നവർ അവരുടെ വേഷവിധാനങ്ങളോടുകൂടിയൊക്കെ അതിന് മുന്നിൽ കിടന്ന് ഇങ്ങോട്ട് അതിന് മേൽ കിടക്കുക, ചുറ്റും മറിയുക. അവിടെ നിൽക്കുന്ന നമ്മള് കത്തോലിക്ക സഭ പറയുന്നു ആരാധനകളിൽ ഏറ്റവും ഉന്നതമാണ് പരിശുദ്ധ കുർബാന. അത് നടക്കുന്ന സമയത്ത് പോലും അത് നിർത്തിവെക്കാനുള്ള വിവേകമില്ല എന്നുള്ളത്. അങ്ങനെ ആകുമ്പോൾ അത് വളരെ തെറ്റല്ലേ, വചനത്തിന് വിപരീതമല്ലേ, സഭയുടെ പബ്ലിക് വെളിപാടിന്റെ നിലപാടിനെതിരല്ലേ? അതില് അച്ഛൻ എന്താണ് ഒരു മറുപടി തരാനുള്ളത് ഈ രണ്ട് വിഷയങ്ങൾ എന്നുള്ളത് അറിഞ്ഞാൽ കൊള്ളായിരുന്നു. താങ്ക് യു അച്ഛൻ. ഒന്നാമത്തേത് ഇത് രണ്ടും, ഒന്നാമത്തെ കാര്യം ഈ എന്താ പറയാ, നമ്മുടെ സുവിശേഷ പ്രഘോഷണ വേദികളിലൊക്കെ ഇത്തരം ഡയറി കുറിപ്പുകൾക്ക് സ്വകാര്യ വെളിപാടുകളുടെ പ്രഘോഷണത്തിന് വല്ലാത്ത പ്രാധാന്യം കൊടുക്കുന്നു എന്നാണ്. അങ്ങനെ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് തീർത്തും അപലപനീയമാണ്, അങ്ങനെ സംഭവിക്കരുതാത്തതാണ് എന്ന് തന്നെയാണ് പറയേണ്ടത്. ഞാൻ അതിനെക്കുറിച്ചാണ് ഇത്തരം പ്രാവശ്യം ആവർത്തിച്ച് അങ്ങനെ പറയാനുള്ള കാരണവും അതാണ്. പരസ്യ വെളിപാടാണ് പ്രഘോഷിക്കേണ്ടത്. രഹസ്യ വെളിപാടുകൾ പ്രഘോഷിക്കപ്പെടാൻ വേണ്ടി തരുന്നതല്ല, അതിന് അങ്ങനെ ഒരു പർപ്പസും ഇല്ല. അപ്പൊ അതുകൊണ്ട് ഒന്നാമത്തെ കാര്യം അസന്നിഗ്ധമായിട്ടും അദ്ദേഹം പറഞ്ഞത് പൂർണ്ണമായിട്ടും ശരിയാണ്. പരസ്യ വെളിപാടുകൾക്ക് ഉള്ള പ്രാധാന്യവും വിലയും പ്രഘോഷണത്തിന്റെ ടൈമും ഒരിക്കലും ഈ ഡയറി കുറിപ്പുകൾക്കോ സ്വകാര്യ വെളിപാടുകൾക്കോ കൊടുക്കരുത്. അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല. അത് ഞാൻ ആവർത്തിച്ച് പറഞ്ഞു. ഇനി സ്വകാര്യ വെളിപാടുകളുടെ ഒരു പ്രശ്നം എന്നറിയാമോ, അവ എപ്പോഴും
എന്താ പറയാ, അതിനകത്ത് ശരി അല്ലെങ്കിൽ കൊള്ളാവുന്ന ചില കാര്യങ്ങളുണ്ട് എന്നല്ലാതെ അത് മൊത്തമായിട്ട് ശരിയാണെന്ന് ഒരിക്കലും സഭ പറയുന്നുമില്ല, അങ്ങനെ എടുക്കാൻ ആഗ്രഹിക്കുന്നുമില്ല. അതുകൊണ്ടാണ് അത്തരം ഡോക്യുമെന്റ് ഇപ്പൊ ഇതുപോലെ ഇൻസെനേജസ് ഒക്കെ ഒത്തിരി പേര് വായിക്കുന്നുണ്ട്. അത് ഒരു സ്പിരിച്വൽ റീഡിങ്ങിന് വേണ്ടി വായിക്കാൻ കൊള്ളാമെന്നല്ലാതെ അതൊരു പ്രബോധനത്തിന്റെ ഭാഗമാക്കാനോ അതിന്റെ വേർഡ് ടു വേർഡ് എടുത്ത് ഉപയോഗിക്കാനോ ഒന്നും പ്രതീക്ഷിക്കുന്നേ ഇല്ല. അതൊരു സ്പിരിച്വൽ, ഇപ്പൊ നമ്മൾ ഒരാളോട് നമ്മൾ വർത്തമാനം പറയുമ്പോൾ ഉണ്ടാകുന്ന സ്പിരിച്വൽ സംഭാഷണം അല്ലെങ്കിൽ ഒരു സിനിമ സംഭാഷണത്തിനകത്ത് ഉപയോഗിക്കുന്ന എക്സാജറേറ്റഡ് വേർഡിങ്സ് ഒക്കെ ഇല്ലേ. ഇപ്പൊ ഉദാഹരണത്തിന് ഉദാഹരണത്തിന് എന്താ പറയാ, ഈ പരീക്ഷയ്ക്ക് തോക്കണേക്കാളും ഭേദം മരിക്കുന്ന എന്നൊക്കെ ചുമ്മാ പറയല്ലേ. അങ്ങനെയൊക്കെ ആൾക്കാർ പറയണ അർത്ഥത്തിലേ അവയൊക്കെ എടുക്കേണ്ടു, അല്ലാണ്ട് അതിന് ദൈവവചനത്തിന് ഈക്വലന്റ് ആയിട്ട് ഒരിക്കലും എടുക്കാൻ പാടില്ല. അതുകൊണ്ട് ഏറ്റവും നല്ലത് എന്താണെന്നറിയാമോ, സഭയിൽ എപ്പോഴും നമ്മൾ ശുശ്രൂഷ മറ്റ ആളുകളും ഈ പരമാവധി സുവിശേഷവും സഭാപിതാക്കന്മാരുടെ രചനകളും വചന വ്യാഖ്യാന ഗ്രന്ഥങ്ങളും ഒക്കെ പ്രചരിപ്പിക്കുക. അല്ലാതെ ഈ കുഞ്ഞു കുഞ്ഞ് വെളിപാടുകളുടെ പുസ്തകങ്ങളും വ്യാഖ്യാനങ്ങളും അല്ല പ്രചരിപ്പിക്കേണ്ടത്. പലപ്പോഴും ഇങ്ങനത്തെ സ്വകാര്യ വെളിപാടുകളുടെ പുസ്തകങ്ങൾ, ഇൻസെനുജിയസ് പോലും എന്തോരം ആളുകളാണ് ഗിഫ്റ്റ് കൊടുക്കുന്നത്, എന്തോരാണ് പബ്ലിഷ് ചെയ്യപ്പെടുന്നത്. ഓക്കെ, ആളുകൾക്ക് വായിക്കാൻ ഉള്ള സ്വാതന്ത്ര്യമുണ്ട്, സഭ അതിനെ തടയുന്നുമില്ല. പക്ഷെ അതിന് കൊടുക്കുന്ന പ്രൊമോഷൻ യഥാർത്ഥത്തിൽ അതിനേക്കാൾ കൂടുതൽ കൊടുക്കേണ്ട ഇടങ്ങളുണ്ട്. നമ്മുടെ അധ്വാനം ഫോക്കസ് ചെയ്യേണ്ടടുത്ത് തന്നെയാണ് ഫോക്കസ് ചെയ്യേണ്ടത് എന്ന് തന്നെ ആവർത്തിച്ചും ഊന്നിയും തന്നെ പറയും. അത് വചന പ്രഘോഷണ വേദികളിൽ അത് ചെയ്യണം. കാത്തലിക് സ്പിരിച്വൽ ലിറ്ററേച്ചർ സ്പ്രെഡ് ചെയ്യുന്ന സമയത്ത് അത് പറയണം. ഇതൊക്കെ ഉണ്ടാക്കുന്ന ഇപ്പൊ ഉദാഹരണത്തിന് ഈശോയുടെ ജീവചരിത്രത്തെ വിശദീകരിക്കുന്നു എന്ന വിധത്തിലുള്ള ചില ഗ്രന്ഥങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ അതിന്റെ പേര് ഞാൻ പെട്ടെന്ന് പറഞ്ഞല്ലോ, ദേവമനുഷ്യന്റെ സ്നേഹഗീത എന്ന് പറയുന്ന ഗ്രന്ഥം. അപ്പൊ അങ്ങനത്തെ പുസ്തകങ്ങളൊക്കെ ഈശോ സുവിശേഷത്തിന്റെ എലാബറേഷൻ ആണെന്നാണ് കാണുന്നവർക്ക് തോന്നുന്നത്. എന്ന് പറഞ്ഞാൽ അന്നത്തെ ജിയോഗ്രഫി, ചരിത്രവും സാധനങ്ങളും ഒക്കെ ഇങ്ങനെ പറഞ്ഞ് അവതരിപ്പിച്ച് ഈശോയുടെ കൂടെ ഉണ്ടായി ഇന്നയാൾ ഇതായിരുന്നു, പിന്നെ അങ്ങോട്ട് വളർന്നു ഇങ്ങനെ പോയി എന്നൊക്കെ പറഞ്ഞ് ആളുകൾ ആകാംക്ഷയോടെ ഇത് വായിക്കും. ഇത് വായിച്ച എത്ര ആളുകൾ എന്നോട് ചോദിച്ചിട്ടുണ്ടെന്നറിയാമോ, അച്ഛാ ബൈബിളിൽ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു. ഞാൻ ചോദിച്ചു, ഏത് ബൈബിളിൽ അത് വായിച്ചിട്ടുണ്ടോ അച്ഛാ എന്ന് പറഞ്ഞാൽ അവരതിൽ കണ്ടിട്ടുള്ള കഥകളും സാധനങ്ങളും ഒക്കെ ബൈബിളിലുള്ളതാണ് എന്ന് അവർ കരുതുകയാണ്. എന്ന് പറഞ്ഞാൽ രണ്ടിനെ ഏതാണ്ട് ഒരു തുല്യമായിട്ട് എന്ന പോലെ ഇത് വായിച്ചാലേ ജീവിതം ഏതാണ്ട് പോയി എന്ന് പറഞ്ഞു. അതൊന്നും നമ്മൾ വായിച്ച് നടക്കണമെന്ന് സഭ ആഗ്രഹിക്കുന്നേ ഇല്ല. നമ്മൾ അതിന് അനാവശ്യമായ പ്രാധാന്യം കൊടുക്കേണ്ടതുമില്ല. അത് ആവർത്തിച്ച് തന്നെ പറയണം. ഫാത്തിമ രഹസ്യം പ്രഘോഷിക്കാൻ വേണ്ടി സംഘടന ഉണ്ടാക്കുക, അത് പ്രഘോഷിച്ച് നടക്കുക, അത് പറയാൻ വേണ്ടി നടക്കുക. ഒരു എന്താണെന്ന് ഒരു പ്രാവശ്യം ഒന്ന് കേട്ടോ, ഓക്കെ. അതിനപ്പുറത്തുള്ള പ്രാധാന്യമൊന്നും അതിന് കൊടുക്കേണ്ടതില്ല. ഇനി അതിനകത്ത് എന്ത് പ്രാധാന്യം കൊടുക്കാം? ഇപ്പൊ ഉദാഹരണത്തിന്, ഒരിക്കലും ജപമാല അല്ലാത്ത നിന്നോട് മാതാവ് ജപമാല ചെല്ലാൻ ആവശ്യപ്പെട്ടു എന്നൊരു പ്രൈവറ്റ് റെവലേഷനിൽ പറഞ്ഞു കേട്ടാൽ അതിന് സീരിയസ് ആയിട്ട് എടുത്തിട്ട് എന്തെങ്കിലും തുടങ്ങാം, ദാറ്റ്സ് ഓക്കെ. അതല്ലാണ്ട് അതിനപ്പുറത്തുള്ള കാര്യങ്ങളൊന്നും, കാരണം എന്താണ്, പൊതു വെളിപാടിനെ തന്നെ ആവർത്തിക്കുകയോ അതിനെ എലാബറേറ്റ് ചെയ്യുകയോ മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പൊ ഈ സ്വകാര്യ വെളിപാട് ഉപയോഗിച്ച് സുവിശേഷം പ്രഘോഷിക്കാനല്ല ദൈവം ഉദ്ദേശിക്കുന്നത്. പൊതു വെളിപാട് ഉപയോഗിച്ച് സുവിശേഷം പ്രഘോഷിക്കാനാണ്, പൊതു വെളിപാട് തന്നെ പ്രഘോഷിക്കാനാണ്. അതാണ് ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തേത് അപ്പൊ അതുകൊണ്ടാണ് ഈ വിസിറ്റ് അതൊക്കെ അതിനെ ആ ഒരു വിലയ്ക്ക് എടുത്താൽ മതി. അത് പറയും, അത് ഒരു പ്രഘോഷണ വേദിയിലൊക്കെ അങ്ങ് പറയുമ്പോൾ അത് ഭയങ്കര നെഗറ്റീവ് ഇമ്പാക്റ്റോ അല്ലെങ്കിൽ ബാലൻസ്ഡ് അല്ലാത്ത ഇമ്പാക്റ്റുകളൊക്കെ ഉണ്ടാക്കിയെന്നിരിക്കും. ഈ പറഞ്ഞ പോലത്തെ ചോദ്യങ്ങൾ ആർക്കും ചോദിക്കാൻ തോന്നും. അത് പ്രശ്നം ഉണ്ടാക്കുക. കർത്താവിന്റെ ഏറ്റവും വലിയ വിഷമമാണ് 10 പേര് അവിടെ ഇരുന്നാൽ പോരെ എന്ന് ചിന്തിക്കുന്ന ഒരാൾ ചോദിക്കുന്നതിന് ഒരിക്കലും കുറ്റം പറയാൻ പറ്റത്തില്ല. അത് ശരിയാണ്. ഇനി രണ്ടാമത്തേത്, ഒരു സ്ഥലത്തെ കുറിച്ച് എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷെ പൊതുവിൽ പറയാവുന്നത് വിശുദ്ധ കുർബാനയുടെ പ്രാധാന്യത്തെ അവഗണിക്കുന്ന തരത്തിലുള്ളതൊക്കെ തെറ്റാണ്. ഇപ്പൊ ഉദാഹരണത്തിന്, കുർബാന നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തിരുനാളിന്റെ പ്രദക്ഷിണം അല്ലെങ്കിൽ കഴുന്നെടുക്കൽ പുറത്തോടെ നടത്തിക്കൊണ്ടിരിക്കേണ്ട കാര്യമില്ല. അതവിടെ സ്റ്റോപ്പ് ചെയ്ത് വെക്കണം. എന്നിട്ട് വിശുദ്ധ കുർബാനയിലേക്ക് എല്ലാവരും വരണം. അല്ലെങ്കിൽ ആളുകൾ കുർബാന എന്നുള്ളതല്ലേ, ഇപ്പം കഴുന്നെടുക്കൽ ഇന്നല്ലേ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ അതിന്റെ പുറകെ പോകും. അല്ലെങ്കിൽ ഈ വരുന്ന ജനത്തിന് ചിലപ്പം കൃത്യമായ ഇതിന്റെ ഹൈറാർക്കിക്കൽ ഓർഡർ ഒന്നും അറിയില്ലായിരിക്കും. ഏറ്റവും പ്രധാനപ്പെട്ടത് ഏത്, ചെറുതെന്ന് അവർ വരുന്ന ചിലപ്പം ആ വിശുദ്ധനെ കാണാനോ അല്ലെങ്കിൽ ഒരു കാര്യം നേർച്ച സമർപ്പിക്കാനോ ആയിട്ട് മാത്രമായിരിക്കും ഇവർ വരുന്നത്. അങ്ങനെ വരുന്നവരോട് കുർബാന സമയമാണെങ്കിൽ ഇവിടെ പ്രധാനപ്പെട്ട ഇതാണ് എന്ന് ഓർമ്മിപ്പിക്കുന്ന വിധത്തിലുള്ള ക്രമീകരണം നടത്താൻ എല്ലാവർക്കും ഉത്തരവാദിത്വമുണ്ട്. എന്ന് പറഞ്ഞാൽ, ഇനി അതേസമയം താഴത്തൊരു ചാപ്പലിലാണ് ഇത് നടക്കുന്നത്, മുകളിലത്തെ പള്ളി കുർബാന നടണം. അപ്പൊ ആ നാട്ടിലുള്ള എല്ലാ നിർത്തിവെക്കലും ചിലപ്പോൾ പോസിബിൾ അല്ലായിരിക്കും. പക്ഷെ അവിടെയും വേണം എഴുതി വെക്കാം,
ആദ്യം വിശുദ്ധ കുർബാന, അല്ലെങ്കിൽ ആദ്യം ഈശോയെ സന്ദർശിക്കൂ. ഇതൊക്കെ ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇപ്പൊ ചിലപ്പോൾ പലപ്പോഴൊക്കെ ആൾക്കാർ പള്ളിയിലോട്ട് കയറുമ്പം നിങ്ങൾ ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമായിരിക്കും, അവർ നേരെ വന്ന് മാതാവിന്റെ രൂപത്തിന്റെ അടുത്ത് പോയി പ്രാർത്ഥിച്ചിട്ട് അവർ തിരിച്ചു പോകും. എന്നാൽ കർത്താവിനോട് പ്രാർത്ഥിക്കാനോ ഈശോയോട് കുർബാനയുടെ ഇടയ്ക്ക് പോലും കയറി വന്ന ആളുകൾ മാതാവിന്റെ അടുത്ത് പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങി പോകുന്നത് കാണാം. അപ്പോൾ ഈ ഒരു ഹൈറാർക്കിക്കൽ ഓർഡറൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയും പഠിപ്പിക്കാൻ വേണ്ടിയും ഇങ്ങനത്തെ കാര്യങ്ങളിൽ ശ്രദ്ധ കൊടുക്കുകയും അതിനുള്ള മെഷേഴ്സ് ഉപയോഗിക്കുകയും ചെയ്യുന്ന എപ്പോഴും ഉചിതമാണ്. അങ്ങനെ അല്ലാത്തതൊക്കെ തെറ്റിദ്ധാരണ കൊടുക്കാവുന്ന തന്നെയാണ്, ഒരു സംശയമില്ല. ഗുഡ് ഈവനിങ് ഫാദർ. എൻ്റെ പേര് ഫ്രാങ്കോ, ഞാൻ ഖത്തറിൽ നിന്നാണ്, ചോദിച്ചിട്ടുള്ളതാണ്. അച്ഛൻ, എനിക്ക് ഒരു സംശയം. അച്ഛൻ ഇന്ന് പറഞ്ഞു അവിടുത്തെ വാക്കുകളിലൂടെയും പ്രവൃത്തികളിലൂടെയാണ്. പ്രവൃത്തി തിരുസഭയിലാണ്, അതാണ് വെളിപാട്. ഓക്കെ, ഈ പ്രവൃത്തി കൂടുമ്പോഴാണ് വെളിപാട്, രണ്ടോട് കൂടുമ്പോഴാണ് വെളിപാട്. അതെ അതെ അതെ. അപ്പൊ ഈ തിരുസഭയിലാണ് പ്രവൃത്തി എന്ന് പറയുമ്പോൾ എപ്പോഴും ഉള്ളൊരു കൺഫ്യൂഷൻ, അത് മനസ്സിലായിട്ടും മനസ്സിലാകാത്ത പോലെ പിന്നെയും കൺഫ്യൂഷൻ വരുന്നൊരു സംഭവമാണ്. അപ്പോ തിരുസഭയ്ക്ക് പുറത്തുള്ള പെന്റക്കോസ്റ്റലിസം അല്ലെങ്കിൽ മറ്റുള്ള ഗ്രൂപ്പുകളിലെല്ലാം ഉണ്ടാവുന്ന പ്രവൃത്തികൾ, കർത്താവിന്റെ പ്രവൃത്തികൾ, അതും ദൈവത്തിന്റെ പ്രവൃത്തികൾ തന്നെയാണെന്നാണല്ലോ നമ്മൾ വിശ്വസിക്കേണ്ടത്. കാരണം അത് സത്യമായിട്ട് സംഭവിക്കുന്നുണ്ട്. മരിച്ചവർ ഉയർക്കുന്നത് വരെയുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോ ഈ ഒരു ബജീന്ദർ സിംഗ് എന്ന് പറഞ്ഞ ഒരു പ്രോഫറ്റ്, അയാൾ സ്വയം പറയുന്ന അയാൾ പ്രോഫറ്റ്, അത് വേറൊരു കോൺട്രഡിക്ഷൻ, അച്ഛൻ എന്ന് പറഞ്ഞതിൽ വ്യത്യസ്തമായിട്ടാണ്. അയാൾ സ്വയം പ്രോഫറ്റാണ്. പക്ഷെ അവിടെയും സംഭവിക്കുന്ന ഈശോയുടെ നാമത്തിലാണ്, അത്ഭുതങ്ങൾ സംഭവിക്കുന്നുണ്ട്, ആളുകൾ മാനസാന്തരപ്പെടുന്നുണ്ട്. ഈവൻ അത് പറയുവാണെങ്കിൽ തിരുസഭയിൽ തന്നെയാണ് കരിസ്മാറ്റിക് തുടങ്ങിയത് എന്ന് നമുക്കറിയാം. അതായത് 1900 ഡിസംബർ 31 ലിയോ 13 മാർപ്പാപ്പ പ്രാർത്ഥിക്കുന്നു. അതിന്റെ പിറ്റേ ദിവസമാണ് വേറൊരു, അതായത് പ്രൊട്ടസ്റ്റന്റ് ആയിട്ടിരുന്ന ചാൾസ് എന്നൊരു വ്യക്തിക്ക് ഭാഷാവരം കിട്ടുന്നതും. അങ്ങനെയാണ് പെന്റക്കോസ്റ്റ്, അത് നമ്മുടെ കരിസ്മാറ്റിക് മൂവ്മെന്റ് തുടങ്ങിയത്. പിന്നെ അത് സഭയിലേക്ക്, അതിപ്പോ കരിസ്മാറ്റിക്കിന്റെ ചരിത്രം പഠിക്കുമ്പോൾ അങ്ങനെ പറഞ്ഞു, ലിയോ 13 മാർപ്പാപ്പ പ്രാർത്ഥിച്ചതിന്റെ ഫലമാണ്. അതായത് സഭയിൽ ഒരു പുതിയ ഉണർവ് ഉണ്ടാകണമേ, കൊടുങ്കാറ്റടിക്കണമേ എന്ന് പ്രാർത്ഥിക്കേണ്ട എന്നാണ് ഞാൻ വായിച്ചിട്ടുള്ളത്. നമ്മുടെ സിറിൽ ജോണൊക്കെ അത് എഴുതി, ആ പുസ്തകം റെഫർ ചെയ്യാൻ പറ്റും. അപ്പൊ അതിൽ പറഞ്ഞിരിക്കുന്ന പോലെ സഭയിലാണ് കരിസ്മാറ്റിക് മൂവ്മെന്റ് തുടങ്ങിയത് എന്നാണ് അതിൽ നിന്ന് സ്ഥാപിക്കുന്നത്. അപ്പോ പക്ഷെ പ്രവർത്തിക്കുന്നത് സഭയ്ക്ക് പുറത്താണ്. പിന്നീടാണ് സഭയിലേക്ക് വന്നത്, 67 മറ്റോ ആണ് വന്നത്, ഇഫ് ഐ എം റിമെമ്പറിംഗ് റൈറ്റ്. അപ്പൊ ഞാൻ പറയുവാണെങ്കിൽ അപ്പൊ അതും സഭയ്ക്ക് പുറത്ത് സംഭവിക്കുന്ന പ്രവൃത്തിയല്ലേ? അപ്പൊ സഭയിലാണ് ആ പ്രവൃത്തി എന്ന് പറയുമ്പോൾ അത് ഒന്ന് ക്ലാരിഫൈ ആവും. ചോദ്യമാണ്, ഞാൻ പറയുന്നു വരാം. കരിസ്മാറ്റിക്കിന്റെ തുടക്കം ഈ പറഞ്ഞതുപോലെ ഒന്നുമല്ല. കരിസ്മാറ്റിക്കിന്റെ തുടക്കം സഭയുടെ ആരംഭത്തിലാണ്. ആദിമ സഭയിൽ നിന്ന് തന്നെയാണ് കരിസ്മാറ്റിക് കരിസ്മാറ്റിക് എന്ന് പറഞ്ഞാൽ കാരിസം, സിദ്ധികളിലൂടെയുള്ള ദൈവത്തോടുള്ള ബന്ധം, വിശ്വാസത്തിന്റെ സിദ്ധികൾ. അതാണ്, അത് ഒരു പ്രത്യേക സമയത്ത് ആരംഭിക്കുന്നതല്ല. പലപ്പോഴും നമ്മൾ കരിസ്മാറ്റിക് എന്ന് പറയുന്ന കാര്യത്തെ പ്രൈസ് ആൻഡ് വർഷിപ്പിനോടും മെർക്കൽസിനോടും കണക്ട് ചെയ്യുന്നതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നമാണ്. അങ്ങനെ കണക്ട് ചെയ്താൽ പോലും സത്യത്തിൽ എന്താണ്, അപ്പസ്തോല പ്രവർത്തനത്തിനകത്ത് മുഴുവനും അവരൊരുമിച്ച് കൂടി ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരുന്നപ്പോൾ ആത്മാവ് അവരുടെ മേൽ കടന്നു വരുന്നത് അവരനുഭവിക്കുന്നു, അത്ഭുതങ്ങൾ സംഭവിക്കുന്നു, ജനം മുഴുവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ അവിടെ മുഴുവൻ കുലുങ്ങി എന്ന് തുടങ്ങുന്നത്, പ്രാർത്ഥിച്ചുകൊണ്ടിരുമ്പോൾ കുലുങ്ങി, ഇങ്ങനെ തുടങ്ങുന്ന പരാമർശങ്ങൾ മുഴുവനുമാണ് അപ്പസ്തോല പ്രവർത്തനത്തിൽ. അതായത് കരിസ്മാറ്റിക് ചർച്ചായിട്ടാണ് ചർച്ച് ഇനോഗ്രേറ്റ് ചെയ്യപ്പെടുന്നത് തന്നെ. ആദ്യം തന്നെ സംഭവിക്കുന്ന എന്താണ്, പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച പത്രോസ്ലീഹായും മറ്റു 11 പേരോടൊപ്പം എഴുന്നേറ്റ് നിന്നിട്ട് പ്രഘോഷിച്ചു തുടങ്ങുമ്പോൾ ആദ്യം തന്നെ സംഭവിക്കുന്നത് ഈ പറഞ്ഞ കരിസ്മാറ്റിക് വരങ്ങളാണ്. ഭാഷണവരം ആരംഭിക്കുന്നു, മാനസാന്തരത്തിന് വരങ്ങൾ ഉണ്ടാകുന്നു, പ്രഘോഷണവരം സംഭവിക്കുന്നു. അങ്ങനെ കരിസ്മാറ്റിക് ശുശ്രൂഷ ആരംഭിക്കുന്നത് പ്രൊട്ടസ്റ്റന്റുകാരിൽ നിന്നുമല്ല, ഇടക്കാലത്ത് ഇതിലെ മാർപ്പാപ്പമാരിൽ നിന്നുമല്ല, ആർക്കെങ്കിലും ഉണ്ടാകുന്ന വെളിപാടിൽ നിന്നുമല്ല, അപ്പസ്തോലന്മാരിൽ നിന്നാണ്, ശ്ലീഹന്മാരിൽ നിന്നാണ് കരിസ്മാറ്റിക് പ്രസ്ഥാനം ആരംഭിക്കുന്നത്. അതിനെ ഇടക്കാലത്ത് പ്രൊട്ടസ്റ്റന്റുകാർ അവരുടെ ഒരു വിധത്തിലേക്ക് കൊണ്ടുവന്ന് പ്രചരിപ്പിച്ചു, ആളുകൾ അത് അവരുടേതാണെന്ന് തെറ്റിദ്ധരിച്ചു. അതുകൊണ്ട് പ്രൊട്ടസ്റ്റന്റുകാരുടെ പരിപാടിക്ക് ഇപ്പൊ പള്ളി തുടങ്ങിയേക്കോ എന്നൊക്കെ പറയുന്ന ആൾക്കാരെ നമ്മൾ ഇഷ്ടം പോലെ കാണും. ഇത് ആദിമസഭയുടെ ജീവിതമാണ്. ആദിമസഭ പ്രാർത്ഥിച്ചിരുന്നതും ആദിമസഭ മുഴുവനും ഹീലിങ്സ് തുടങ്ങിയതൊക്കെ ആദിമസഭയുടെ മുതലുള്ളതാണ്. അതുകൊണ്ട് കരിസ്മാറ്റിക് പ്രസ്ഥാനം എന്ന് പറയുന്നത് ദാറ്റ്സ് പ്യുവർലി അബ്സല്യൂട്ട്ലി കാത്തലിക്. അത് ആദിമസഭയുടേതാണ്. പിന്നീട് ഇടക്കാലത്ത് അതിന്റെ അങ്ങനത്തെ ഉപയോഗങ്ങൾ കുറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഈശോയുടെ ശിഷ്യന്മാരും അപ്പസ്തോലന്മാരും വചനം പ്രഘോഷിച്ചിരുന്നിടത്തൊക്കെ അവിടുന്ന് അത്ഭുതങ്ങൾ കൊണ്ടും അടയാളങ്ങൾ കൊണ്ടും അവയെ സ്ഥിരീകരിച്ചിരുന്നു എന്ന് നമ്മൾ വായിക്കും. ആ സ്ഥിരീകരിക്കൽ പ്രക്രിയയാണ് കരിസ്മാറ്റിക് എന്ന് പൊതുവിൽ അന്നത്തെ കാലം മുതൽ മനസ്സിലാക്കിയിരുന്നു. എന്ന് പറഞ്ഞാൽ കാരിസംസ് നൽകുന്നത് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നുണ്ട് അവരുടെ കൂടെ ഉണ്ടെങ്കിൽ അത് കരിസ്മാറ്റിക് ആണ്. പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ കരിസ്മാറ്റിക് ആണ് എന്ന് പറഞ്ഞാൽ
സിദ്ധികൾ സഭയുടേതാണ്. ഞാൻ ഈ വിഷയത്തെക്കുറിച്ച് മുമ്പ് ഏതോ ഒരു ടോക്കിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഈ സിദ്ധികളെ കുറിച്ച്, അവയുടെ ഉപയോഗത്തെക്കുറിച്ച്, അതെങ്ങനെയാണെന്നൊക്കെ കുറെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ ഓർക്കുന്നുണ്ട്. അപ്പൊ എനിവേ, അതാണ് ഒന്നാമത്തെ കാര്യം. ഇനി അങ്ങനെയാണെങ്കിൽ സഭയ്ക്ക് പുറത്ത് നടക്കുന്നത് എന്താണ് എന്നാണ്. സഭയ്ക്ക് പുറത്ത് നടക്കുന്നതിനെ കുറിച്ചും കൂടെ പറയേണ്ട ഒരു കാര്യം ഇതാണ്. അത്ഭുതങ്ങൾ നടക്കുന്നു എന്നതുകൊണ്ടോ സൗഖ്യങ്ങൾ നടക്കുന്നു എന്നതുകൊണ്ടോ ഒന്നും അവിടെ ദൈവമാണ് പ്രവർത്തിക്കുന്നത് എന്നർത്ഥമില്ല. ഒരു നല്ല സുവിശേഷ പ്രഘോഷകൻ ഒരത്ഭുതം ചെയ്യുമ്പോൾ പോലും ആ അത്ഭുത പ്രവൃത്തി ദൈവത്തിൻ്റെതാണ് എന്ന് ഉറപ്പില്ല. അതിനെക്കുറിച്ച് നമ്മൾ ശങ്കിക്കേണ്ട കാര്യമില്ല. എന്നാൽ ഇത് ഉറപ്പുള്ള ഏരിയ എന്താണ്? സഭയുടെ ശുശ്രൂഷകളിൽ മാത്രമാണ് നമുക്ക് ഈ ഉറപ്പുള്ളത്. അതായത് കൂദാശകൾ പരികർമ്മം ചെയ്യുന്നു, അതവിടെ കർത്താവ് ഉണ്ടെന്ന് 100% ഉറപ്പാണ്. ഉദാഹരണത്തിന് ട്രാൻസ്സബ്സ്റ്റാൻസിയേഷൻ നടക്കുന്നു, അത് മിശിഹായുടെ പ്രവൃത്തിയാണെന്ന് 100% ഉറപ്പാണ്. പാപമോചനം നടക്കുന്നു, രോഗീലേപനം കൊടുക്കുന്നു, ഇതൊക്കെ മിശിഹായുടെ പ്രവൃത്തിയാണെന്ന് 100% ഉറപ്പാണ്. എന്നാൽ അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ സത്യവിശ്വാസത്തിന്റെ നിക്ഷേപത്തിന്റെയും സഭാജീവിതത്തിന്റെയും ചെറിയ പടിയാണ്, ഏറ്റവും കുഞ്ഞു കാര്യമാണ്. എന്ന് പറഞ്ഞാൽ പ്രഘോഷിക്കപ്പെടുന്ന വിശ്വാസത്തെ സ്ഥിരീകരിക്കാൻ ആവശ്യമെങ്കിൽ സ്ഥിരീകരിക്കാൻ മാത്രമേ ഈ അടയാളങ്ങൾ കൊണ്ട് ഉദ്ദേശമുള്ളൂ. എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ വിശ്വസിക്കാത്ത ഒരാൾക്ക് വേണ്ടി ആയിരിക്കും അടയാളം കൊടുക്കുന്നത്. വിശ്വസിക്കാത്ത ഒരാൾക്ക് വേണ്ടി, അവൻ വിശ്വസിക്കുന്നതിന് എന്നാ കാണിച്ചിട്ടും അപ്പോൾ ഒരു അടയാളം കൊടുത്തിരിക്കും. ഇതിന് വളരെ കൃത്യമായിട്ടുള്ളൊരു റെഫറൻസ് പറയാം. മോശയുടെ നേതൃത്വത്തിൽ ഇസ്രായേലിനെ രക്ഷിക്കാനായിട്ട് ശ്രമിക്കുമ്പം മോശ വടിയിടും, അത് പാമ്പായി മാറും. അവിടെയുള്ള മന്ത്രവാദികളെല്ലാം വടിയിടും, അതെല്ലാം പാമ്പായി മാറും. അത്രേ ഉള്ളൂ. അതായത് മന്ത്രവാദികൾക്ക് പോലും ചെയ്യാവുന്ന ഒരു കാര്യമാണ്. പക്ഷേ അവിടെ മോശ സംസാരിക്കുന്ന വിഷയങ്ങളാണ് വ്യത്യാസം. മന്ത്രവാദികൾ സംസാരിക്കുന്ന കാര്യം പറയാം. അപ്പൊ അതുകൊണ്ട് അടയാളങ്ങൾ എല്ലായ്പ്പോഴും ദൈവത്തിൽ നിന്നാണ് എന്ന് തെറ്റിദ്ധരിക്കരുത്. അടയാളങ്ങൾ സംഭവിക്കുന്നിടത്തെല്ലാം ദൈവമാണുള്ളതെന്ന് തെറ്റിദ്ധരിക്കരുത്. അടയാളങ്ങൾ പ്രവർത്തിക്കാൻ അല്ലെങ്കിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ പിശാചിന് പറ്റും. 2, ചിലരുടെ മനസ്സിന്റെയോ ചില പ്രത്യേകമായ ശക്തികളുടെയോ പുറത്തു നിന്നും ചിലർക്ക് അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ പറ്റും. എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ കാര്യങ്ങളും ഉണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് വളരെ പോപ്പുലർ ആയിട്ടുള്ളൊരു കാര്യമാണ് ടെലിപ്പതി എന്ന് പറയുന്നത്. വിദേശത്തുള്ള മകന് വണ്ടി ഇടിക്കുമ്പോൾ അമ്മ ഞെട്ടുന്നു, നിലവിളിക്കുന്നു. അതെങ്ങനെ സംഭവിക്കുന്നു? അത് പ്യൂർലി ഒരു സൂപ്പർ സൈക്കോളജിക്കൽ പ്രതിഭാസം എന്ന് വേണം വിളിക്കാവുന്ന, പാരാസൈക്കോളജി എന്നൊക്കെ വിളിക്കുകയും ചെയ്തില്ല. അങ്ങനെയുള്ള നടക്കുന്ന കാര്യങ്ങളാണ്. എല്ലാം ഒന്നുമല്ല, പക്ഷെ ചില പലതൊക്കെ അങ്ങനെ. അപ്പൊ അതിന്റെ കാരണം എന്താണ് നമുക്കാർക്കും അറിഞ്ഞൂടാ. അത് മനസ്സിന്റെ ഇനിയും എക്സ്പ്ലോർ ചെയ്തിട്ടില്ലാത്ത ആളുകളുടെയോ മനുഷ്യന്റെയോ ഒക്കെ സിദ്ധികളുടെ, മാനുഷിക സിദ്ധികളുടെ ഭാഗമായിട്ടൊക്കെ ആയിരിക്കാം. നമുക്ക് അതിനെക്കുറിച്ച് കൃത്യമായിട്ടൊന്നും അറിഞ്ഞുകൂടാ. ഉള്ള സ്റ്റഡീസൊക്കെ വെച്ച് പറഞ്ഞതാണ്. അപ്പോൾ അത് ഒരാളുടെ മനസ്സിന്റെ കഴിവിൽ നിന്നോ ഒരാളുടെ ചില പ്രത്യേക സിദ്ധിയിൽ നിന്നോ പോലും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഇപ്പൊ ചിലര് ഒത്തിരി ഭാഷകൾ പഠിക്കുന്ന ആൾക്കാരുണ്ട്. ഒരു 10-64 ഭാഷ സംസാരിക്കുകയും 40-48 ഭാഷ പഠിപ്പിക്കുകയും ചെയ്തിരുന്ന ഒരച്ഛൻ കേരളത്തിലുണ്ടായിരുന്നു. കുറച്ചാൾ മരിച്ചു. അതെങ്ങനെയാണത് മനുഷ്യർക്ക് സാധിക്കാത്തതെന്ന് നമുക്ക് തോന്നിയല്ലേ? അപ്പോൾ ഇതൊക്കെ മാനുഷികമായ സാധ്യതകളും അതിനകത്തുണ്ട്. പിശാച് ഇടപെടുന്നതുകൊണ്ട് സാത്താൻ തന്നെ ചെയ്യുന്ന ഒത്തിരി അത്ഭുത പ്രവൃത്തികളുണ്ട്. മനുഷ്യനെ അത്ഭുതപ്പെടുത്താനും തിന്മയിലേക്ക് കൊണ്ടുപോകാനും ഒക്കെ ആയിട്ട് കോൺക്രീറ്റ് കേസസ് എടുത്ത് പറയണ്ട എന്നോർത്തിട്ട് ഞാൻ പറയാതിരിക്കുന്നതാണ്. ഒരാള്, അത് അദ്ദേഹത്തിന്റെ മാത്രം വേർഷനായിട്ട് കണക്കാക്കിയാൽ മതി. നമ്മുടെ സഭയിൽ ഉണ്ടായിരുന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹം അങ്ങനത്തെ പല ശുശ്രൂഷകളൊക്കെ ചെയ്യുമായിരുന്നു. പിന്നീട് അദ്ദേഹത്തിന് തോന്നി എനിക്ക് പിശാചിനെ ബഹിഷ്കരിക്കാനുള്ള കഴിവുണ്ടല്ലോ എന്ന് അയാൾക്ക് തോന്നി. അയാൾ അത് ചെയ്യുമ്പോൾ ഞാൻ തുടങ്ങി. പിന്നെ സഭയായിട്ട് കലഹിച്ചു. അദ്ദേഹം സ്വന്തമായിട്ട് സെക്ട് ഗ്രൂപ്പ് തുടങ്ങി. അയാളുടെ വീട്ടിൽ ഒത്തിരി പേര് പിശാച് ബാധ ബഹിഷ്കരിക്കാനായിട്ട് വരുമായിരുന്നു. എന്നിട്ട് അദ്ദേഹം ഇങ്ങനെ വലിയ സമ്പന്നനൊക്കെ ആയി മാറി. പിന്നെ അദ്ദേഹം വീണ്ടും മാനസാന്തരപ്പെട്ട ശേഷമാണ് എന്നോട് വർത്താനം പറയുന്നത്. അദ്ദേഹത്തിന്റെ വേർഷനാണിത്. എനിക്ക് അതിനെക്കുറിച്ച് വിധി പറയാമെന്ന് ഞാൻ ആളല്ല, പറയുന്നില്ല. അദ്ദേഹം എന്നോട് പറഞ്ഞ കാര്യം ഇതാണ്: അച്ഛാ, സത്യത്തിൽ സംഭവിച്ച എന്നാണെന്നറിയോ? സാത്താനാണ് ഇതെല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. സാത്താന് മനസ്സിലായി എന്നെ വഴിതെറ്റിച്ചാൽ അനേകരെ വഴിതെറ്റിക്കാൻ പറ്റും. അതുകൊണ്ട് ഞാൻ കുറച്ച് കഴിഞ്ഞ് സഭയിൽ നിന്നൊക്കെ ഇറങ്ങിപ്പോയി. ഞാൻ അങ്ങനെ ഒരു പിശാചിന്റെ ഉപകരണമായി മാറി എന്നിപ്പം ഞാൻ വേദനയോടെ ഓർക്കുന്നു. അപ്പൊ പിശാച് തന്നെ അനേകം പിശാച് ബാധിതരെ കൊണ്ടുവരും. ഞാൻ കൈവച്ച് പ്രാർത്ഥിക്കുമ്പം അതൊക്കെ വിട്ടുപോകും. അപ്പൊ അവരൊക്കെ എന്റെ ശിങ്കിടികളായി മാറും. അവരെനിക്ക് പൈസ തരും, എന്നെ അവർ നോക്കും. അങ്ങനെ ഞാനിങ്ങനെ വളർന്നു. പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ഇത് ദൈവത്തിന്റെ പ്രവൃത്തിയൊന്നും ആയിരുന്നില്ല. കാരണം സഭയോ അംഗീകരിക്കാത്ത, മിശിഹായോട് ചേർന്ന് നിൽക്കാത്ത ഒരാളിൽ എങ്ങനെയാണ് പരിശുദ്ധാത്മാവിന്റെ വരങ്ങൾ പ്രവർത്തിക്കുക? അതുകൊണ്ട് എനിക്ക് വ്യക്തമായി മനസ്സിലായി ഇത് സാത്താൻ ആളുകളെ കൊണ്ടിരുന്നു, എന്നിട്ട് സാത്താൻ തന്നെ മാറി നിൽക്കുന്നു.
അങ്ങനെ ആളുകളെ സാത്താന്റെ കൂട്ടത്തിൽ നിൽക്കുന്ന എൻ്റെ കൂടെ ചേർക്കുന്നു എന്ന് എനിക്ക് മനസ്സിലായെന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു. ഞാൻ ഇതിനെക്കുറിച്ച് അദ്ദേഹത്തിന്റെ മാത്രം വേർഷനാണ്. എനിവേ അങ്ങനെ സംഭവിക്കാം. ഈ മനുഷ്യന്റെ കാര്യത്തിൽ എന്താണെന്ന് എനിക്കറിയാൻ പാടില്ല, പക്ഷെ അങ്ങനെ സംഭവിക്കാം. അപ്പൊ അതുകൊണ്ട് അടയാളങ്ങളെല്ലാം അതിൽ നിന്നാണ് വിചാരിക്കരുത്. ഇനി അടുത്ത വരങ്ങളുടെ കാര്യമാണ്. സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ടുള്ള ആളുകളും വരങ്ങൾ ഉപയോഗിക്കാറുണ്ട്. ഞാൻ ഇതിനെക്കുറിച്ച് വിശദമായി മുമ്പൊരിക്കൽ പറഞ്ഞിട്ടുണ്ട്, എന്നാൽ ഇന്നോട് പറയാം. ആ വരങ്ങൾ ഉപയോഗിക്കുമ്പം, ഇപ്പൊ ഉദാഹരണത്തിന് വരങ്ങൾ എന്തിനുള്ളതാണ്? ആ വിഷയത്തിന്റെ ബാക്കിയായിട്ട് ഇത് പറയാൻ പറ്റുള്ളൂ. വരങ്ങൾ എപ്പോഴും സഭയെ പടുത്തുയർത്താനുള്ളതാണ്. ഇത് മാത്രം ഓർത്താൽ മതി. വരങ്ങളുടെ ഉദ്ദേശം സഭയെ പണിയുക എന്നുള്ളതാണ്, അല്ലാതെ ഒരാളുടെയും സ്വന്തം നേട്ടത്തിനുള്ളതല്ല, ആരുടെയും മഹത്വത്തിന് വേണ്ടിയുള്ളതല്ല, ആരുടെയും വിശുദ്ധിയുടെ അടയാളമായി ദൈവം കാണിച്ചു കൊടുക്കുന്നതല്ല. വരങ്ങളെല്ലാം സഭയെ പടുത്തുയർത്താൻ വേണ്ടിയുള്ളതാണ്. ഇനി ആ വരങ്ങൾ കൊടുക്കുന്ന ആത്മാവ് ആരാണ്? അത് സഭയുടെ ആത്മാവാണ്, തിരുസഭാത്മാവാണ്, തിരുസഭയുടെ ആത്മാവാണ്. അത് CCC ഇങ്ങനെ പഠിപ്പിക്കും, നമ്മുടെ ശരീരത്തിന് നമ്മുടെ ആത്മാവ് എങ്ങനെയോ അപ്രകാരം തന്നെയാണ് ക്രിസ്തു ശരീരത്തിന്, അതായത് സഭയാകുന്ന ക്രിസ്തുവിന്റെ ശരീരത്തിന് പരിശുദ്ധാത്മാവ്. അപ്പൊ സഭയ്ക്കിടെ നൽകപ്പെട്ടിരിക്കുന്ന ആത്മാവ്, സ്ലീഹന്മാർക്ക് സഭയെ പ്രഘോഷിക്കാൻ ശക്തി നൽകാൻ വേണ്ടി നൽകപ്പെട്ട ആത്മാവ്, ആ ആത്മാവ് എങ്ങനെയാണ് സഭയ്ക്കെതിരെ നിൽക്കുന്ന ഒരു ശക്തി പോയി പ്രവർത്തിക്കുന്നത്? ദാറ്റ്സ് ഇമ്പോസിബിൾ. ഒരിക്കലും സംഭവിക്കില്ല. പിന്നെ പരമാവധി എന്താ സംഭവിക്കാവുന്നത്? സഭയിലേക്ക് നയിക്കാൻ വേണ്ടി, ഇപ്പൊ ഉദാഹരണത്തിന് ഒരു പ്രൊട്ടസ്റ്റന്റുകാരൻ ഒരു 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 നോർത്ത് ഇന്ത്യൻ പ്രദേശത്ത് പോയിട്ട് സുവിശേഷം പ്രഘോഷിക്കുന്നു. അപ്പോ സഭയിലേക്ക് ആ വ്യക്തിയെയും അദ്ദേഹത്തിന്റെ ശ്രോതാക്കളെയും കൂടെ കൂട്ടിച്ചേർത്ത് കൊണ്ടുവരാൻ വേണ്ടി പരിശുദ്ധാത്മാവ് ചിലപ്പോ സപ്പോർട്ട് ചെയ്യുന്നിരിക്കാം. അതുകൊണ്ട് അദ്ദേഹം അവിടെ തന്നെ നിൽക്കുകയാണെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ ഉദ്ദേശമല്ല അത്. കാരണം സഭയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഇത്. ഈശോ തന്നെ പറഞ്ഞില്ലേ, ഈ തൊഴുത്തിപ്പെടാത്ത ആടുകൾ എനിക്കുണ്ട്, അവയെ ഞാൻ കൊണ്ടുവരേണ്ടിയിരിക്കുന്നു. ആ കൊണ്ടുവരാൻ കൊടുക്കുന്ന സഹായമാണ് അവിടെ. ആ കൊണ്ടുവരാതെ ആടുകളെ പിടിച്ച് അവിടെ തന്നെ ഒരു ആലയം ഉണ്ടാക്കാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ഈ സെക്റ്റിൽ നിന്ന് ഇപ്പം കത്തോലിക്ക സഭയിൽ നിന്നൊക്കെ പുറത്തിറങ്ങി പോകുന്ന, ഇവിടെ വരങ്ങൾ ഉപയോഗിച്ചിരുന്ന ചില ആളുകൾ പുറത്തിറങ്ങിപ്പോയാലും ആ വരങ്ങൾ ഉപയോഗിക്കും നമ്മൾ കാണും. അത് സാധ്യമാണ്. കാരണം എന്താണെന്നറിയാമോ? വരങ്ങളുടെ പ്രത്യേകത, ദൈവം ഒരാൾക്ക് നൽകിയാൽ, ദൈവം നൽകുന്ന എല്ലാ നന്മകളും അങ്ങനെയാണ്, അത് ദൈവം പിന്നെ ടപ്പട്ടപ്പൊന്ന് തിരിച്ചടിക്കുകയല്ല. നമ്മുടെ കാര്യം ഒന്ന് ഓർത്ത് നോക്കി. ദൈവം നമുക്ക് തന്നേക്കണ കഴിവുകൾ, സിദ്ധികൾ, കാണാനുള്ള കഴിവ്, അത് ഉപയോഗിച്ച് നല്ലത് കാണണമെന്നാണ്. നമ്മൾ അത് ഉപയോഗിച്ചിട്ട് ചീത്ത കാര്യങ്ങൾ കാണും, മതിയിട്ട് ഓഫാക്കി എന്ന് പറഞ്ഞ് ഓഫാക്കി എന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ നന്മ ചെയ്യാൻ തന്ന കൈകൾ, അത് ഉപയോഗിച്ച് തിന്മ ചെയ്യുന്നു, അതിന് തളർന്ന് കാണണം, ഉപയോഗിക്കേണ്ട എന്ന് പറയുന്നു എന്ന് വിചാരിക്കുക. അല്ലെ, നമ്മളെങ്ങനെ ജീവിക്കും? പക്ഷെ ദൈവത്തിന്റെ പ്രത്യേകത, ദൈവം ദീർഘക്ഷമയോടെ നമ്മുടെ മാനസാന്തരത്തിനായി കാത്തിരിക്കുന്ന ദൈവമാണ്. അങ്ങനെ കാത്തിരിക്കുന്ന ദൈവം തന്നിരിക്കുന്ന നന്മകളെ ദുരുപയോഗിക്കുമ്പോഴും അത് ചെയ്യാൻ അനുവദിച്ചുകൊണ്ടിരിക്കും. എന്ന് പറഞ്ഞാൽ ആൾ പോയി സ്റ്റോപ്പ് ചെയ്യിപ്പിക്കത്തില്ല. കാരണം ആൾ മടങ്ങി വരുമെന്നുള്ള പ്രതീക്ഷയോടെയാണ്. ഇതിനെക്കുറിച്ച് പറയുന്ന ഒരു സ്ഥലമാണ്, നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല, ധൂർത്തപുത്രന്റെ ഉപമ. ധൂർത്തപുത്രൻ പിതാവിന്റെ സ്വത്തും മേടിച്ചിട്ട് ഇറങ്ങിപ്പോവാണ്. അവൻ ധൂർത്തനായിട്ട് പോവുകയാണ്. അവൻ പിതാവിന്റെ ഭവനത്തിലല്ല, പിതാവിനോട് അവൻ വിച്ഛേദിക്കപ്പെട്ടു. പക്ഷെ അപ്പോഴും അവന്റെ കയ്യിലിരിക്കുന്ന സമ്പത്ത് ആരുടെയാ? കള്ളപ്പണമാണോ അത്? അല്ല, അപ്പന്റെ സ്വത്താണ്. അത് അപ്പന്റെ സ്വത്താണ്. ദൈവപിതാവിന്റെ പരിശുദ്ധാത്മാവിലൂടെ നൽകപ്പെട്ടിരിക്കുന്ന അതേ സമ്പത്തുമായിട്ടാണ് ഇയാൾ പുറത്തിറങ്ങി പോകുന്നത്. പക്ഷെ വ്യത്യാസം എന്നറിയോ? പിതാവിന്റെ ഭവനത്തിലായിരിക്കുമ്പോൾ അത് ഉപയോഗിക്കലും, പിതാവിന്റെ ഭവനത്തിന് പുറത്ത് അത് ദുരുപയോഗിക്കലുമാണ്. ദുരുപയോഗിക്കരുതെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അവൻ ദുരുപയോഗിക്കുമ്പോഴും പിതാവ് ഭടന്മാരെ അയച്ച് പിടിച്ചുകൊണ്ട് വന്ന് അവനെ ജയിലിടുകയല്ല ചെയ്യുന്നത്. തിരിച്ചു വരുമെന്നും പറഞ്ഞ് കാത്തിരിക്കുക. ദൂരെ നിന്നേ അവനെ കാണാൻ പറ്റുന്ന പോലെ പിതാവ് വന്നിങ്ങനെ വഴിക്കണ്ണുമായി കാത്തിരിക്കുകയാണ് മടങ്ങി വരാൻ വേണ്ടി. അപ്പൊ സഭയ്ക്ക് പുറത്തു പോയി ഈ വരങ്ങൾ ഉപയോഗിക്കുന്ന ആരും സഭയിൽ ഉപയോഗിക്കേണ്ട വരങ്ങളെയാണ് ദുരുപയോഗിക്കുന്നത്. ദുരുപയോഗിക്കുന്നു പറയാൻ കാരണം എന്താണ്? അതിപ്പോ പ്രൊട്ടസ്റ്റന്റുകാർ ഉപയോഗിച്ചാലും പെന്തക്കോസ്തുകാർ ഉപയോഗിച്ചാലും സെക്റ്റുകൾ ഉപയോഗിച്ചാലും ദുരുപയോഗിക്കുന്നു പറയാൻ കാരണം അവര് ആകർഷിക്കുന്നത് ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയിലേക്കല്ല, ആ വരങ്ങൾ ഉപയോഗിച്ച് അവരിലേക്ക് തന്നെയോ അവരുടെ ഗ്രൂപ്പിലേക്കോ ആണ് ആകർഷിക്കുന്നത്. അത് ദൈവാത്മാവിന്റെ ഉദ്ദേശമല്ല. അതുകൊണ്ട് അവിടെ അത്ഭുതം നടക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു പോകുന്നവർ ആ തവിടെങ്കിലും തിന്നാൻ ആഗ്രഹിക്കുന്ന അവസ്ഥ വരുന്ന ധൂർത്തപുത്രനെ ഓർക്കണം. ധൂർത്തപുത്രൻ ഓർക്കുകയാണ്, പന്നികൾ, യഹൂദന് ഏറ്റവും നിഷിദ്ധമായ ജീവി, അതിന് കൊടുക്കണ തവിടെങ്കിലും തിന്നാൻ മതിയായിരുന്നു, കിട്ടിയായിരുന്നു എന്ന് കൊതിക്കുകയാണ്. അങ്ങനെ അവന്റെ തവിടും കൂടെ തിന്നാൻ കൂട്ടുചേരേണ്ടി വരും അതിന്റെ അത്ഭുതങ്ങൾ പങ്കുചേരാൻ പോകുന്നവർ എന്ന് ഓർക്കണം. എന്ന് പറഞ്ഞാൽ ധൂർത്തപുത്രന്റെ സമ്പത്ത് കണ്ട് അതിന്റെ പുറകെ പോകുന്നവൻ ധൂർത്തപുത്രൻ തിന്നുന്ന തവിടിനും കൂടെ പങ്കാളിയാകേണ്ടി വരും. സഭയിൽ നിന്ന് പുറത്തിറങ്ങി അതേ വരങ്ങൾ ഉപയോഗിക്കുന്നതിന് കൂടിച്ചാൽ നമുക്കിപ്പോൾ ഉപയോഗം കിട്ടിയാൽ മതിയല്ലോ എന്ന് പറഞ്ഞ് പോകുന്നവർ അവരെ കാത്തിരിക്കുന്ന വിധിയിലും കൂടെ
പങ്കാളിയാകേണ്ടി വരും എന്ന് നമ്മൾ ഓർക്കണം എന്നാണ് അതിനെക്കുറിച്ച് പറയാൻ. താങ്ക് യു അച്ഛാ. വളരെ അനുഗ്രഹമായിരുന്നു ക്ലാസ്. ഈശോയ്ക്ക് നന്ദി പറയുന്നു. പിന്നെ ഞാൻ ഇപ്പൊ സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ പലപ്പോഴും കാണുന്നത് പഴയ നിയമത്തിലെ കാര്യങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് വളരെ ക്രമരഹിതമായിട്ട് ക്രിസ്ത്യാനിറ്റിയെ കുറിച്ച് പറയുന്നതൊക്കെ കാണുമ്പോൾ ഒത്തിരി വിഷമം തോന്നാറുണ്ട്. അപ്പം ഇപ്പൊ നമ്മൾ വായിച്ചതുപോലെ തന്നെ പൂർവ്വകാലങ്ങളിൽ ദൈവം തന്നെ വെളിപ്പെടുത്തി, പ്രവാചകന്മാരിലൂടെ വെളിപ്പെടുത്തി. എന്നാൽ പുത്രനിലൂടെ അവിടെ തന്നെ സമ്പൂർണ്ണമായും വെളിപ്പെടുത്തി. അപ്പൊ യേശുവിൽ വെളിപ്പെട്ട സത്യം അറിയാത്തതുകൊണ്ടാണല്ലോ, അല്ലെ? യേശുവിലാണല്ലോ പിതാവായ ദൈവത്തെ സമ്പൂർണ്ണമായും വെളിപ്പെടുക. അപ്പം പഴയ നിയമ യഥാർത്ഥത്തില് ദൈവത്തെ വെളിപ്പെടുത്താൻ പോകുന്ന യേശുക്രിസ്തുവിനെ വെളിപ്പെടുത്തുകയും യേശുക്രിസ്തു പിതാവായ ദൈവത്തെ സമ്പൂർണ്ണമായും വെളിപ്പെടുത്തുകയാണല്ലോ ചെയ്യുന്നത്, അല്ലെ? അതുകൊണ്ടാണല്ലോ വെളിപാടിന്റെ പൂർണ്ണത ഈശോ എന്ന് പറഞ്ഞത്. പഴയ നിയമം വരാനിരിക്കുന്ന ഈശോയെ കുറിച്ച് സൂചനകൾ നൽകി, അങ്ങനെ പറയുന്ന കുറച്ച് ശരി. ഈശോയെ വെളിപ്പെടുത്തുന്നതല്ല, വരാനിരിക്കുന്ന ഈശോയെ കുറിച്ചുള്ള സൂചനകൾ നൽകുന്നു. അല്ലെങ്കിൽ ആ ഈശോയെ മനസ്സിലാക്കാൻ കഴിയുന്ന വിധത്തിൽ ആളുകളെ ഒരുക്കുന്നു. അതെ. അപ്പം ജോൺ ബോൾ മാർപ്പാപ്പ പറഞ്ഞ പോലെ വിശ്വാസം ബുദ്ധിക്കും യുക്തിക്കും അതീതമാണെങ്കിൽ കൂടി ഇതിന് നിരക്കുന്നതാണല്ലോ. അപ്പൊ അത് ശരിക്കും പറഞ്ഞാൽ പ്രവാചകന്മാരിലൂടെ നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ഇത് എഴുതി വെച്ചിരുന്നല്ലോ. കന്യാഗർഭം ധരിച്ച പുത്രന്റെ പുസ്തകം, അതെല്ലാം യാഥാർത്ഥ്യമായി തീരുന്നല്ലോ ക്രിസ്തുവിൽ. അപ്പം ഈശോ പറഞ്ഞ് എന്നെ കാണുന്നതിന് പിതാവിനെ കാണും, ഞാനും പിതാവ് ഒന്നാണ്. അപ്പൊ ഈശോയിൽ വെളിപ്പെട്ടതല്ല ദൈവത്തെ കുറിച്ചുള്ള പരമമായ സത്യം, അല്ലെ? അതറിയാത്തത് കൊണ്ടാണല്ലോ സോഷ്യൽ മീഡിയയിലൊക്കെ പലപ്പോഴും മറ്റു മതസ്ഥര് ക്രിസ്ത്യാനിറ്റി വളരെ വികലമായിട്ട് ചിത്രീകരിക്കുന്ന പറയുമായിരുന്നു. 100% ഉറപ്പായിട്ടും. അതായത് പഴയ നിയമത്തിലെ പല കാര്യങ്ങളും എടുത്തിട്ടാണ് നമ്മൾ ക്രിസ്ത്യാനിറ്റിയെ കുറിച്ച് ആൾക്കാർ പറയുന്നത്. അപ്പൊ അത് നമ്മുടെയും കൂടെ കുറച്ച് ഭാഗത്ത് കുഴപ്പമാണ്. നമ്മൾ പഴയ നിയമത്തെ പരിധി വിട്ട് പ്രഘോഷണ വിഷയമാക്കുന്നതിന്റെ പ്രശ്നമുണ്ട്. അങ്ങനെ വരരുത്. നമ്മൾ നേരത്തെ എന്റെ ബാലൻസിങ്ങിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പുതിയ നിയമത്തിന്റെ വെളിച്ചത്തിലല്ലാതെ പഴയ നിയമത്തെ വ്യാഖ്യാനിക്കരുത് എന്നും പുതിയ നിയമത്തെ ക്രിസ്തുവിന്റെ വെളിച്ചത്തിലല്ലാതെ വ്യാഖ്യാനിക്കരുതെന്നും ഒക്കെ പറഞ്ഞ സമയത്ത് നമ്മൾ ഇതിനെക്കുറിച്ച് പറഞ്ഞു ഓർക്കുന്നുണ്ടാവുമല്ലോ. അതാണ് അതിന്റെ കാര്യം. അത് നമ്മളെ ആളുകളെ മാത്രമല്ല ലോകത്തെ മുഴുവൻ നമ്മളത് ഓർപ്പിക്കണം. നമ്മുടെ ക്രിസ്ത്യാനിയുടെ ജീവിത നിയമം സുവിശേഷമാണ് എന്ന് പറഞ്ഞു. പഴയ നിയമമോ ഒരു പ്രാകൃത ജനതയെ ഈ മിശിഹായിലൂടെ പൂർത്തിയാകുന്ന നിയമങ്ങളെ, രഹസ്യങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയുന്ന വിധത്തിൽ പടിപടിയായി വളർത്തിയതിന്റെ ഒരു വളർച്ചാചരിത്രമാണ്. വളർച്ചയിൽ വീഴ്ചകൾ ഉണ്ടാവും, തെറ്റിദ്ധാരണകൾ ഉണ്ടാവും. ഇതെല്ലാം അതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട് പച്ചയായിട്ട് എന്ന് മാത്രമാണ് പഴയ നിയമത്തിലുള്ളൂ എന്ന് ആളുകളെ അറിയിക്കണം. കേൾക്കുന്നവരും പറയുന്നത് പരമാവധി നമ്മൾ അറിയിക്കണം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കർത്താവായ മിശിഹായെ, അവിടുന്നാണ് വെളിപാടിന്റെ പൂർണ്ണത. അങ്ങയിലാണ് സർവ്വ ദൈവിക രഹസ്യങ്ങളുടെ വെളിപാടും അടങ്ങിയിരിക്കുന്നത്. അങ്ങയെ കാണുന്നവൻ പിതാവിനെ കാണുന്നു, സ്വർഗത്തെ കാണുന്നു, ദൈവിക രഹസ്യങ്ങൾ കാണുന്നു, സകലതും കാണുന്നു. കർത്താവെ, ദൈവമാകുന്ന അവിടുന്ന് അങ്ങയുടെ സകല രഹസ്യങ്ങളും അങ്ങയെ തന്നെയും ഞങ്ങൾക്ക് വ്യക്തമാക്കാനായി മിശിഹായെ അയച്ചു. ഞങ്ങൾ ജീവിതകാലം മുഴുവനും അന്വേഷിച്ചാലും കൂടുതൽ കൂടുതൽ അറിയാൻ ശ്രമിച്ചാലും ഞങ്ങൾക്ക് ഈ ഭൂമിയിൽ അറിയാൻ കഴിയുന്നതിനേക്കാൾ എത്രയോ അഗാധവും വിപുലവുമാണ് മിശിഹായിലൂടെ വെളിപ്പെടുത്തപ്പെട്ട ദൈവിക രഹസ്യങ്ങൾ. കർത്താവെ, കൂടുതൽ കൂടുതൽ അറിയാൻ ഞങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. പരിശുദ്ധ സഭ നൂറ്റാണ്ടുകളിലൂടെ വളരുമ്പോൾ അങ്ങ് നൽകിയ വെളിപാടിന്റെ പൂർണ്ണതയെ കൂടുതൽ കൂടുതൽ ആഴത്തിലേക്ക് ഗ്രഹിക്കാൻ ശ്രമിക്കുകയാണല്ലോ. ദൈവശാസ്ത്രജ്ഞരിലൂടെ, സഭാപിതാക്കന്മാരിലൂടെ, അനേകം ആളുകളിലൂടെ, വിശ്വാസ സമൂഹത്തിലൂടെ, പ്രാർത്ഥിക്കുന്ന മനുഷ്യരിലൂടെയൊക്കെ അങ്ങയുടെ വെളിപാട് ലോകത്തിന് കൂടുതൽ കൂടുതൽ സുവ്യക്തമായിക്കൊണ്ടിരിക്കുകയാണ്. അത് പൂർണ്ണമാകുന്ന സ്വർഗത്തിലാണ്. കർത്താവെ, ആ സ്വർഗരാജ്യത്തിന്റെ പ്രവേശനത്തിനായി ഞങ്ങളും കാത്തിരിക്കുന്നു. അങ്ങയുടെ രാജ്യം വരുമ്പോൾ ഞങ്ങളെയും അവിടെ സ്വീകരിക്കണമേ. കർത്താവെ, ഞങ്ങളുടെ കൂട്ടായ്മയിലുള്ളവരെയും വിശ്വാസത്തിന് വേണ്ടി ജീവൻ കൊടുക്കുന്നവരെയും അതിനുവേണ്ടി അധ്വാനിക്കുന്നവരെയും സകലരെയും അങ്ങയുടെ ഹൃദയത്തോട് അങ്ങ് കൂട്ടിച്ചേർക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. കർത്താവായ യേശു നമ്മെ ഓരോരുത്തരെയും ആശീർവദിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധ റൂഹായുടെ സംരക്ഷണവും സഹവാസവും നമ്മോട് കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ആമേൻ. യേശു മിശിഹായെ സ്തുതി.